ഹലോ JEE 2024 സെഷൻ 1 ആദ്യത്തെ 2 ഷിഫ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി വരുന്ന ഷിഫ്റ്റുകളിലേക്ക് തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ പല ആളുകളും ഉണ്ടാവുക. സോ വിൽ ജസ്റ്റ് ഡു എ വെരി സ്മോൾ അനാലിസിസ് ഓഫ് ദ സെഷൻ ഓർ ദ ഷിഫ്റ്റ്സ് 1 and 2 ഓഫ് ദ ഫസ്റ്റ് ഡേ. അപ്പം എനിക്കതിൽ ഓർമ്മിപ്പിക്കാനുള്ള ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് അനാലിസിസിൽ ക്യാരിഡ് അവേ ആവരുത്. നിങ്ങളുടെ പഠിത്തം എങ്ങനെയാണോ നിങ്ങൾ പ്ലാൻ ചെയ്തത്, എങ്ങനെയാണോ നിങ്ങൾ പഠിക്കാൻ വിചാരിച്ചിരുന്നത്, റിവിഷൻ എങ്ങനെയാണ് നിങ്ങൾ ചാർട്ട് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ പോവുക. കുറച്ച് സമയം മാത്രം ഈ അനാലിസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ചില സെഷനുകളിൽ സിമിലർ കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. മാത്രമല്ല നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും. ഓക്കെ, ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ചെറിയ ധാരണ കിട്ടുന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇനി വരുന്ന സെഷനുകളിൽ എക്സാക്ട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നോ, ഇനി വരുന്ന സെഷൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എക്സാക്ട്ലി സെയിം ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാൻസ് ഒന്നും അപ്സെറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ചെറിയൊരു ഗൈഡൻസിന് വേണ്ടി മാത്രം വളരെ കുറച്ച് നേരം മാത്രം അനാലിസിസിലേക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ബാക്കി സമയം നിങ്ങളുടെ പഠിത്തം ആസ് യൂഷ്വൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 27th മോർണിംഗ് ഷിഫ്റ്റിൻ്റെ കാര്യമാണ്. മോർണിംഗ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആ വന്ന പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്റർ എന്നായിരുന്നു, ഡിഫിക്കൽട്ടി ലെവൽ എന്തായിരുന്നു ഉള്ളതിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ളൊരു അസസ്മെൻറ്റ് നമുക്ക് നടത്താം. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. അതുകൊണ്ട് തന്നെ അക്യുറസി നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല, നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞത് വളരെ സബ്ജക്റ്റീവാണ്. പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും അത് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഓവറോൾ പിക്ചർ കിട്ടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഈ അനാലിസിസ് ഒന്ന് കടന്നു പോകാൻ അതിലൂടെ. നൗ ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ നോക്കേണ്ട കാര്യം, നോക്കൂ, ഫിസിക്സിൽ ഒരുപാട് സർപ്രൈസുകളില്ല. പക്ഷേ എന്നാലും ഏറെക്കുറെ ചില സെക്ഷനിൽ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. നമുക്ക് നോക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് ഈസി, ഒന്ന് മീഡിയം. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണൊക്കെ ഉള്ളത്. പിന്നെ ഡയമെൻഷൻസ്, സ്ഫിയറോമീറ്റർ എന്നുള്ള കോൺസെപ്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കൈനമെറ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് ഈ മെമ്മറി ബേസ്ഡിൽ കിട്ടിയിടത്തോളം ഉള്ളത്. അത് ഒരു വെക്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, 2D മോഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് മോഷന് ബാങ്കിങ് ഓഫ് റോഡ്സ്, അതിൽ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഒരു മീഡിയം ഹാർഡിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ. കാരണം ആ കോൺസെപ്റ്റ് കത്തി വരാനും സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഉപയോഗിക്കാനും ഒക്കെ ഒരു ഐഡിയ ആ സമയത്ത് തെളിയണം എന്നുള്ളതുകൊണ്ട് തന്നെ വിൽ ജസ്റ്റ് ക്ലാസിഫൈ ഇറ്റ് അണ്ടർ മീഡിയം ഹാർഡ്. മേ ബി മീഡിയം ഇസ് മോർ ഐഡിയൽ ഫോർ ഇറ്റ്. വർക്ക് എനർജി പവറിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സർപ്രൈസസ് ഇല്ല, കാരണം വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. മറ്റ് പല ചാപ്റ്ററുകളിലും ഉള്ള ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് വർക്ക് എനർജി പവറിലെ കോൺസെപ്റ്റിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ആക്ച്വലി നോട്ട് സർപ്രൈസിങ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പോൾ കിട്ടിയതിൽ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് ആക്ച്വലി സർപ്രൈസിങ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് സാധാരണ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന്. നൗ ഗ്രാവിറ്റേഷന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഈസി, മീഡിയം, ഈസിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബൾക്ക് മോഡുലസ് ബേസ്ഡ് ആയിട്ടുള്ളത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ. ഒരുപാട് കോൺസെപ്റ്റ് അതിൽ വരാൻ കാരണം അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. നൗ തെർമൽ പ്രോപ്പർട്ടീസ് ആസ് സച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. ആൻഡ് കൈനറ്റിക് തിയറി ഗ്യാസ് എന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. തെർമോഡൈനാമിക്സിന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ടോട്ടൽ തെർമൽ ഫിസിക്സിന് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ വർഷവും 2023 ഏകദേശം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു തെർമൽ ഫിസിക്സിന് ഒന്നായിട്ട്. നൗ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓസിലേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് വേവ്സ് എന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെഷനിൽ കിട്ടിയതിൽ കാണുന്നില്ല. ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് 1 and 2 എന്ന് 2 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അത് കൂളോംസ് ലോ റിലേറ്റഡ് ആണ്, ടെൻഷൻ ഇൻ എ റിംഗ് റിലേറ്റഡ് ആണത്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ കോൺസെപ്റ്റോട് വരുന്ന ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നൗ മൂവിങ് ഓൺ ടു കറണ്ട് ഇലക്ട്രിസിറ്റി, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ റെസിസ്റ്റൻസിൻ്റെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. കപ്പാസിറ്റൻസ്, സ്റ്റഡി സ്റ്റേറ്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് സർക്യൂട്ട്സിലുള്ള കോൺസെപ്റ്റുള്ള ഒരു ക്വസ്റ്റ്യനും വരുന്നുണ്ട്. മീറ്റർ ബ്രിഡ്ജും ചോദിച്ചിട്ടുണ്ട്. ഈ കപ്പാസിറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പെടുത്താൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ഐഡിയലി അത് ഒരു സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വിൽ കൺസിഡർ ദാറ്റ് ആസ് എ പാർട്ട് ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി. നൗ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, മാഗ്നറ്റിക് ഇഫക്ട്സ് എന്ന് ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ബ്യൂസവാർ ലോ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ചെയ്യുന്നതാണ്. ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ മോസ്റ്റ്ലി കറണ്ടിൽ ഒരു ഈസി മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മാഗ്നറ്റിസം എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഈസിയാണ്.
ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫാരഡേ ലോ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസി മീഡ് എന്ന് പറയാം, ഒരു ചെറിയ ഒരു വ്യത്യാസം സാധാരണ കാണുന്നതിന് അപേക്ഷിച്ച് അതിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യൂഷ്വലി അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നൗ ഫാരഡേ ലോ ബേസ്ഡ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ചോദിച്ച ചോദ്യം. നൗ AC-യിൽ കറണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല ഫസ്റ്റ് സെഷനിൽ കിട്ടിയിടത്തോളം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻറ്റൻസിറ്റി ബേസ്ഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റേ ഓപ്റ്റിക്സ് എന്നും 2 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഒന്ന് നോർമൽ ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അത് പ്രിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. നൗ വേവ് ഓപ്റ്റിക്സ് എന്ന് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആയതിൽ നിന്ന്. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. അത് സാധാരണ ഈസി ആയിട്ട് വരുന്ന രണ്ട് സെക്ഷൻസ് ആണ്, എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് സാധാരണഗതിക്ക്. ആറ്റംസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആറ്റോമിക് റേഡിയസ് ബേസ്ഡ് ആണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ക്വിക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, റേഷ്യോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയൈ എന്ന് ക്വസ്റ്റ്യൻ കാണുന്നില്ല. സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ച്വലി ഇത് ലോജിക് ഗേറ്റ്സ് എന്നല്ല, അത് റിവേഴ്സ് ആൻഡ് ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു 26 ക്വസ്റ്റ്യനിൽ ഏകദേശം നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. വല്ലപ്പോഴും ഒരു മോഡറേറ്റ് ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളതല്ലാതെ ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇനി ഇതിൻ്റെ സൊല്യൂഷൻസിലേക്ക് കടക്കാം. സൊല്യൂഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സമയം സ്പെൻഡ് ചെയ്യേണ്ട. ഇതിൻ്റെ സൊല്യൂഷനെക്കാട്ടും കൂടുതൽ പ്രധാനമായിട്ടുള്ള കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ഇതിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. സോ വിൽ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടാറേ യൂണിഫോം ആയിട്ടുള്ളൊരു റോഡ് ഉണ്ട്, അതിനെ 5 പാർട്സ് ആക്കിയിട്ട് ആ 5 പാർട്സിനെയും പാരലൽ ആക്കി വെച്ചിട്ടുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾ കാണുന്നതാണ്, വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സാധാരണ ഇതിന് സിമിലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു വയർ എടുത്തിട്ട് ആ വയറിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് പറഞ്ഞു തരികയും ആ വയർ കൊണ്ട് ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ ഫോം ചെയ്തതിന് ശേഷം ആ സർക്കിളിൻ്റെയോ സ്ക്വയറിൻ്റെയോ ഏതെങ്കിലും ഒരു പോർഷൻ നെക്രോസ് ഉള്ള ഏതെങ്കിലും 2 പോയിന്റ് നെക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും നോക്കി വെക്കുന്നത് നല്ലതാണ്. സോ വി ഹാവ് സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഹിയർ. നൗ റെസിസ്റ്റൻസ് നെറ്റ്വർക്കുകളുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും റെലവൻ്റ് ആണ്, അത് എപ്പോഴും ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ റിമെമ്പർ സ്ട്രെച്ചിങ് ഓഫ് റെസിസ്റ്റേഴ്സ്. ഒരു റെസിസ്റ്റർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ n ടൈംസ് ആയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കി വെക്കുക. Now, second question, Busavar law വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള വയേഴ്സ് ഉണ്ട്, അതിൻ്റെ നടുക്കൊരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. നോക്കൂ, ഒരു ഭാഗത്തേക്ക് മുകളിലേക്ക് കറണ്ട് പോകുന്നത് ഡൗൺവേർഡ് ഫീൽഡാണ് ഉണ്ടാവുക, മറ്റേ ഭാഗത്തേക്കും ഡൗൺവേർഡാണ് കറണ്ട് പോകുന്നതുള്ളതുകൊണ്ട് ആ ഇന്നർ സൈഡിൽ അതും ഡൗൺവേർഡാണ് ഫീൽഡ് ഉണ്ടാവുക. ഈ 2 കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഈക്വലായിട്ടാണ് വരിക, കാരണം കറക്റ്റ് മിഡ് പോയിന്റിലാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബ്യൂസവർ ലോ ഉപയോഗിച്ചിട്ടുള്ളത് ഈ 4 ഫിഗേഴ്സ് ഓർത്ത് വെക്കുക, ഇതിൽ ഏത് വേണമെങ്കിൽ ചോദിക്കാം. ബ്യൂസവർ ലോ ഉപയോഗിച്ച് മറ്റ് കോമ്പിനേഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് സിമിലർ കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ബുക്കിൽ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. Now, next question is about acceleration due to gravity. ഇതും വളരെ ഒരുപാട് ഫെമിലിയർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു എർത്ത് ഓൺ ദ സർഫസ് ഇസ് g0. ഇഫ് മാസ് ഓഫ് ദി എർത്ത് റിമെയിൻസ് സെയിം ബട്ട് റേഡിയസ് ഇസ് ഹാഫ്, ദെൻ ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് ദ സർഫസ് ഓഫ് ഫോർ ദ ന്യൂ സിസ്റ്റം. നോക്കൂ, m കോൺസ്റ്റൻ്റ് ആയിരിക്കുകയാണ്, R-ലാണ് വേരിയേഷൻ വരുന്നത്. ഇങ്ങനെയുള്ള റേഷ്യോ പ്രോബ്ലംസ് ഒരുപാട് നിങ്ങൾ ചെയ്യുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും, എത്ര ഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. So you can easily calculate this. Now, വേരിയേഷൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആലോചിക്കുമ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ സൊല്യൂഷനെക്കാട്ടും കൂടുതലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേറെ ഏതൊക്കെ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. വേരിയേഷൻ ഓഫ് G എന്നുള്ള കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജിയുടെ വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത്, അത് പല രീതിയിലുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഏതോ ഒരു ഹൈറ്റിലുള്ള ജിയും ഏതോ ഒരു ഡെപ്തിലുള്ള ജിയും ഈക്വേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ജിയുടെ ഇത്ര ടൈംസ് ആണ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു റീസണബിളി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റം അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ ഓഫ് ദ കോർണർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സിസ്റ്റം ഇവിടെ തന്നിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു ആക്സിസിൽ, ഈ പ്ലെയിൻ ഇങ്ങനെയാണുള്ളതെങ്കിൽ ഈ ഒരു ആക്സിൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സിനെ അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചോദിച്ചത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ ഇതിനൊരു വേരിയേഷൻ പോസിബിൾ ആണ്. മുന്നേയൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. വളരെ വലിയ സ്ഫിയേഴ്സ് ആണെങ്കിൽ, ഇത് പോയിന്റ് ഓബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ആ പോയിന്റ് ഓബ്ജക്റ്റിൽ ആക്സിസ് എടുക്കുമ്പോൾ ആ
പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദാറ്റ് ആക്സിസ് 0 ആയി പോകുന്നത്. വളരെ വലിയൊരു സ്ഫിയർ ആണെങ്കിൽ നിങ്ങൾ ആ സ്ഫിയറിൻ്റെ നടുക്കിലൂടെ നിങ്ങൾ ആക്സിസ് എടുക്കുമ്പം ആ സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൺസിഡർ ചെയ്യേണ്ടി വരും along a diametric axis. Now along the central axis in fact. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് കോമ്പോസിറ്റ് ബോഡീസ്, പല ബോഡീസ് കോമ്പിനേഷനിൽ വെച്ചത്, പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തതിൻ്റെ ഒക്കെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പം ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, സെൻട്രോയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ആക്സിന് അബൌട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണ് സിസ്റ്റത്തിൻ്റെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. Now near question, it is about momentum, the relation between momentum and kinetic energy. Two particles having mass 4 gram 25 gram have same kinetic energy, find the ratio of their momentum. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. P = √2mke എന്നുള്ളതാണ് ഇതിൻ്റെ കീ ഇക്വേഷൻ. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊമെൻറ്റം കൈനറ്റിക് എനർജി റിലേഷൻസ് നന്നായി നോക്കി വെക്കുക. ഒരെണ്ണം കോൺസ്റ്റൻ്റ് ആകുമ്പം വേറൊരാൾ വേരി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പിയിലും കെയിലും ചേഞ്ച് വരിക എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് ആ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യുക. Now which among the following is forward biased? നോക്കൂ, നിങ്ങൾക്ക് 4 കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഈ തന്നിരിക്കുന്ന സർക്യൂട്ട്സിൽ നോക്കൂ, പി ടൈപ്പ് സെമി കണ്ടക്ടർ ഹൈ പൊട്ടൻഷ്യലിലും ലോ ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ലോ പൊട്ടൻഷ്യലിലേക്കുമാണ് കണക്ട് ആവേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാം. അപ്പോഴാണ് ഫോർവേഡ് ബയസ് എന്ന് പറയുക. ഫോർവേഡ് ബയസിൻ്റെ കണ്ടീഷനാണത്. ഇവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ കേസേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. Where you have 0 volt or ground at one end, where the p-type semiconductor is connected, and then the n-type semiconductor is connected to the -3 volt potential. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ലോജിക് ഗേറ്റ്സും ട്രൂത്ത് ടേബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നന്നായിട്ട് നോക്കുക. ലോജിക് ഗേറ്റ്സ് ക്വസ്റ്റ്യൻസിന് ഹൈ പ്രോബിലിറ്റി ഉണ്ട്. ട്രൂത്ത് ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ബൂളിയൻ എക്സ്പ്രഷൻസ് ഒക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനും ഒരുപാട് പ്രോബിലിറ്റികളാണ്. പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ദാറ്റ്. നൗ ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ മൊമെൻറ്റം കോൺസർവേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ കാറ്റഗറിയിലും ഇതിനെ പെടുത്താൻ പറ്റും. മൊമെൻറ്റം കോൺസർവേഷൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. നോക്കൂ, ഇനിഷ്യലി ഒരു 1000 കിലോഗ്രാം ഉള്ള ഒരു ബോഡി 6 മീറ്റർ/സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. അതിലേക്ക് അറ്റാച്ച് ആവുകയാണ് ഒരു 200 കിലോഗ്രാം മാസുള്ള വേറൊരു ബോഡി. ആൻഡ് ദേ മൂവ് ടുഗെദർ. സ്റ്റിക്കിംഗ് ടുഗെദർ ആഫ്റ്റർ കൊളീഷൻ എന്നുള്ളത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല കൊളീഷൻസിൽ ഏറ്റവും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നുകൂടെ സ്റ്റേറ്റ് ചെയ്യാം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. അങ്ങനത്തെ കൊളീഷൻസ് ആണ് ചെയ്യാൻ എളുപ്പം. കാരണം ആഫ്റ്റർ കൊളീഷൻ കോമൺ വെലോസിറ്റി ഉണ്ടാവുക, വേരിയബിളിൻ്റെ എണ്ണം കുറവായിരിക്കും, ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നൗ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലീനിയർ മൊമെൻറ്റം കോൺസർവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായി നോക്കി വെക്കുക. ആൻഡ് ഈവൻ ആംഗുലർ മൊമെൻറ്റം കോൺസർവേഷനുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെക്കണം. റൊട്ടേഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ 2 കോൺസെപ്റ്റും, അതായത് ലീനിയർ മോഷനിൽ ലീനിയർ മൊമെൻറ്റം കോൺസർവേഷനും റൊട്ടേഷണൽ മോഷനിൽ ആംഗുലർ മൊമെൻറ്റം കോൺസർവേഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അത് നന്നായിട്ട് റിവൈസ് ചെയ്ത് വെക്കുക. നൗ അറ്റോമിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആറ്റംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദി ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ദ തേർഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ സ്പീഷീസ് ഹാസ് എ റേഡിയസ് r, then what will be its radius in fourth orbit in terms of r? നോക്കൂ, r ഡിപ്പെൻഡൻസി ആദ്യം മനസ്സിലാക്കുക. r is proportional to n²/z. ഈ റിലേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ദാറ്റ്സ് ഓൾ യു നീഡ്. z മാറുന്നില്ല, എന്നിലാണ് മാറ്റം വരുന്നത്. ഈസി ആയിട്ട് റേഷ്യോ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ റേഡിയസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് n, എനർജി ഇൻ ദി nth ഓർബിറ്റ്, വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ്, ഈ എക്സ്പ്രഷൻസ് നന്നായി പഠിച്ചു വെക്കുക. ഡിപ്പെൻഡൻസികൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. കാരണം ഇതിനെ ബേസ് ചെയ്ത് റേഷ്യോ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റിലുള്ള വാല്യൂസ് പഠിച്ചു വെക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. നൗ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. A charge of magnitude 10⁻⁻⁶ microcoulomb is placed at origin in xy coordinate system. Find the potential difference between 2 points. 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. കാരണം ഈ 2 പോയിന്റുകളും വളരെ വലിയൊരു ജിയോമെട്രിക്കൽ അഡ്വാൻറ്റേജിലായിരിക്കുന്നത്. ഈ 2 പോയിന്റിലേക്കും ഈ പറഞ്ഞ Q എന്നുള്ള ചാർജ് എന്നുള്ള ദൂരം സെയിം ആണ്. അപ്പോൾ ഒരു പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഗിവൺ ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദ ചാർജ്. അപ്പോൾ 2 പോയിന്റും ഇപ്പം പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും ഈ ചാർജിന് ഇക്വിഡിസ്റ്റൻ്റ് ആണെങ്കിൽ ആ 2 പോയിന്റിലും ഈ ചാർജ് കാരണം ഒരേ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ കാണുന്നതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് നന്നായി നോക്കി വെക്കുക. കണ്ടിന്യൂസ് സിസ്റ്റംസ് കാരണമുള്ള, അപ്പോൾ ഒരു റിംഗ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. മെക്കാനിക്സിലുള്ള എനർജി കോൺസർവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട്
ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പലപ്പോഴും. അത് ഒക്കെ ചെയ്യുന്നത് പൊട്ടൻഷ്യലിനെയും പൊട്ടൻഷ്യൽ എനർജീനെയും ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് നിന്നാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് സിസ്റ്റംസിൻ്റെ ആണെങ്കിലും ഡിസ്ക്രീറ്റ് സിസ്റ്റംസിൻ്റെ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. Now, an EM wave is given by EM വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. Find the intensity of the wave. Now, intensity കാണാനുള്ള ഇക്വേഷൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഹാഫ് ഇൻറ്റു എപ്സിലോൺ നോട്ട് E0 സ്ക്വയർ VM. VM എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം ആണ്. വെലോസിറ്റി കാണാൻ വേണ്ടി ഒമേഗ ബൈ കെ ഉപയോഗിക്കാൻ പറ്റും. ഈ വേവ് ഇക്വേഷൻ ഒമേഗ ബൈ കെ ഉണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി വാക്വത്തിലുള്ള അതേ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സോൾവ് ചെയ്യുമ്പോൾ. പുട്ട് ഇൻ ദ നമ്പേഴ്സ് ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. സിമിലർ ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ചോദിക്കാറുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അറിയാം, ഈ ഓസിലേഷൻ ഡിറക്ഷൻ അല്ലെങ്കിൽ ബി ഓസിലേഷൻ ഡിറക്ഷൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. അത് ചെയ്യാനുള്ള മെത്തേഡ് ഡിറക്ഷൻ ഇസ് ഗിവൺ ബൈ ഇ ക്രോസ് ബി എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ആൻഡ് എനർജി ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇക്വേഷൻസും നോക്കി വെക്കുക. അതിനുള്ള അങ്ങനെയുള്ള ടേംസ് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ വെലോസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇ മീഡിയം ബൈ ബി മീഡിയം ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഫോമുല C is equal to E0 by B0 ഇങ്ങനെയുള്ള ഫോമുലാസ് ഒക്കെ നന്നായിട്ടൊന്ന് ഫെമിലിയർ ആക്കി വെക്കുക. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കുക. Now, magnetic field having magnitude 4 Tesla makes an angle 60 degrees with perpendicular to loop, and loop has been removed from magnetic field region within 10 seconds. നോക്കൂ, ഇതിൻ്റെ ടെക്സ്റ്റ് ഒക്കെ വളരെ എന്താ പറയുക ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ, പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ വെൽ പ്രസൻറ്റഡ് ആയിരിക്കില്ല ഈ പല ക്വസ്റ്റ്യൻസും. ഇനി ഈ ക്വസ്റ്റ്യൻസ് NTA പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ ഫോം വിത്ത് ഇൻക്ലൂഡിങ് ഓൾ ക്ലോസസ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു വേഗ്നെസ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഏറെക്കുറെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. d∅/dt ആണ് ഈ ഇൻഡ്യൂസ്ഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ഇവിടുത്തെ d∅ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് സ്വിച്ച് ഓഫ് ചെയ്യായതുകൊണ്ട് അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് റിമൂവ് ചെയ്യായതുകൊണ്ട് എന്തായിരുന്നു ആ സമയത്തുള്ള ഫ്ലക്സ്, അത് തന്നെയാണ് ചേഞ്ച് ഇൻ ഫ്ലക്സ് വരിക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഫ്ലക്സ് കാണുന്നതിൽ ഇവിടെ ചെറിയൊരു കാര്യമുള്ളത്, ആ കോയിലിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് എന്താ പറയുക, കോയിലിൻ്റെ ഏരിയ വെക്ടർ അല്ലെങ്കിൽ ആ ഏരിയയുടെ ഏരിയ വെക്ടറും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും അലൈൻഡ് അല്ല. ചെറിയൊരു ആംഗിൾ അവർ തമ്മിലുണ്ട്. അത് ആ ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സ് കാണുന്ന സമയത്ത് ആ ആംഗിളിൻ്റെ കാര്യം മറന്നു പോകാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ക്യാച്ച് ഉള്ളത്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് d∅/dt. യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് E ഹിയർ. പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, ആ ഫീൽഡ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യായതുകൊണ്ട് എന്താണോ ആ സമയത്തുള്ള ഫ്ലക്സ്, ആ ഫ്ലക്സ് സീറോയിലേക്കാണ് പോകാൻ പോണത്. ആ ഫ്ലക്സ് തന്നെയായിരിക്കും ചേഞ്ച് ഇൻ ഫ്ലക്സ്. ആ കാര്യം മനസ്സിലാക്കാം. സിമിലർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്ററോ ലീവോ ചെയ്യുന്ന കോയിലുകളിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് കറണ്ടും അതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. പിന്നെ ഒരു കോയിലിൻ്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു കോയിലിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ട് ഇരിക്കുകയാണ്, ഇങ്ങോട്ടൊരു ബി ഉണ്ട്, ഈ കോയിലിൻ്റെ പ്ലെയിൻ ഒന്നായിട്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗിവൺ ടൈമിൽ റിവേഴ്സ് ചെയ്താൽ എത്ര ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏരിയ വെക്ടറും ബിയും ആയിട്ടുള്ള ആംഗിൾ 0-ൽ നിന്ന് 180-ലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കോയിലിൻ്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. മോഷണൽ EMFൻ്റെ സെക്ഷൻസ് നന്നായിട്ട് പഠിക്കുക. ഇഫക്റ്റീവ് ലെങ്ത് എന്നുള്ള കോൺസെപ്റ്റ് നോക്കുക. ഒരു കണ്ടക്ടിങ് റോഡ് എങ്ങനെയാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പം അതിൻ്റെ എൻഡിന് അക്രോസ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നൗ സി ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കപ്പാസിറ്റൻസിൽ വേണമെങ്കിൽ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വേണമെങ്കിൽ പെടുത്താം, പക്ഷേ കുറച്ചുകൂടി ഐഡിയലി ഇത് കറണ്ടിൽ പെടുത്തുന്നതാണ് നല്ലത്. നോക്കൂ, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണിത് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്റൻസ് ഒരു കറണ്ടും ഡ്രോ ചെയ്യില്ല. കറണ്ട് മുഴുവൻ ബാക്കിയുള്ള ആംസിലൂടെ ഫ്ലോ ചെയ്യും. അങ്ങനെ കറണ്ട് ബാക്കിയുള്ള ആംസിലൂടെ ഫ്ലോ ചെയ്യുമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് A എന്നുള്ള പോയിന്റിലെയും B എന്നുള്ള പോയിന്റിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറ്റും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും കപ്പാസിറ്ററിന് അക്രോസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ CV ചെയ്താൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം that is V ആൻഡ് മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ, ദാറ്റ് ഇസ് CV ചെയ്താൽ നിങ്ങൾക്ക് Q കിട്ടും. അതെങ്ങനെയാണ് കാണുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചാൽ ഓരോ 2 ആമിലേക്കും ഒരേ 10 വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 2 ആമിലൂടെയുള്ള കറണ്ട് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. കറണ്ട് കാണാൻ പറ്റുമെങ്കിൽ ആ 10 വോൾട്ടിനെ, അതായത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് രണ്ടാളുടെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 2 പോയിന്റിലേക്ക് എത്തുമ്പോഴുള്ള, ബിയിലേക്ക് എത്തുമ്പോഴും എയിലേക്ക് എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണാൻ പറ്റും. വിച്ച് മീൻസ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ പറഞ്ഞ ഡ്രോപ്പുകളുടെ വ്യത്യാസമായിരിക്കും. സോ യു ഹാവ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് A ആൻഡ് B. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ്
the capacitor at steady state. So Q is equal to CV is your answer. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡി സി സർക്യൂട്ടുകളിൽ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും വരുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് മനസ്സിലാക്കേണ്ടതാണ്. സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്റർ വിൽ ആക്ട് ലൈക്ക് an ഓപ്പൺ സർക്യൂട്ട്. സ്റ്റഡി സ്റ്റേറ്റിൽ ഡി സി സർക്യൂട്ടാണ് പറയുന്നത്. നൗ സ്റ്റഡി സ്റ്റേറ്റ് ഡി സി സർക്യൂട്ടിൽ ഇൻഡക്ടർ വിൽ ആക്ട് ലൈക്ക് എ ഷോർട്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ആ കോൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഇപ്പം വളരെ കുറവാണ് കാണുന്നത്. സ്റ്റിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആമിലൂടെ കറണ്ട് പോവുമോ ഇല്ലയോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. Now, ഇതൊരു റേ ഓപ്റ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പാരന്റ് ഡെപ്ത് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് നോർമൽ ഷിഫ്റ്റിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എനിവേ 6 സെന്റിമീറ്ററുള്ള 2 തിക്നെസ്സുകളുണ്ട്. ആ തിക്നെസ്സിലൊക്കെ വേറെ വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണേണ്ടത് അപ്പാരന്റ് ഡെപ്ത് ഓഫ് ദ ടാങ്കാണ് കാണേണ്ടത്. 2 അപ്പാരന്റ് ഡെപ്തുകളെ കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് നെറ്റ് അപ്പാരന്റ് ഡെപ്ത് കാണണമെങ്കിൽ ഇൻഡിവിജ്വൽ അപ്പാരന്റ് ഡെപ്തുകൾ റിയൽ ഡെപ്ത് ബൈ മ്യൂ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ദർ ആക്ച്വലി ഷുഡ് ബി RD1 ബൈ μ1 RD2 ബൈ μ2 വേണം. അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ആ സിംപ്ലിഫിക്കേഷനിൽ ഞാനത് μ1 μ2 എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെന്നുള്ള വ്യത്യാസം പ്ലീസ് നോട്ട്. നൗ സിമിലർ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോർമൽ ഷിഫ്റ്റ് ബേസുള്ള ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ഒരു സീരീസ് ഓഫ് ഡിഫറെൻറ്റ് മീഡിയംസ് വെച്ചതിന് ശേഷമുള്ള കാസ്കേഡഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ മീഡിയംസ് ഉള്ള കേസുകൾ നോർമൽ ഷിഫ്റ്റ്, അതൊക്കെ ഈസി ഫോർമുലാസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ പോസിബിൾ ആണ്. പിന്നെ വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ഫിഷ് അല്ലെങ്കിൽ ഫിഷ് വിത്ത് റെസ്പെക്ട് ടു ബേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരാൾ ഒരു മീഡിയത്തിൽ മറ്റേ വേറൊരു മീഡിയത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റി കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. അത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ജനറൽ ഫോമാറ്റിൽ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഒരുപാട് തവണ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി. നൗ SHM ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അഗെയിൻ ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. A particle performs SHM with amplitude 4 cm. Speed of the particle at mean position is 10 cm per second. Find position from the mean where the speed is 5 cm. Speed മാക്സിമത്തിൻ്റെ പകുതിയാവുന്ന സമയത്തുള്ള പൊസിഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് V is equal to omega into root of a square minus x square എന്നുള്ള ഇക്വേഷനിൽ വാല്യൂസ് പ്ലഗ് ഇൻ ചെയ്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് x is equal to √3/2a കിട്ടും, വിച്ച് ആക്ച്വലി ഈസ് പ്ലസ് ഓർ മൈനസ് 2√3 cm. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is actually from thermal physics. The question says ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ആ സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. കിലോ കാൽ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ യൂണിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫൈൻഡ് ദ ഇന്റേണൽ എനർജി ചേഞ്ച്. നോക്കൂ, ഇന്റേണൽ എനർജി ചേഞ്ച് കാണാൻ ΔU is equal to mSV ΔT ആണ് നമ്മുടെ ഫോർമുല. അത്രയും എത്ര എനർജി വാങ്ങിച്ചാലാണ് ΔT ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിലാണ് ഈക്വേഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ΔT റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പം SV ആണ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എങ്കിൽ M ആണ് അതിൻ്റെ മാസ് എങ്കിൽ എത്രമാത്രം എനർജി അത് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഈക്വേഷൻ പറഞ്ഞു തരിക. ഒരു കൺവേർഷൻ ഇവിടെ ആവശ്യമുണ്ട്. 1 കാൽ എത്ര ജൂൾസ് ആണെന്നുള്ള കൺവേർഷൻ ഇവിടെ ആവശ്യമുണ്ട്. എവറിത്തിങ് എൽസ് ഇസ് ടേക്കൻ കെയർ ഓഫ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ കലോറിമെട്രി നന്നായി ശ്രദ്ധിക്കുക. മിക്സിംഗ് ഓഫ് ഐസ് വിത്ത് വാട്ടർ, ഏതോ ഒരു ടെമ്പറേച്ചറുള്ള ഐസും ഏതോ ഒരു ടെമ്പറേച്ചറുള്ള വാട്ടറും ഇത്ര മാസുകൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ കോമ്പിനേഷൻ എത്രയാണ് ടെമ്പറേച്ചർ ഉണ്ടാവുക, ഏത് സ്റ്റേറ്റിലാണ് അത് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുക. ഫേസ് ചേഞ്ച് എന്നുള്ള സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ആൻഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നൗ a gas undergoes isothermal expansion from 30 dm cube to 45 dm cube. The problem is cube എന്നുള്ളത് താഴത്തൊരു സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വന്നിട്ട് ആക്ച്വലി ഷുഡ് ബി ഓൺ ടോപ്പ്. ഫൈൻഡ് ഹീറ്റ് അബ്സോർബ് ബൈ ദ ഗ്യാസ് ഇഫ് എക്സ്റ്റേണൽ പ്രഷർ ഇസ് 10 kPa. Now ഇതൊരു ഹീറ്റ് അബ്സോർപ്ഷന് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അത് കാരണം ഞാൻ പറയാം, ഇത് ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ദർ ഇസ് നോ ഇന്റേണൽ എനർജി ചേഞ്ച്. ടെമ്പറേച്ചർ മാറത്തോണ്ട് ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. സോ വാങ്ങിച്ച ഹീറ്റ് മുഴുവൻ, ആ പ്രോസസ്സ് വാങ്ങിച്ച ഹീറ്റ് മുഴുവൻ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബേസ്ഡ് ആണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് എല്ലാ പ്രോസസ്സുകളുടെയും വർക്ക് ഡണ്ണ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് വെക്കുക.
ഐസോകോറിക് there won't be any work done. ഐസോബാറിക് ആണെങ്കിലും ഐസോതേർമൽ ആണെങ്കിലും അഡിയബാറ്റിക് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ വർക്ക് ഡണ്ടെ എക്സ്പ്രഷൻസും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എങ്ങനെയാണ് ഈ ഓരോ പ്രോസസ്സിനും അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ബേസിക് ഫോർമുല നന്നായിട്ട് എടുത്ത് വെക്കുക. ഹീറ്റ് ഒക്കെ കാണാനുള്ള ഫോർമുല ഇവാലുവേറ്റ് ചെയ്ത് വെക്കുക. യു മസ്റ്റ് ഹവ് സ്റ്റഡീഡ് ദാറ്റ് സെവറൽ ടൈംസ്. നിങ്ങൾ പലതവണ റിവൈസ് ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് വെക്കുക. കാരണം അത് വളരെ ഹാൻഡി ആവും. അത് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ബേസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അതാ ഞാനിവിടെ സിമിലർ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞ അതാണ്. ക്യൂ ഫോർ വേരിയസ് പ്രോസസ്സും വർക്ക് ഡൺ ഫോർ വേരിയസ് പ്രോസസ്സും നേരത്തെ ഇവാലുവേറ്റ് ചെയ്ത് വെക്കുക. സോ ദാറ്റ് യു ആർ വെരി തറോ വിത്ത് ദ ഫോർമുലാസ്. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും സൈനൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതും വളരെ കൃത്യമായിട്ട് അറിയുന്ന രീതിയിൽ അത് റിവൈസ് ചെയ്ത് വെക്കുക. Now, the next question is from laws of motion actually. A banked road of radius 400 meter is there with base separation between the rails is 1.5 meter ആണ്. If speed of a car for safe turning is 12 meter per second, then the height of one rail with respect to the second rail is. നോക്കൂ, ഇത് ജസ്റ്റ് ഫോഴ്സസ് ബാലൻസ് ചെയ്യാണ് വേണ്ടത്. ഫ്രിക്ഷൻ്റെ ഇഫക്റ്റിനെ പറ്റി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ ദി ഓൺലി തിങ് ഇസ് നോർമൽ റിയാക്ഷൻ്റെ ഒരു കോമ്പണൻറ്റ് സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കും ടു ടേക്ക് ദ ട്രാക്ക്, ആൻഡ് നോർമൽ റിയാക്ഷൻ്റെ വേറൊരു കോമ്പണൻറ്റ് അതിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഈ ഇക്വിലിബ്രിയമാണ് ഈ പ്രോബ്ലത്തിൻ്റെ കീ എന്ന് പറയുന്നത്. യു ഹാവ് നോർമൽ റിയാക്ഷൻ കോസ് തീറ്റ ആർ എൻ കോസ് തീറ്റ ബാലൻസിങ് വെയ്റ്റ് എം ജി, ആൻഡ് യു ഹാവ് നോർമൽ റിയാക്ഷൻ സൈൻ തീറ്റ ബാലൻസിങ് ഓർ പ്രൊവൈഡിങ് the required centripetal force mb squared by r. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടാൻ തീറ്റയിലേക്ക് ഈ പ്രോബ്ലം എത്തും. ടാൻ തീറ്റ നിങ്ങൾക്ക് ജിയോമെട്രിക്കലി കാണാൻ പറ്റും. എച്ചും 1.5 വെച്ചിട്ട് ആ എച്ച് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ യു കൻ ഈസിലി സോൾവ് ഇറ്റ്. നൗ സിമിലർ ക്വസ്റ്റ്യൻസ് സേഫ് വെലോസിറ്റിയുടെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എഗെയിൻ ബാങ്കിങ് ഓഫ് റോഡ്സ് വെച്ചിട്ട് തന്നെ. പിന്നെ നോർമൽ കേർവ്ഡ് സർഫസുകളിലുള്ള നോർമൽ റിയാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ജെ ഷേപ്പിലുള്ളൊരു ട്രാക്ക് ഉണ്ട്. ഒരു ബോൾ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. ആ ബോൾ താഴെ എത്തുന്ന സമയത്ത് എത്രയാണ് റിയാക്ഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, താഴെ എത്തുന്ന പോയിന്റിൽ ഒന്ന് സർക്കുലർ ട്രാക്കാണ്, ട്രാക്കിൻ്റെ ബേസാണ് നമ്മൾ പറയുന്നത്. ആ സർക്കുലർ ട്രാക്കിൻ്റെ താഴെ എത്തുമ്പം ഒന്ന് അതിൻ്റെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യണം. സോ എം ജി വിൽ ഡെഫിനറ്റ്ലി ബി ദെയർ. രണ്ടാമത്തെ കാര്യം, ആ സർക്കുലർ ട്രാക്ക് എടുക്കാനുള്ള ആ ഗിവൺ വെലോസിറ്റിയിൽ സർക്കുലർ ട്രാക്ക് എടുക്കാനുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സും ഈ പറഞ്ഞ റിയാക്ഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അപ്പം എന്ത് വെലോസിറ്റിയാണ് അവിടെ ഉണ്ടാവുക എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് യൂസ് എനർജി കോൺസർവേഷൻ. സോ ഇതൊരു വളരെ കണക്റ്റഡ് ടോപ്പിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മുന്നേ ഒക്കെ ഒരുപാട് ചോദിച്ചിരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. നൗ next question is based on vectors. 2D motion question ആണ്. A particle is moving from origin with initial velocity 5 i cap meter per second and a constant acceleration 3 i cap plus 2 j cap meter per second square. When position of a particle x is 84 meters, its velocity is root of alpha meter per second. Find out alpha. നോക്കൂ, u അറിയാം, a വെക്ടർ, u വെക്ടർ അറിയാം, a വെക്ടർ അറിയാം. സോ ഇതിന് റെക്റ്റാങ്കുലർ കോമ്പണൻറ്റ് ഫോർമുല തന്നെന്നുള്ളത് കൊണ്ട് തന്നെ എക്സിലും വൈയിലും സ്പ്ലിറ്റ് ചെയ്ത് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. എക്സിനൊരു ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. എക്സിൽ പറഞ്ഞ ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സമയത്ത് ആ ഗിവൺ സമയത്ത് 84 ആണ് പൊസിഷൻ. സോ എക്സ് വിൽ ബി 84. അതിനെ എക്സ് കോർഡിനേറ്റ്സ് മാത്രം വെച്ച് വർക്കൗട്ട് ചെയ്ത് ഐ ക്യാപ്പിൻ്റെ കോഫിഷ്യൻസ് മാത്രം വെച്ച് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. എ എക്സ് അറിയാം, യു എക്സും അറിയാം. ഓക്കെ, ടി കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദെൻ യു ഹാവ് വി വെക്ടർ ഇസ് ഈക്വൽ ടു യു വെക്ടർ പ്ലസ് എ വെക്ടർ ടി. എഗെയിൻ നിങ്ങൾ വെക്ടർ ഫോം റെക്ടാങ്കുലർ കോമ്പണൻറ്റ് ഫോമിൽ ഈ പറഞ്ഞ കോമ്പണൻസിനെ വെച്ച് വർക്കൗട്ട് ചെയ്യുക. 23 ഐ ക്യാപ് പ്ലസ് 12 ജെ ക്യാപ്പ് ആണ് വെലോസിറ്റി വെക്ടർ വരിക. മോഡുലസ് ആണ് ചോദിച്ചത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചത്. സോ വിൽ ഹാവ് ടു ടേക്ക് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നൗ ഇനി കൈനമെറ്റിക്സിലുള്ള ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. ഫ്രീ ഫോൾ പോലത്തെ സെക്ഷൻസ് നന്നായി നോക്കി വെക്കുക. 2D മോഷനിലും യൂണിഫോംലി ആക്സിലേറ്റഡ് മോഷനിലും എങ്ങനെയാണ് ഈ വെക്ടേഴ്സ് വെച്ച് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. രണ്ട് ബോഡീസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ റിലേറ്റീവ് പാത്ത് വരയ്ക്കുക. റിലേറ്റീവ് പാത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഫ്രം ദ ബോഡി ബേസ്ഡ് ഓൺ വിച്ച് യു ആർ കാൽക്കുലേറ്റിംഗ് ഇറ്റ്. ആ ദൂരമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും ഉണ്ട്. എയും ബിയും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്ക് വിത്ത് റെസ്പെക്ട് ആയിട്ട് ബിയുടെ മോഷൻ ഒരു ലൈൻ കിട്ടും. ദാറ്റ് ഇസ് എ റിലേറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ആ ലൈനിലേക്ക് എ എന്നുള്ള പോയിന്റ് എന്ന് വരയ്ക്കുന്ന ലൈനായിരിക്കും പെർപെൻഡിക്കുലർ ലൈനായിരിക്കും ഇവർ തമ്മിലുള്ള ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച്. ആ ലൈനിൻ്റെ ലെങ്ത് ആയിരിക്കും ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് വരിക. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഇനി
വി ഹാവ് ഇനി കാൽക്കുലസ് ബേസ്ഡ് ആയിട്ടുള്ള കൈനമെറ്റിക്സ് നന്നായി ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഈ ഒരു സെക്ഷനിൽ അത് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ഇറലവൻ്റ് അല്ല, അതൊരു ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ദാറ്റ് ഇസ് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നുകൊണ്ട് വെലോസിറ്റിയും ആക്സിലറേഷനും കാണുക, അതിലെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറയുക, എക്സിൻ്റെ ടേംസിൽ വെലോസിറ്റി തരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഐ ഹോപ്പ് യു ഹാവ് എ പാറ്റേൺ ടു ഡു ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. അതങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. Now, next question. Units and measurement basis ആണ്. Angular momentum and Planck constant have same dimensions. Statement 2, moment of force and linear momentum have same dimensions. അത് എഴുതി നോക്കുക, ജസ്റ്റ് ഡയമെൻഷൻ എഴുതി നോക്കിയാൽ മതി. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. L is equal to NH/2π ആണ് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ആൻഡ് ഇറ്റ് ഇസ് വെരി ക്ലിയർ. N is an integer, 2π will not have dimensions, N will not have dimensions, and dimension of L will be equal to dimension of H. വളരെ ക്ലിയർ ആണ്. പക്ഷേ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് വിച്ച് ആക്ച്വലി ടോർക്ക്, അത് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് എന്താ പറയുക ലിനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനിലേക്ക് വരില്ല. യു ക്യാൻ ഈസിലി സീ ദാറ്റ്, വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. നൗ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷൻ അനാലിസിസ് നന്നായി ശ്രദ്ധിക്കുക. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഒരു ടേമിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടേംസ് ഉണ്ടാവും. ആഡ് ചെയ്യുന്ന ടേംസിൻ്റെ ഡയമെൻഷൻ സെയിം ആണെന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. Now, next question. A proton is moving in a gravity-free space with constant velocity v and goes undeviated. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും വേണം, അൺഡീവിയേറ്റഡ് ആയിട്ട് പോവുകയും വേണം. വാട്ട് ക്യാൻ ബി പോസിബിൾ? നോക്കൂ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവണമെന്ന് നിർബന്ധമില്ലെങ്കിൽ യു ക്യാൻ ആക്ച്വലി ചൂസ് ABCD. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം നിർബന്ധമുണ്ട്, എന്നാൽ ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ദി ഓൺലി തിങ് ഇസ്, നോക്കൂ, E0 B0 പെർഫെക്റ്റ് ആണ്. ഒരു ഫീൽഡും അതിനെ ഡീവിയേറ്റ് ചെയ്യാനോ ആക്സിലറേറ്റ് ചെയ്യാനോ നോക്കുന്നില്ല, പെർഫെക്റ്റ് ആണ്. അത് അൺഡീവിയേറ്റഡ് ആയിട്ടും കോൺസ്റ്റന്റ് വെലോസിറ്റിയിലും പോകും, പെർഫെക്റ്റ്. E0 ആണ്, B നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പോസിബിൾ ആണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് പോസിബിൾ ആണെന്ന് തോന്നും. പക്ഷേ B നോട്ട് ഈക്വൽ ടു 0, B അവിടെ ഉണ്ടെങ്കിൽ പോലും മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വെലോസിറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഡീവിയേഷൻ ഉണ്ടാവില്ല. എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുകയും ചെയ്യില്ല ചാർജ് പാർട്ടിക്കിളിൻ്റെ മുകളിൽ. അപ്പോഴും വെലോസിറ്റി സെയിം ആയിക്കൊണ്ട് അൺഡീവിയേറ്റഡ് ആയിട്ട് പോകും. ബട്ട് ഈ B നോട്ട് ഈക്വൽ ടു 0 ആൻഡ് E നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം E നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ എന്തായാലും ആ ചാർജ് പാർട്ടിക്കിളിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും. ചിലപ്പോൾ ഡിറക്ഷൻ മാറ്റി കൊടുക്കുന്നുണ്ടാവാം, ചിലപ്പം അതിനെ സ്പീഡപ്പോ സ്ലോ ഡൗണോ ചെയ്യുന്നുണ്ടാവും. എന്തായാലും വെലോസിറ്റി വെക്ടറിൽ ചേഞ്ച് വരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ദി ആൻസർ കറക്റ്റ് വൺ വിൽ ബി A, B, D ഹിയർ. C നമുക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് വെലോസിറ്റി ഹാസ് ടു ബി കോൺസ്റ്റന്റ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. കോൺസെപ്റ്റ് ഓർക്കേണ്ടത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നന്നായി പഠിക്കുക. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിൻ്റെ റേഡിയസ്, അതേപോലെ തന്നെ ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്നുള്ള പാരാമീറ്റേഴ്സും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓൾ ദോസ് എക്സ്പ്രഷൻസ് വിൽ കം വെരി ഹാൻഡി. മൊമെൻറ്റം സെലക്ടർ, വെലോസിറ്റി സെലക്ടർ, മാസ് സ്പെക്ട്രോമീറ്റർ പോലത്തെ കോൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നൗ, light is incident on a convex lens of focal length 40 cm and a metal plate is placed on focus of the lens and photocurrent is measured to be I. Find new photocurrent if lens is replaced by another lens of focal length 20 cm. നോക്കൂ, ചിലപ്പോൾ ഒരു പക്ഷേ ഫോട്ടോ കറണ്ട് ഹാസ് ടു ഡു വിത്ത് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. പക്ഷേ ഇത് ഈ ഫോക്കൽ ലെങ്ത് എന്നുള്ള ടേംസ് കണ്ടതുകൊണ്ട് ഒരു പക്ഷേ റേ ഓപ്റ്റിക്സിൽ പെടുത്തിപ്പോയതായിരിക്കാം മേ ബി. ബട്ട് ഇറ്റ് ഹാസ് മോർ ടു ഡു വിത്ത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നോക്കൂ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഫോട്ടോ കറണ്ട് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് വരികയാണെങ്കിൽ കൂടുതൽ ഫോട്ടോൺസ് ഉണ്ടാവും, കൂടുതൽ എമിഷൻ ഉണ്ടാവും, കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. സോ ഇൻറ്റൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോക്കൽ ലെങ്ത് മാറിയതുകൊണ്ട് ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം വരാൻ പോകുന്നില്ല. നൗ സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർക്കാനുള്ളത് ഗ്രാഫുകളാണ്. ഇൻറ്റൻസിറ്റി, ഫോട്ടോ കറണ്ട് വേഴ്സസ് ഇൻറ്റൻസിറ്റി, ഫോട്ടോ കറണ്ട് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫുകൾ നോക്കുക. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ത്രഷോൾഡ് ഫ്രീക്വൻസി, ത്രഷോൾഡ് വേവ് ലെങ്ത് എന്നുള്ള കോൺസെപ്റ്റ് നന്നായി നോക്കി വെക്കുക. ദീസ് ആർ ദ മെയിൻ കീ കോൺസെപ്റ്റ്സ് ഇൻ നിങ്ങളുടെ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ റേഡിയേഷനിൽ. അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ് ആൻസർ വരിക. കാരണം ഫോക്കൽ ലെങ്ത് മാറ്റി എന്നുള്ളത് കൊണ്ട് ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നൗ, റേ ഓപ്റ്റിക്സിലെ പ്രിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണത്. ദർ ഇസ് എ പ്രിസം ഓഫ് ആപ്പെക്സ് ആംഗിൾ A, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് cot A/2 ആണ്. ഫൈൻഡ് മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നോക്കൂ, എല്ലാ പ്രിസംസിലും ഉപയോഗിക്കാവുന്ന ചില ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുല ഒന്ന് മനസ്സിലാക്കി നോക്കുക. ദാറ്റ് ഇസ് വാട്ട് ഇസ് ആക്ച്വലി യൂസ്ഡ് ഹിയർ.
നോക്കൂ, എ വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2. നോക്കൂ, ഇത് ഫസ്റ്റ് മിനിമം ഡീവിയേഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ബേസിന് പാരലൽ ആയിട്ടാണ് ആ റേ പോകുന്നതെന്ന് മനസ്സിലാക്കുക. എല്ലാ ഭാഗത്തും സിമെട്രി ഉണ്ടാവും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. R1ഉം R2ഉം കറക്റ്റ് ഈക്വൽ ആയിരിക്കും. ഐയും ഇയും ഈക്വൽ ആയിരിക്കും. ഈ ഇവിടെ മാർക്ക് ചെയ്ത് കാണുന്നില്ല, ബട്ട് സ്റ്റിൽ ഈ ഭാഗത്തൊരു ദിൽ ബി ഇ ഹിയർ. ഇവിടെ ഇ മാർക്ക് ചെയ്യാൻ പറ്റും. എനിവേസ് എമർജൻറ്റ് ആംഗിളോട് മാർക്ക് ചെയ്യാൻ പറ്റും. എനിവേസ് R1 R2 ഈക്വൽ ആയിരിക്കണം. ആൻഡ് R1 പ്ലസ് R2 വിൽ ബി ഈക്വൽ ടു എ. ആ ഫോർമുല നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ R1 R2 A/2 ആയിരിക്കണം. സിമെട്രി കൊണ്ട് നിങ്ങൾക്ക് അറിയാം. നൗ സ്നെൽസ് ലോ എഴുതുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ റിഫ്രാക്റ്റിംഗ് സർഫസിൽ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ. അത്രേ ചെയ്യുന്നുള്ളൂ. മ്യൂ തന്നിട്ടുണ്ട്, കോട്ട് A/2 ആണ്. ഈ എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് സൈനിലേക്ക് നിങ്ങൾ കമ്പാരിസൺ കൊണ്ടുവന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് റിമെമ്പർ, ആംഗിൾ ഓഫ് ഡീവിയേഷൻസ് I പ്ലസ് ഇ മൈനസ് എ ആണ്. ആൻഡ് ഇൻ ദിസ് കേസ് ഐയും ഇയും ഈക്വൽ ആയിരിക്കും ഔട്ട് ഓഫ് സിമെട്രി. സോ ഇറ്റ് ഇസ് 2i മൈനസ് എ ആണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ വരിക. അത് ആ ഇക്വേഷനും നമ്മളിവിടെ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. നൗ സിമിലർ ക്വസ്റ്റ്യൻസ് ഓർക്കണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിനിമം ഡീവിയേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഫോർമുല നിങ്ങളതിന് പഠിച്ചിട്ടുണ്ടാവും. യു വിൽ ബി വെരി ഷുവർ അബൌട്ട് ഹൗ ടു യൂസ് ഇറ്റ്. നൗ നോ എമർജൻസ് ഓഫ് ലൈറ്റ് ഓൺ ദി അതർ സൈഡ്, അങ്ങനത്തെ കേസുകൾ, അല്ലെങ്കിൽ ഒരു സൈഡ് ഓഫ് എ പ്രിസം പോളിഷ് ചെയ്തിട്ട് ലൈറ്റ് പാത്ത് റീട്രേസ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പം ഒരു പ്രിസത്തിൻ്റെ ഒരു സൈഡ് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേ പാത്ത് റീട്രേസ് ചെയ്യണമെങ്കിൽ ആ സർഫസിലേക്ക് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും റേ ലാൻഡ് ചെയ്യേണ്ടത്. ആ ആംഗിൾസ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഇൻസിഡൻസ് ആംഗിളോ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ എന്താണ് കാണേണ്ടതെന്ന് വെച്ചാൽ അത് കാണാൻ പറ്റും. ആ ഒരു പോയിന്റ് ഓർത്ത് നോക്കുക. നോ എമർജൻസ് എന്ന് പറയുന്നത് ആ സൈഡിൽ ലൈറ്റ് ഡെൻസറിന്ന് റെയറിലേക്ക്, പ്രസത്തിൻ്റെ അകത്തുനിന്ന് പ്രസത്തിൻ്റെ പുറത്തേക്ക് പോകാൻ നോക്കുമ്പം TIR എൻകൗണ്ടർ ചെയ്യുന്ന കേസുകളാണ്. അങ്ങനത്തെ കേസുകളും ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ നിങ്ങൾക്ക് ആംഗിൾസ് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. യു നോ ഹൗ ദീസ് ജിയോമെട്രിക് തിങ്സ് വിൽ ബിഹേവ്. ഓൾറൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് ഓഫ് ഗ്യാസ് ഇസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ്. നോക്കൂ, വിസ്കോസിറ്റി ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ലിക്വിഡ്സിനായിരിക്കും സ്വാഭാവികമായിട്ടും കൂടുതലുണ്ടാവുക. ഇപ്പോൾ ആ ഒരു കാര്യമാണ് ഓർക്കേണ്ടത്. ഫോൾസ് ആണ്. നോക്കൂ, ഇത് പല ബുക്കുകളിലും അല്ലെങ്കിൽ പല സോഴ്സുകളിലും പല കുട്ടികളുടെ നറേഷനിലും ഈ ലെസ്സും ഗ്രേറ്ററും ഒക്കെ മാറിപ്പോയിട്ടുണ്ടാവും, ഓർഡറൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ വറീഡ് ആവണ്ട, തന്ന ആ ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളത് മാത്രം. Now, soluble impurities improve intermolecular attraction and insoluble impurities weaken it. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സർഫസ് ടെൻഷൻ ആക്ച്വലി മോളിക്യൂൾസിൻ്റെ കൊഹീസീവ് ഫോഴ്സിൽ റിലൈ ചെയ്യുന്ന ഒരു സാധനമാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ നല്ല സർഫസ് ടെൻഷൻ ഉണ്ടാവും, അത് വീക്ക് ആണെങ്കിൽ അത്രത്തോളം സർഫസ് ടെൻഷൻ ഉണ്ടാവില്ല. കാരണം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് തന്നെ സർഫസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു ഹൈ എനർജി വേണമെന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത് തന്നെ ബൾക്കിലിരിക്കുന്ന മോളിക്യൂൾസിന് ഒരുപാട് എനർജി കുറവാണ് സർഫസിലെത്തുമ്പം എന്നുള്ള, സർഫസിലുള്ള ആൾക്കാരെ ബേസ് ചെയ്യുന്നുള്ള കോൺസെപ്റ്റിലാണ്. അപ്പോൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻസ് ആണ്. നിങ്ങൾ ആ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അത് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വിസ്കോസിറ്റിനെ പറ്റി സംസാരിക്കുമ്പം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് വിസ്കോസിറ്റി മനസ്സിലാക്കുക. അത് ഗ്യാസിലുള്ളതിനെ പോലെയല്ല ലിക്വിഡ്സിലുള്ളത്. രണ്ടിനും വേറെ വേറെ ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് നോക്കി വെക്കുക. ആൻഡ് റിമെമ്പർ, ടെർമിനൽ വെലോസിറ്റി, വിസ്കോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും ടെർമിനൽ വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റും വളരെ റെലവെൻ്റ് ആണ്. ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. നൗ സ്ഫിയറോമീറ്റർ കാൺ ബി യൂസ് ടു മെഷർ. നോക്കൂ, സ്ഫിയറോമീറ്റർ കൊണ്ട് മെഷർ ചെയ്യാറ് നമ്മൾ കർവേച്ചറുകളും തിക്നെസ്സുകളുമാണ്. യു കനോട്ട് മെഷർ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് എ ലിക്വിഡ് വിത്ത് സ്ഫിയറോമീറ്റർ. രണ്ടാമത്തെ കാര്യം, സ്ഫിയറോമീറ്ററിൻ്റെ സ്കെയിൽ മൂവ്മെൻറ്റുകൾ നമ്മുടെ വാട്ട് യു സേ സ്ക്രൂ ഗേജിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് വളരെ മാച്ചിങ് ആണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി സിമിലർ. അതിൻ്റെ പിച്ച് സ്കെയിലും ഹെഡ് സ്കെയിലും ഒക്കെ ഉള്ള മൂവ്മെൻ്റ് ഒക്കെ വളരെ സിമിലർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നൗ അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ കോൺസെപ്റ്റും വെർനിയർ കാലിപ്പറിൻ്റെ കോൺസെപ്റ്റും ഒന്നിൻ്റെ കൂടെ മെമ്മറൈസ് ചെയ്ത് വെക്കുക. അതാണ് സിമിലർ ക്വസ്റ്റ്യൻസ്. ആ സിമിലർ ക്വസ്റ്റ്യൻസ് ഉള്ള ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ദാറ്റ് ഇസ് ആക്ച്വലി വാട്ട് വി ഷുഡ് ആക്ച്വലി ഫോക്കസ് ഓൺ. നൗ point charge Q is placed at the center of a charged ring of total charge capital Q. Find the tension in the ring. റിങ്ങിലെ ടെൻഷൻ കാണാനാണ്. നോക്കൂ, ഇത് ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ചെറിയൊരു എലമെൻ്റ് എടുക്കുക. ആ ചെറിയ എലമെൻറ്റിൽ രണ്ട് ഭാഗത്തേക്കും ടെൻഷൻ ഉണ്ടാവും. ആ റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഓഫേർഡ് ആയിട്ടുള്ള ആ ടെൻഷൻ്റെ രണ്ട് കോമ്പണൻറ്റുകൾ കോസ് കോമ്പണൻറ്റുകൾ ക്യാൻസൽ ചെയ്ത് പോവും. സൈൻ കോമ്പണൻറ്റ് ഉള്ളോട്ട് ഉണ്ടാവും. ആ സൈൻ കോമ്പണൻറ്റ് 2 സൈൻ കോമ്പണൻറ്റ്സ് ഉള്ളോട്ട് ഉണ്ടാവും. അതിനെ എന്താ പറയുക, ഒപ്പോസ് ചെയ്യുന്നത് ഈ ചാർജ് ആ എലമെൻറ്റിന് കൊടുക്കുന്ന റിപ്പൾഷനാണ്. അതാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. നൗ
ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എടുക്കുന്നത് വളരെ വളരെ ചെറിയ എലമെൻ്റ് ആണ്. അതുകൊണ്ടാണ് 2t സൈൻ തീറ്റ എന്നുള്ളത് 2t തീറ്റയിലേക്ക് മാറുന്നത്. സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. ദാറ്റ് ഇസ് ടെൻഷൻ ഡ്യൂ ടു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതായത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിങ് വയറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കാരണം സ്ട്രെച്ച് ആയി നിൽക്കുന്ന വയറുകളുടെ ടെൻഷൻ കാണുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഫ്രെയിമുകളിൽ ഉണ്ടാവുന്ന ടെൻഷൻ കാണുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. സോ ഓൾ ദീസ് കോൺസെപ്റ്റ്സ് ഷുഡ് ബി മെമ്മറൈസ്ഡ് ആൻഡ് റിവൈസ്ഡ്. നൗ ഇനി മീറ്റർ ബ്രിഡ്ജ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മീറ്റർ ബ്രിഡ്ജ് ക്വസ്റ്റ്യൻ ആണിത്. ഒന്നുമില്ല, ഒരു നോൺ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റണിൻ്റെ ഇക്വേഷൻ എഴുതിക്കൊണ്ട് 4.5 ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു 4.5 ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 40 എന്നുള്ള ഒരു എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. So you can easily solve it. So 6/4 വരും when r is equal to 4/6 into 4.5. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. നൗ സിമിലർ ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ കോൺസെപ്റ്റുകൾ നോക്കുക. മീറ്റർ ബ്രിഡ്ജ് വയറിൻ്റെ വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അത് കുറച്ചുകൂടെ ഹാർഡർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ ക്വസ്റ്റ്യൻ അല്ല, അത് കുറച്ചുകൂടെ ഹാർഡർ ആയിട്ടുള്ള അങ്ങനത്തെ ഹാർഡർ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഡൊമൈനിലേക്ക് പോവുകയാണെങ്കിൽ യു ഷുഡ് ആക്ച്വലി വെരിഫൈ ദാറ്റ് മെത്തേഡ് ഓൾസോ. മീറ്റർ ബ്രിഡ്ജ് വയറിന് യൂണിഫോം ക്രോസ് സെക്ഷൻ അല്ലാതെ വേരിയിങ് ക്രോസ് സെക്ഷനുള്ള കേസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. റൈറ്റ്, അതൊന്ന് നോക്കി വെക്കുക. Now that's the end of this section. We will now discuss the questions from January 27th സെക്കൻഡ് സെഷൻ, അതായത് സെക്കൻഡ് ഷിഫ്റ്റ്, അതായത് ഈവനിങ് സെഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കിനി നോക്കാം. ഈ സെഷൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് ഇതിലൊന്ന് ഓടിച്ചു പോവുക, കണക്റ്റഡ് കോൺസെപ്റ്റിൽ നന്നായി ഓർത്ത് വെക്കുക. സോ നമുക്ക് ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ഈവനിങ് ഷിഫ്റ്റിൻ്റെ ഓവറോൾ അസസ്മെൻ്റ് ആണ്. ഏകദേശം കുറച്ചുകൂടെ സ്പ്രെഡ് ഔട്ടാണ് ക്വസ്റ്റ്യൻസ്. പല ചാപ്റ്റേഴ്സിനും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഡയമെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. വെർനിയർ കാലിപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കൈനമെറ്റിക്സിന് 2 ക്വസ്റ്റ്യൻ. ഇക്വേഷൻസ് ഓഫ് മോഷന്, മോഷൻ ഉണ്ട് ഗ്രാവിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോസ് ഓഫ് മോഷന് 2 ക്വസ്റ്റ്യൻ. ഫ്രിക്ഷനും റിയാക്ഷനും ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. വർക്ക് എനർജി പവറിന് ദർ ഇസ് 1 ക്വസ്റ്റ്യൻ ഹിയർ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് അഗെയിൻ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഗ്രാവിറ്റേഷൻ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിന് ക്വസ്റ്റ്യൻ ഉണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനും ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലാസ്റ്റിസിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് സോളിഡ്സിൽ ചോദിച്ചിട്ടുള്ളത്. പ്രഷർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഫ്ലൂയിഡ്സ് ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് മെമ്മറി ബേസ്ഡ് ആയിട്ട് കുട്ടികൾ പറഞ്ഞ ലിസ്റ്റ് ആയിരിക്കാം. എക്സാക്ട്ലി ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കിട്ടിക്കോളണമെന്നില്ല. അവരുടെ ഓർമ്മയിൽ നിന്നൊക്കെ ഇന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പറഞ്ഞായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കണ്ടൊന്നും വരില്ല. നൗ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് തെർമൽ ഫിസിക്സിന് അഗെയിൻ 2 ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. തെർമോഡൈനാമിക്സിന് അഡയബാറ്റിക് പ്രോസസ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസസ് എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നൗ ഓസിലേഷൻ അഗെയിൻ സിമ്പിൾ പെൻഡുലം ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ ഓസിലേഷൻ ഉണ്ടായിരുന്നു. വേവ്സ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 എന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈക്വിപൊട്ടൻഷ്യൽ സർഫസസ്, കുലോംസ് ലോ, ടോർക്ക് ഓൺ എ ഡൈപോൾ എന്ന കോൺസെപ്റ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കറണ്ടിന് അഗെയിൻ 3 ക്വസ്റ്റ്യൻസ്. നോക്കൂ, വോൾട്ട് മീറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് പിന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഗാലനോമീറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല കറണ്ട് എന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ്. മാഗ്നറ്റിക് ഇഫക്ട്സ് ആൻഡ് മാഗ്നറ്റിസം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻസ് ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ സി കറണ്ടിന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്ന് കഴിഞ്ഞ ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിൽ വന്നിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഡിയേഷൻ പ്രഷർ എന്നുള്ള കോൺസെപ്റ്റിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യൂഷ്വലി നമ്മൾ ഇൻറ്റൻസിറ്റി, എനർജി ഡെൻസിറ്റി പോലത്തെ കോൺസെപ്റ്റിലാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇ ക്രോസ് ബി ആയിട്ടുള്ള ആ ഫോർമുല ഇവാലുവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് ഗിവൺ മീഡിയം കാണുന്ന ക്വസ്റ്റ്യൻസുമാണ് സാധാരണ കാണാറ്. This time you have questions from radiation pressure. It is a little more advanced. Prism based ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ. കഴിഞ്ഞ ഷിഫ്റ്റിലും നമുക്ക് പ്രിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്.
Now Polaroids, wave optics എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പോളറൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മാലസ് ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേവ് ഓപ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ റേഡിയേഷനിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി, സ്പെല്ലിംഗ് കറക്ഷൻ പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്, ത്രെഷോൾഡ് ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആറ്റംസിൽ ഹൈഡ്രജൻ സ്പെക്ട്രം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ന്യൂക്ലിയയിൽ മാസ് ഡിഫെക്റ്റ്, ന്യൂക്ലിയർ ഫിഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നൗ അഗെയിൻ വൺ ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെ ഉള്ളത് കേട്ടോ. ആ മാസ് ഡിഫെക്റ്റ് ഫിഷൻ റിയാക്ഷനിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും ആ രണ്ട് കോൺസെപ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടാവുക. ലോജിക് ഗേറ്റ്സ് എന്നാണ് സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് സ്പ്രെഡ് ഔട്ട് ആണ്, എല്ലാ സെക്ഷൻസിനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ്. കോൺസെപ്റ്റ് ഓഫ് ഡയമെൻഷൻ നമ്മൾ കഴിഞ്ഞ സെഷൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം എല്ലാ സെഷൻസിലും മോർ ഓർ ലെസ് കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഇസ് ഗിവൺ P - A / V square, V - B is equal to RT. നോക്കൂ, ഡയമെൻഷൻ ഓഫ് A/B² ആണ് ചോദിച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം ക്വിക്കായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് എയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ PV² ഉണ്ടാവും, വിയുടെ ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് അല്ല ബിയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ വി ഉണ്ടാവും. സോ A/B² PV² വരും. ബേസിക്കലി P ഡയമെൻഷനാണ് വരിക. ദാറ്റ് ഇസ് പ്രഷർ ഡയമെൻഷനാണ് ഉണ്ടാവുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, അപ്പം വൺസ് അഗൈൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡയമെൻഷണൽ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നന്നായി ശ്രദ്ധിക്കുക. യു ആർ വെരി ലൈക്ലി ടു ഫൈൻഡ് എ ക്വസ്റ്റ്യൻ ഇൻ എവറി സെഷൻ, ഇൻ എവറി ഷിഫ്റ്റ്. നൗ അടുത്തൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ദർ ക്യാൻ ബി പോസിറ്റീവ് സീറോ എറർ ഇൻ വെർനിയർ കാലിപ്പേഴ്സ്. ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ. നിങ്ങളുടെ ജോ ഒരുമിച്ച് ജോയിൻ ആവുന്നില്ല. സീറോ ഓഫ് വെർനിയർ സ്കെയിൽ കുറച്ച് എഹെഡാണ് സീറോ ഓഫ് മെയിൻ സ്കെയിൽ എങ്കിൽ യു വിൽ ഹാവ് എ പോസിറ്റീവ് സീറോ എറർ. നോക്കൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സാക്ട്ലി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ വായിച്ച അയാളുടെ മെമ്മറിയിൽ നിന്ന് റിക്കളക്ട് ചെയ്ത് പറയുന്നതാണ്. ആൾ ശ്രദ്ധിച്ച പോയിന്റുകൾ മാത്രമേ പലപ്പോഴും ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ യു കാൺട്ട് ആക്ച്വലി റിലൈ. സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. നൗ ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ആൻഡ് റഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം ഇത്. ഒബ്വിയസ്ലി ഫിസിക്കൽ അബറേഷൻസ് കൊണ്ട് ആണ് ഈ ക്ലാമ്പ് ഈ പറഞ്ഞ രണ്ട് ജോ പലപ്പോഴും കൂടാതിരിക്കുക. അപ്പോഴൊക്കെയാണ് പോസിറ്റീവ് എറേഴ്സ് ഉണ്ടാവുക. നൗ സീറോ എറേഴ്സിൻ്റെ കറക്ഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പോസിറ്റീവ് എറർ എന്താ ചെയ്യേണ്ടത്, നെഗറ്റീവ് എറർ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കോൺസെപ്റ്റ്സ് നോക്കി വെക്കുക. റീഡിങ്ങുകൾ എങ്ങനെയാണ് എടുക്കുക എറേഴ്സ് അക്കൗണ്ട് ചെയ്തുകൊണ്ട്, എങ്ങനെയാണ് ലീസ്റ്റ് കൗണ്ട് എറർ നമ്മൾ എറർ അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക. ഇപ്പോഴും റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് ഷിഫ്റ്റിലായിട്ട് കാണുന്നില്ല. സോ ആ ഒരു സെക്ഷൻ നോക്കി വെച്ചോളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ യു ക്യാൻ വെരി ഇറ്റ്സ് ഹൈലി പ്രോബബിൾ ദാറ്റ് യു ഫൈൻഡ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ റിലേറ്റീവ് എറേഴ്സ് ഓർ പെർസെൻറ്റേജ് എറേഴ്സ്. നൗ a stone is released. The free fall based question ആണ്, kinematics ഉള്ള question ആണ്. Stone is released and while it free fall, stone covers 80 meters in the last 2 seconds. Find the distance of point A from the topmost point. Point A അവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് T സെക്കൻഡ് ആണ് point A എത്തുന്നതെന്ന് വിചാരിക്കുക. T+2 സെക്കൻഡിൽ 80 meters കവർ ചെയ്യുന്നതാണ് ലാസ്റ്റ് 2 സെക്കൻഡ്സിൽ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. 80 എന്നുള്ള ആ ഫിഗറിനെ ½ -GT² എന്നുള്ള സമ്മേഷൻ എന്നുള്ള ഓപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് T. നോക്കൂ, ½ G T+2² എന്ന് പറഞ്ഞാൽ മൊത്തം ദൂരമാണ്. ½ GT² എന്ന് പറഞ്ഞാൽ A വരെയുള്ള ദൂരമാണ്. ആ ഗ്യാപ്പാണ് 80. ലാസ്റ്റ് 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരമാണ് 80 meters. അങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്ത് T കാണാൻ പറ്റും. T കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ½ GT² ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ദൂരമാണ് ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് A എന്നുള്ള പോയിന്റ് എത്തുന്നവരെ, അതായത് T സെക്കൻഡിൽ കവർ ചെയ്തെന്നുള്ളത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നൗ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ഫ്രീ ഫോൾ, SN എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നോക്കി വെക്കുക. പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിലേറ്റീവ് മോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി നോക്കി വെക്കുക. ആ ഇക്വേഷൻസിലൂടെ നന്നായിട്ട് ട്രാവേഴ്സ് ചെയ്ത് ശീലിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്സ് പെട്ടെന്ന്, ആ ഐഡിയാസ് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുകയും ഏത് ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഏത് പോയിന്റിന്, ഏത് അൺനോണിന് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത് വളരെ പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന രീതിയിൽ വളരെ വെൽവേഴ്സ്ഡ് ആയിരിക്കുക ഇക്വേഷൻസ് ഓഫ് മോഷൻസുമായിട്ട്. നൗ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് അഗെയിൻ ഫ്രം ലോസ് ഓഫ് മോഷൻ. ഇറ്റ്സ് ആക്ച്വലി നോട്ട് ഫ്രം ലോസ് ഓഫ് മോഷൻ. ഇത് ശരിക്കും നമുക്ക് റൊട്ടേഷണൽ മോഷനായിട്ട് പറയാൻ പറ്റും. ലോസ് ഓഫ് മോഷൻ്റെ കോൺസെപ്റ്റും വരുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് നോർമൽ റിയാക്ഷൻ ആണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടോർക്കിനെ നെറ്റ് ടോർക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക.
റൊട്ടേഷൻ ഇക്വിലിബ്രിയം ആണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ്. A person is standing on a horizontal ground. A rod of mass 12 kg is touching his shoulder and the ground. It makes an angle 60 degree with the ground. Reaction force ആണ് കാണാൻ പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും ആ സർഫസിന് കോൺടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിയാക്ഷൻ ഉണ്ടാവുക. അപ്പം റിയാക്ഷൻ ഗിവൺ ബൈ ദ പേഴ്സൺ നോക്കൂ, ഒരു സർട്ടൺ ഇൻക്ലൈനിലാണ് നിൽക്കുന്നത്. ആൻഡ് റിയാക്ഷൻ ഫ്രം ദ ഗ്രൗണ്ട് നേരെ കുത്തനെ മുകളിലേക്കും ഉണ്ടാവുക. സോ നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അൺനോണിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന രീതിയിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്തിട്ട് നെറ്റ് ടോർക്ക് സീറോക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ദ പോയിന്റ് വി ചൂസ് ഇസ് ജി എന്നുള്ള പോയിന്റ് അബൌട്ടുള്ള നെറ്റ് ടോർക്ക്. ഈ റോഡ് കറങ്ങാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഏത് പോയിന്റ് അബൌട്ട് നെറ്റ് ടോർക്ക് കണ്ടാലും സീറോ തന്നെയാണ് വരിക. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുക എപ്പോഴും നിങ്ങൾക്ക് ഒരു അൺനോണിനെങ്കിലും ഒഴിവാക്കി തരുന്ന, നിങ്ങൾക്ക് ഒരു അൺനോണിൻ്റെ ബുദ്ധിമുട്ടെങ്കിലും റിലീസ് ചെയ്ത് തരുന്ന ടൈപ്പ് ഓഫ് രീതിയിൽ ആ രീതിയിൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. സോ ഐ ചൂസ് ദ പോയിന്റ് ജി, ഫൈൻഡ് ടോർക്ക് അബൌട്ട് ജി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് ടോർക്ക് ഡ്യൂ ടു നോർമൽ റിയാക്ഷൻ കാണുന്നുണ്ട്, ദാറ്റ് ഇസ് എൻ പി ഇൻറ്റു എൽ, ആൻഡ് ടോർക്ക് ഡ്യൂ ടു വെയിറ്റ് എം ജി ഇൻറ്റു എൽ ബൈ ടു കോസ്റ്റ് രണ്ടും ഇക്വേറ്റ് ചെയ്യണം, കാരണം ഈ റോഡ് കറങ്ങുന്നില്ല. യു ക്യാൻ ഈസിലി സോൾവ് ഇറ്റ്. നൗ റൊട്ടേഷൻ ഇക്വിലിബ്രിയം നന്നായി ശ്രദ്ധിക്കുക. ലാഡർ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഒരു വാളിലേക്ക് ഒരു ലാഡർ ചാരി വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻസ് സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് രണ്ട് ഹിഞ്ചുകളിലൊക്കെ ഉണ്ടാകുന്ന റിയാക്ഷൻ, അസിമെട്രിക് ആയിട്ട് പ്ലേസ് ചെയ്ത് രണ്ട് സപ്പോർട്ടുകൾ ഉണ്ടാകുന്ന റിയാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. നൗ അടുത്ത, സിമ്പിൾ പെൻഡുലം ഹാസ് സെയിം ആക്സലറേഷൻ അറ്റ് മീൻ പൊസിഷൻ ആൻഡ് എക്സ്ട്രീം പൊസിഷൻ. ഫൈൻഡ് ആംഗുലർ ആംപ്ലിറ്റ്യൂഡ്. നോക്കൂ, എക്സ്ട്രീം പൊസിഷനിൽ ജി സൈൻ തീറ്റയാണ് അതിൻ്റെ ആക്സലറേഷൻ വരിക. മീൻ പൊസിഷനിൽ ആ മൂവ്മെൻറ്റ് കാരണം, അവിടെ ഒരു മൂവ്മെൻറ്റ് ഉള്ള കാരണം ഒരു സെൻട്രിപിറ്റൽ ആക്സലറേഷൻ വേണ്ടി വരും, ദാറ്റ് ഇസ് വി സ്ക്വയർഡ് ബൈ എൽ ഹിയർ. നോക്കൂ, ഈ രണ്ട് കാര്യമാണ് ഈക്വൽ എന്ന് പറയുന്നത്. വളരെ കുറച്ച് മാത്തമാറ്റിക്കൽ ട്രിഗണോമെട്രിക് ഫോർമുലാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 1 - cos തീറ്റേനെയൊക്കെ നിങ്ങൾ പിന്നെയും ട്രാൻസ്ഫോം ചെയ്യണം. വളരെ കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. തീറ്റ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പേർപ്പസ്. Key to solve this problem, question പറഞ്ഞു തന്നിട്ടുണ്ട്. Acceleration at the extreme position has the same value as that of the acceleration at the mean position. Extreme position വെറും g sin theta ആണ്, mean position v squared by l ആണ്. ഇത് ഇക്വേറ്റ് ചെയ്യുക, ബാക്കി trigonometric simplification ആണ്. You will get the answer as theta is equal to tan inverse 1/2. Now similar question, energy conservation പ്രിൻസിപ്പിൾ നന്നായി ശ്രദ്ധിക്കുക. ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി മൂവ് ചെയ്ത് താഴെ എത്തുന്ന സമയത്തുള്ള വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് യു ക്യാൻ ആക്ച്വലി യൂസ് ദ ഐഡിയ ഓഫ് ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ഇ. ഈ പ്രിൻസിപ്പിൾ നന്നായിട്ട് യൂസ് ചെയ്യുക. രണ്ടാമത്തത്, വേർട്ടിക്കൽ സർക്കുലർ മോഷനുള്ള മിനിമം വെലോസിറ്റി ടു കംപ്ലീറ്റ് ദ സൈക്കിൾ, വെലോസിറ്റി അറ്റ് ദ ടോപ്പ് അല്ലെങ്കിൽ മിനിമം വെലോസിറ്റി അറ്റ് ദ ബേസ് റിക്വയർഡ്, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എനർജി കോൺസർവേഷൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. നൗ ഈ കോൺസർവേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു സ്വിങ്ങിങ് ബോഡിയുടെ ടെൻഷൻ അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആൻഡ് ഒരു ട്രാക്കിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ നോർമൽ റിയാക്ഷൻ അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാം. കഴിഞ്ഞ ഷിഫ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു ജെ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ട്രാക്കിൽ പോകുന്ന ഒരു ബോഡിയുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ ചോദിക്കുന്നതാണ്, ഇനിയും ചോദിക്കുകയും ചെയ്യുന്നത്. Now, in an adiabatic process, pressure is proportional to the cube of temperature. Find Cp by Cv. Cp by Cv is actually gamma. തന്നിരിക്കുന്ന പ്രോസസ്സിൻ്റെ ഇക്വേഷൻ മാത്രം ഉപയോഗിക്കുക. P proportional to T cube എന്ന് പറയുകയാണെങ്കിൽ Pt raised to -3 is a constant. നോക്കൂ, അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് Pt raised to gamma by 1 minus gamma is a constant. നോക്കൂ, PV raised to gamma എന്ന് മാത്രമല്ല, PV raised to gamma യുടെ കൂടെ വിയും ടിയും ആൻഡ് പിയും ടിയും ഒക്കെയുള്ള ഇക്വേഷൻസ് അഡിയാബാറ്റിക്കിനുണ്ട്. എല്ലാ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതറിയാമെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗാമ സോൾവ് ചെയ്യാം. ആൻഡ് ഓൾസോ റിമെമ്പർ, സിമിലർ ക്വസ്റ്റ്യൻ ആയിട്ട് PV raised to n is a constant എന്നുള്ള ജനറൽ പ്രോസസ്സ് മനസ്സിലാക്കി വെക്കുക. യു കോൾ ഇറ്റ് എ പോളിട്രോപ്പിക് പ്രോസസ്സ്. ആ പോളിട്രോപ്പിക് പ്രോസസ്സ് നന്നായിട്ട് നോക്കി വെക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. Now, CP CV questions നന്നായി മനസ്സിലാക്കുക. ആൻഡ് ദെൻ ഓൾസോ റിമെമ്പർ Q ആൻഡ് W ഫോർ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഇവാലുവേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൻ്റെ അനാലിസിസിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് റിക്വയർഡ് ഹിയർ ഓൾസോ. നൗ അടുത്തൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ആംഗുലർ വെലോസിറ്റി ഓഫ് എർത്ത് അറൌണ്ട് സൺ ഇസ് ലെസ് ദാൻ ദി ആംഗുലർ വെലോസിറ്റി ഓഫ് മൂൺ അബൌട്ട് എർത്ത്. The reason is time taken by moon to revolve around the earth is less than the time taken by earth to revolve around sun. നോക്കൂ, it's based on a very simple equation. Omega is equal to 2 pi by capital T. Omega will be proportional to T. That's how we solve it. T കൂടുന്ന സമയത്ത് naturally omega കുറയും.
So it's actually both assertion and reason are true, and the reason is a true correct explanation for the assertion. അങ്ങനെയാണ് നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റുക. സിമിലർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ, ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്, കെപ്ലേഴ്സ് ലോ മനസ്സിലാക്കി വെക്കുക. പിന്നെ ടൈം പീരീഡിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണ് വരിക എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക. ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി പോലത്തെ കോൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക അലോങ് വിത്ത് ദിസ്. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ്, ഇഫ് work function of a metal is 6.68 electron volt, find threshold frequency. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൻ്റെ ഡിസ്കഷനിൽ പറഞ്ഞ കാര്യമാണിത്. 6.68 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫൈ നോട്ട് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ നോട്ട് എന്നുള്ള ഫോമുല ഉപയോഗിച്ച് യു ക്യാൻ ആക്ച്വലി ഇവാലുവേറ്റ് ഇറ്റ്. ദ പ്രോബ്ലം ഇസ് 6.68 ഇലക്ട്രോൺ വോൾട്ടിനെ നിങ്ങൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് റിമെമ്പർ. So nu naught will be equal to 1.6 into 10 raised to 15 ആണ് ആൻസർ കിട്ടുന്നത്. റിമെമ്പർ, ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്നുള്ള കോൺസെപ്റ്റ് നന്നായി പഠിച്ചു വെക്കുക. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് യു ആർ ഡൂയിങ് എ പ്രോബ്ലം ഇൻ നാനോമീറ്റർ ഫോർ വേവ് ലെങ്ത് ആൻഡ് ഇലക്ട്രോൺ വോൾട്ട് ഫോർ എനർജി, നിങ്ങൾക്ക് എച്ച് സിനെ 1240 അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ ഡൂയിങ് എ പ്രോബ്ലം വിത്ത് angstrom given in, or wavelength given in angstrom and then energy given in electron volt 12400 ലേക്ക് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എച്ച് സിനെ. സോ പ്ലീസ് റിമെമ്പർ ദീസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. പിന്നെ KE മാക്സ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള കോൺസെപ്റ്റ്, ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിനൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലുക്കിംഗ് അറ്റ് ദ ട്രെൻഡ് ഹിയർ ഫോർ ദ ഫസ്റ്റ് 2 ഷിഫ്റ്റ്സ് യു ക്യാൻ എക്സ്പെക്ട് ദീസ് ക്വസ്റ്റ്യൻസ് വെരി ലൈക്ലി. നൗ ഇനി നോക്കൂ, ബ്യൂസെവർ ലോനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഷിഫ്റ്റ് ആയ സമയത്ത് യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ അഗെയിൻ ഹിയർ. നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ അത് പറഞ്ഞ കാര്യമാണ്, ബ്യൂസെവർ ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും 2 സെമി സർക്കിളുകളുള്ളത്. ആൻഡ് ദെൻ യു ഹാവ് എ ലൈൻ ദെയർ ആൻഡ് ദാറ്റ് ലൈൻ ഇസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ. അപ്പോൾ ആ ലൈൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻട്രൽ പോയിന്റ് 0 ആയിരിക്കും. അപ്പോൾ ഫൊർഗെറ്റ് അബൌട്ട് ദോസ് ലൈൻസ്. 2 സെമി സർക്കുലർ ആർക്ക് മാത്രമാണ്. 2 സെമി സർക്കുലർ ആർക്കിലും പോകുന്ന കറണ്ട് കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ഒരേ ഡിറക്ഷനിലാണ് വരിക. യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ നോക്കൂ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പല സോഴ്സുകളിൽ കറണ്ട് ബ്രാഞ്ച് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബ്രാഞ്ച് ചെയ്ത് പോകുന്നതായിട്ടാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇതൊരു ലൂപ്പ് പോലെ പോകുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ലൂപ്പ് കാരണമുള്ള ഫീൽഡ് അഗെയിൻ ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. സെക്കൻഡ് ലൂപ്പ് കാരണമുള്ള ഫീൽഡും ഇൻ ടു ദ സെക്കൻഡ് സെമി സർക്കിൾ കാരണമുള്ള ഫീൽഡും ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. അപ്പം യു ജസ്റ്റ് ഹാവ് ടു ആഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് കോസ്ഡ് ബൈ ഈച്ച് സെമി സർക്കിൾ ഹിയർ. വേറെ ഒന്നും ചെയ്യാനില്ല. അത് ഞാൻ ഫോമുല വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. mu0 I/2r ആണ് ഫോർ എ ഫുൾ സർക്കിൾ. ഫോർ എ ഹാഫ് സർക്കിൾ വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഇസ് mu0 I/2 into 2r. ദാറ്റ്സ് ഹൗ യു ഹാവ് ഇറ്റ്. ഈ 2 ഇക്വേഷൻസ് എഴുതുക, രണ്ട് ഇൻഡിവിജ്വൽ ഫീൽഡുകൾ എഴുതുക, ദെൻ ജസ്റ്റ് ടേക്ക് ദ സം ഓഫ് ദം. സിമിലർ കേസായിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും 2 ആർക്കുകളുണ്ട്. 2 ആർക്കിൻ്റെയും കണക്ട് ചെയ്യുന്ന ലൈൻസ് ഈ പോയിന്റിലേക്ക്, നമ്മൾ ഈ ഒരു ഡോട്ട് ചെയ്ത ആ പോയിന്റിലാണ് നമുക്ക് കാണേണ്ടത് മാഗ്നറ്റിക് ഫീൽഡെങ്കിൽ ആ 2 സെഗ്മെൻറ്റുകളും ആ പോയിന്റ് 2 സെഗ്മെൻറ്റിൻ്റെയും എക്സ്റ്റൻഷൻ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ആ 2 സെഗ്മെൻറ്റ് കാരണം അവിടെ ഫീൽഡ് ഉണ്ടാവില്ല. പക്ഷേ 2 ആർക്ക് കാരണം ഫീൽഡ് ഉണ്ടാവും. ഇറ്റ്സ് വെരി ഈസി അഗെയിൻ ടു ഡു ദിസ് ക്വസ്റ്റ്യൻ. നൗ അടുത്ത അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് റിമൂവ്ഡ് ദെൻ ബോഡി വിൽ ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ആക്ച്വൽ ഷേപ്പ്. This is called elasticity. Of course, that is what we call elasticity. And due to intermolecular force, this happens. It is actually true. Intermolecular force കാരണം there is actually a stable equilibrium there. Potential energy versus interatomic separation എന്നൊരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഏതൊരു certain interatomic separationൽ you get a stable equilibrium, minimum potential energy. അവിടെ നാച്ചുറൽ പൊസിഷൻ അവിടെ ആയിരിക്കും. നിങ്ങൾ അതിനെ ആ separation കൂട്ടാൻ നോക്കിയാൽ, that is you try to stretch it, or if you try to reduce that separation, or that means you try to compress it. ഈ 2 ഓപ്പറേഷനെയും ഈ 2 ആക്ഷനെയും ആ ബോഡി ഒപ്പോസ് ചെയ്യും. That is because it will try to get back to its stable equilibrium. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട, understand that the assertion is true and the reason is the existence of a stable equilibrium position. അപ്പോൾ ഇത് രണ്ടും ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. All right, and that is actually the reason is the correct explanation of the assertion. Now similar questions ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജി, അത് PE ആണ് കേട്ടോ. PE വേഴ്സസ് ഇന്റർ ആറ്റമിക് സെപ്പറേഷൻ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെക്കുക.
സ്ട്രെസ്സുകളും സ്ട്രെയിനുകളും ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ യു ഹാവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ കോൺസെപ്റ്റുകൾ നന്നായി നോക്കി വെക്കുക. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒന്ന് പഠിച്ചു വെക്കുക. യു മേ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദാറ്റ് വെരി സൂൺ. നൗ next question. A bullet gets embedded in a fixed target. If it is found that the bullet loses 1/3 of its velocity traveling 4 centimeters into the target and loses the remaining kinetic energy while traveling further d into 10 raised to minus 3 meters. Find d. നോക്കൂ, ഫസ്റ്റ് പാസ് ഓഫ് ദ പ്രോബ്ലത്തിൽ വെലോസിറ്റി 1/3 ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 2/3 ആയി മാറുക എന്നുള്ളതാണ്. 1/3 ലോസ്റ്റ് ആയി ബാക്കി 2/3 ഉണ്ടാവും. So final velocity is equal to u square minus 2as. Minus 2as because acceleration opposite ആയിട്ട് വർക്ക് ചെയ്യുക, റെസിസ്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ട് I can take the liberty of giving it directly. Now, so 2/3 v0 square is equal to v0 square minus 2a into s. ആ s ആണ് 4 centimeter. അത് യൂണിറ്റ്സ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് കേസിൽ പിന്നെ അങ്ങോട്ട് ഫെർദർ ഡി ദൂരം പോകുന്ന സമയത്ത് ആ ഉള്ള കൈനറ്റിക് എനർജി മുഴുവൻ ലോസ് ആവുക ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി 2/3 ടൈംസ് v0 ആയിരിക്കും, ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. എഗെയിൻ അതേ ഇക്വേഷനിൽ ഒന്നുകൂടെ സെക്കൻഡ് കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി കൻ ഈസിലി ഇവാലുവേറ്റ് എക്സ് ആസ് 32 into 10 raised to minus 3 and that means d will be equal to 32. Now സിമിലർ കോൺസെപ്റ്റുകൾ ആലോചിക്കുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ലൈക്ലി ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ഡിപ്പെൻഡൻസി മനസ്സിലാക്കി വെക്കുക. യു മാറുമ്പോൾ എങ്ങനെയാണ് മാറുക, വരുന്ന പാർട്ടികളുടെ കൈനറ്റിക് എനർജി മാറുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മാറുക. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് വാട്ട് ഐ ഹോപ്പ് ഐ ഹാവൻറ്റ് സെറ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലംസ് നോക്കി നോക്കുക. കൈനമെറ്റിക്സിലെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. ആൻഡ് ഓൾസോ റിമെമ്പർ വർക്ക് എനർജി തിയറം. ഈ സ്റ്റോപ്പിംഗ് ഇൻവോൾവ് ചെയ്യുന്ന കേസിലൊക്കെ കൈനറ്റിക് എനർജി സീറോയിലേക്ക് കുറഞ്ഞു എന്നുള്ള കോൺസെപ്റ്റാണ് പലപ്പോഴും നമ്മൾ വർക്ക് ഡണ്ണും എന്താ പറയുക ഫോഴ്സുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. സോ ഓൾസോ സ്റ്റഡി വർക്ക് എനർജി തിയറം ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ്. Now, 1 mole of an ideal gas of O2 is at 27 degrees Celsius. Find its total kinetic energy. നോക്കൂ, kinetic energy is given by number of moles into f/2, where f is the degrees of freedom. RT diatomic ആണ്, degrees of freedom 5 വരും. Total kinetic energy ചോദിച്ചു കേട്ടോ, ട്രാൻസ്ലേഷണൽ മാത്രമല്ല, total kinetic energy which includes ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ. അതുകൊണ്ടാണ് ഞാൻ 5 തന്നെ ഉപയോഗിച്ചത്, ബിക്കോസ് ഐ എം ആക്ച്വലി എക്സസൈസിങ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. സോ ഓൾ യു ഹാവ് ടു ഡു ഇസ് 1 mole ആണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ്. സോ 5/2 ഇൻറ്റു ആർ ഈസ് 8.314 ആൻഡ് ദാറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് 300. കെൽവിനിൽ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ടെമ്പറേച്ചർ, പ്ലീസ് റിമെമ്പർ ദാറ്റ്. Now, similar questions ആലോചിക്കുകയാണെങ്കിൽ മേസ് റിലേഷൻ CP - CV is equal to R ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിക്കുക. CV നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ CV യു ഫൈൻഡ് CP ബൈ യൂസിങ് CP - CV is equal to R എന്നുള്ള റിലേഷൻ. ഇന്റേണൽ എനർജി എന്നുള്ള കോൺസെപ്റ്റും VRMS, V മോസ്റ്റ് പ്രോബിൾ, V ആവറേജ്, ഈ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻസും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതുവരെയുള്ള 2 ഷിഫ്റ്റിൽ ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ദീസ് ആർ ആക്ച്വലി വെരി പ്രോബിൾ, വെരി ലൈക്ലി ക്വസ്റ്റ്യൻസ്. VRMS, VMP ആൻഡ് V ആവറേജ് ഇവർ തമ്മിലുള്ള റിലേഷൻ തന്നെ ഒരു ഡേറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ് സെക്ഷൻ. Now, a ring and a solid sphere of same mass and radius are released from same point on an inclined plane. The ratio of their KE when they reach the bottom without slipping. നോക്കൂ, ഇത് റോളിംഗ് പ്രോബ്ലം ആയിട്ട് പെട്ടെന്ന് ആദ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും. ബട്ട് ഇറ്റ് ഇസ് പ്യുവർലി ഒരു സർട്ടൺ ഹൈറ്റിൽ നിന്ന് 2 ബോഡീസ് താഴത്തേക്ക് വരുന്നുണ്ട്. Whatever be their kinetic energy, if there are no losses, whatever be their kinetic energy at the end of the fall, that will be equal to the PE it used to have at that height. ആ ഹൈറ്റ് രണ്ടാക്കും സെയിം ആണെങ്കിൽ അത് റൊട്ടേഷണൽ ആയിട്ടോ ട്രാൻസ്ലേഷണൽ ആയിട്ടോ എങ്ങനെയായിരുന്നാലും താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി will actually come from the potential energy it used to have at that height. അതുകൊണ്ട് തന്നെ രണ്ടാളും ഒരേ ഹൈറ്റിൽ നിന്ന് വന്നുകൊണ്ട് രണ്ടാൾക്കും നെറ്റ് കൈനറ്റിക് എനർജി ഒരേപോലെ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് റൊട്ടേഷൻ്റെ ഡൈനാമിക്, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെ ഡൈനാമിക്സ് മനസ്സിലാക്കേണ്ടി വരും. ഇറ്റ് ഈസ് വെരി മച്ച് അഡ്വൈസ്ഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു ജസ്റ്റ് സ്പെൻഡ് സം ടൈം ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ബോഡി V വെലോസിറ്റിയിൽ റോളിംഗ് ആണെന്ന് പറയാം, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണെന്ന് പറയുകയാണെങ്കിൽ എത്രമാത്രം റൊട്ടേഷണൽ KE ഉണ്ടാവും, എത്രമാത്രം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ടോട്ടൽ കൈനറ്റിക് എനർജി എങ്ങനെയാണ് കാണാൻ പറ്റുക, what is the ratio of KE rot by KE tot, what is the ratio of KE translational by KE total. ഈ റേഷ്യോസ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്.
ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. കാരണം അത് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാവും. നമുക്ക് കുറച്ച് ഈ റീസെൻ്റ്ലി അതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫെമിലിയർ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Now, next question says, light of intensity I is equal to 6 into 10 raised to 8 watt per meter square is incident on an object kept in medium of refractive index mu is equal to 3. Assuming 100% absorption, find radiation pressure. This is actually a good question, which is in this paper. നോക്കൂ, pressure is force by area. Now, ഫോഴ്സ് മനസ്സിലാക്കണമെങ്കിൽ നോക്കൂ, ഒരു ഫോട്ടോൺ വന്ന് കൊളൈഡ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ, പ്യുവർ റിഫ്ലക്ഷൻ ആണെങ്കിൽ മൊമെൻറ്റം ചേഞ്ച് 2 times p ആണ്. പ്യുവർ അബ്സോർപ്ഷൻ ആണെങ്കിൽ മൊമെൻറ്റം ചേഞ്ച് p ആണ്. ഒറ്റ പാർട്ടിക്കിൾ എൻകൗണ്ടർ ചെയ്യുന്ന മൊമെൻറ്റം ചേഞ്ചാണ് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺസ് ഉണ്ടെന്ന് നോക്കുക, അത്രയും ഫോട്ടോൺസ് ഒരു സെക്കൻഡിൽ എൻകൗണ്ടർ ചെയ്യുന്ന ടോട്ടൽ മൊമെൻറ്റം ചേഞ്ച് ആയിരിക്കും ടോട്ടൽ ഫോഴ്സ് വരിക. ദാറ്റ് ഇസ് മൊമെൻറ്റം ചേഞ്ച് പെർ സെക്കൻഡ് വരിക. നൗ ദാറ്റ് ഇസ് ഹൗ യു കാൽക്കുലേറ്റ് ഇറ്റ്. നോക്കൂ, പെർഫെക്റ്റ് അബ്സോർപ്ഷനും പെർഫെക്റ്റ് റിഫ്ലക്ഷനും വേറെ എന്ന് മനസ്സിലാക്കുക. പെർഫെക്റ്റ് അബ്സോർപ്ഷൻ മീൻസ് മൊമെൻറ്റം p എന്നുള്ളത് 0 ആവുന്നു. ബട്ട് ടോട്ടൽ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ മൊമെൻറ്റം p ഉള്ളത് പോസിറ്റീവ് p ആയിട്ട് എടുക്കുന്നതെങ്കിൽ അത് -p ആയിട്ട് മാറും. സോ 2p ചേഞ്ച് വരും മാഗ്നിറ്റ്യൂഡിൽ. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. നൗ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് എടുക്കുക, ഓരോ ഫോട്ടോൺ ഉണ്ടാകുന്ന മൊമെൻറ്റം ചേഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Now, how do you calculate number of photons per second? All you have to do is energy per second calculate. Yeah, that is actually power എന്ന് പറയുന്നത്. Power ആണ് energy per second divided by energy per photon. Now, how will you calculate power here? Power is intensity into area. ആ intensity into area divide ചെയ്യുന്ന energy per photon കൊണ്ടാണ്. അപ്പോൾ you will get the number of photons per second. Multiply that with the momentum of each photon. That is h by lambda again. That will give you the force. Divide that by area, you will get the pressure. വളരെ ക്ലിയർ ആണ് എന്താ പറയുക, ആ ചെയിൻ ഓഫ് ഇക്വേഷൻസ്. പ്ലീസ് റിമെമ്പർ ഇറ്റ്. I by V ആണ് ഫൈനലി കിട്ടുക. ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം, V തന്നെ എടുക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് വാക്വം. ആ മീഡിയത്തിലെ വെലോസിറ്റി C അല്ല ലൈറ്റിൻ്റെ വെലോസിറ്റി, V ആണ് വെലോസിറ്റി. ബിക്കോസ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് മീഡിയം, ഇറ്റ് ഇസ് നോട്ട് വാക്വം. സോ വെലോസിറ്റി വിക്ക് പകരം C by mu ഉപയോഗിക്കുക. സോ യു ഗെറ്റ് I mu by C ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ വരിക. സോ ഇൻറ്റൻസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. I is given 6 into 10 raised to 8. Everything is in SI. And mu is 3, again given in the question. Divided by velocity of light in vacuum C is 3 into 10 raised to 8. ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 6 എന്നുള്ള ആൻസർ കിട്ടും. റിമെമ്പർ ദാറ്റ് അനദർ തിങ് ടു നോട്ട് ഹിയർ ഇസ്, നോക്കൂ, 100% റിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് വേറൊരു ആൻസർ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. മൊമെൻറ്റം ചേഞ്ച് ഫോർ 1 ഫോട്ടോൺ p അല്ല വരിക, 2 times p വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റിമെമ്പർ ദാറ്റ്. ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി, ഫോഴ്സ്, പ്രഷർ, ഈ റിലേഷൻസ് ഒക്കെ നന്നായി നോക്കി വെക്കുക. പ്ലീസ് റിമെമ്പർ, റേഡിയേഷൻ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, റേഡിയേഷൻ കാരണം ഉണ്ടാവുന്ന പ്രഷർ, ഇതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് വെക്കുക. ഇറ്റ് വിൽ കം വെരി ഹാൻഡി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല സാധാരണ. കഴിഞ്ഞ കൊല്ലം ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇങ്ങനെയുള്ള ഇൻറ്റൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഇൻറ്റൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റേഡിയേഷൻ പ്രഷർ കോൺസെപ്റ്റിലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ഷിഫ്റ്റിലൂടെ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിരുന്നു. ഇപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ കെയിം അപ്പ് വെരി ഏർലി ഹിയർ. അപ്പോൾ നിങ്ങൾ ആ സെക്ഷൻ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും, സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് സർപ്രൈസ് വെൻ യു സീ ദാറ്റ് ക്വസ്റ്റ്യൻ. നൗ next question here is from current electricity. വളരെ ഈസിയാണ്. 3 voltmeters of different internal resistances are connected in as shown in the figure, and certain voltage is applied across AB. AB ക്ക് across ഒരു voltage ഉണ്ട്. Relation between the readings. Please understand the fact that whatever be the potential drop across V1, whatever be that across V2, V3 is combining both. So V3 will actually read V1 plus V2. V1 ഉം V2 ഉം സീരീസിലായതുകൊണ്ട് potential drops will add. Now V1 V2 എന്നുള്ള കോമ്പിനേഷന് പാരലാണ് നമ്മുടെ തേർഡ് വോൾട്ട്മീറ്റർ എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. സോ V1 പ്ലസ് V2 തന്നെയായിരിക്കും V3 വരിക. ഓക്കെ, സോ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ആണ് ശരിക്കും അവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകൾ. നൗ ഒരു ഇതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കേണ്ടത്, നിങ്ങൾക്കൊരു കോമ്പിനേഷൻ നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ ഓരോ കോമ്പണൻറ്റിലേക്കുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായി നോക്കി വെക്കുക. ദെൻ കറണ്ട് ഡിവിഷൻ റൂൾ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ നന്നായി പഠിച്ചു വെക്കുക. പലപ്പോഴും നിങ്ങൾക്ക് സർക്യൂട്ട് മൊത്തം അനലൈസ് ചെയ്യാതെ, സർക്യൂട്ടിൽ ഫൈനലി എല്ലാ കോമ്പണൻറ്റും സോൾവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാത്രം നിങ്ങളുടെ അറ്റൻഷൻ തിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്.
Now, assertion reason question ആണ്. Static friction depends on area of contact but is independent of the material. That is the assertion. Reason says kinetic friction is independent of area of contact but depends on the material. Now, assertion is actually false and the reason is true. Friction is independent of area of contact and depends only on the normal reaction and also the materials that are in contact. For every pair of surfaces in contact, there is a certain mu. Mu-ne depend ചെയ്യും, reaction depend ചെയ്യും. So please remember that. Surface area ki role ഇല്ല. Now, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർക്കേണ്ട ക്വസ്റ്റ്യൻസ് അപ്ലൈഡ് ഫോഴ്സ് വേഴ്സസ് ഫ്രിക്ഷൻ ഗ്രാഫ് ഉണ്ട്. ഇനീഷ്യലി അത് ബിൽഡ് ചെയ്ത് പോവും, മാക്സിമം എത്തിയ സമയത്ത് പെട്ടെന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷനിലേക്ക് പിന്നെ കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് മാറും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിൽഡ് ചെയ്ത് പോവും, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തും, ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് അത് മാറും. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്, അത് നന്നായി ഓർത്ത് വെക്കുക. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ട്രെൻഡ് കാണുന്നതുകൊണ്ട് യു ക്യാൻ എക്സ്പെക്ട് ദറ്റ് ക്വസ്റ്റ്യൻ. നൗ കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മനസ്സിലാക്കി വെക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായി നോട്ട് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, understand the fact that static friction is always acting against impending motion. എങ്ങോട്ടാണോ മൂവ്മെൻറ്റിന് സാധ്യത ഉള്ളത് അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക. ആ കോൺസെപ്റ്റ് നന്നായി നോക്കി വെക്കുക. Now, another assertion reason question. Work done by electrostatic force on an object when moved on equipotential surface is always zero. Electric field lines fall perpendicular to equipotential surface. നോക്കൂ, ഒരു സർഫസ് ഈക്വിപൊട്ടൻഷ്യൽ ആവുന്നത് തന്നെ അതിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർലി ലാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സർഫസിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർലി ആണ് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ electric field will have no component along the surface. All the component of electric field will be perpendicular to the surface, which means when you try to move a charge along the surface, you don't have any electric field that is opposing you. So applied force vendi varilla, move ചെയ്യാൻ work vendi varilla. You can move charges along an equipotential surface without doing any work. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് തന്നെയാണ്. So both assertion and reason are true and reason correctly explains the assertion. That is true. Now, ഇതുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾ ഓർക്കേണ്ട ക്വസ്റ്റ്യൻസ് ആർ ആക്ച്വലി ഈസ് ഈക്വൽ ടു dV/dr ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസും അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും നന്നായി നോക്കുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് dV or delta V is equal to minus E dot dr from initial to final. ഈ കോൺസെപ്റ്റ് അങ്ങനത്തെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ 1-2 ഇക്വേഷൻസ് ഇല്ലേ, ആ ഇക്വേഷൻ നന്നായി നോക്കി വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയാൽ അതിൽ നിന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസും, ഇലക്ട്രിക് ഫീൽഡ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും, പൊട്ടൻഷ്യലിനുള്ള ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡും രണ്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന 2 സെറ്റ് ഓഫ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. You must have understood that Ex, Ey and Ez can be calculated by minus dou V by dou X minus dou V by dou Y and minus dou V by dou Z respectively. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ 2 ട്രാൻസ്ഫറും, അതായത് പൊട്ടൻഷ്യലിനുള്ള ഫംഗ്ഷൻ അറിയാമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്താൻ പറ്റണം, ഇലക്ട്രിക് ഫീൽഡിനുള്ള ഫംഗ്ഷൻ അറിയാൻ പറ്റുമെങ്കിൽ 2 പോയിന്റ് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് എത്താൻ പറ്റണം. ഈ 2 കണക്ഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ കാണുന്നത് ഇറ്റ്സ് ഫ്രം ന്യൂക്ലിയൈ. A nucleus of C13 breaks into C12 and a neutron. Find energy released. Atomic mass of C12 തന്നിട്ടുണ്ട്, C13ൻ്റെ atomic mass തന്നിട്ടുണ്ട്, and ന്യൂട്രോണിൻ്റെ മാസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Now, so how do we understand this question? എപ്പോഴും if there is certain amount of energy released in a reaction, products എപ്പോഴും കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും റിയാക്ടൻസിനേക്കാളും, അല്ലെങ്കിൽ റിയാക്ടൻസ് കുറച്ചുകൂടെ ഹയർ എനർജിയിലായിരിക്കും. ഓർ റിയാക്ടൻസിന് കുറച്ചധികം മാസ് ഉണ്ടാവും, പ്രൊഡക്ട്സിന് കുറച്ച് മാസ് കുറവായിരിക്കും. ഈ ഡിഫറൻസ് ഇൻ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ആ റിയാക്ഷനിൽ റിലീസ് ചെയ്യുക. സോ ഓൾ യു ഹാവ് ടു ഡു ഹിയർ ഇസ് ടു ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ മാസ്. ദാറ്റ് ഈസ് റിയാക്ടൻ്റെ മാസ്, ദാറ്റ് ഈസ് C13ൻ്റെ മാസിൻ്റെ അകത്ത് നിന്ന് കുറച്ച് കളയുക, C12 പ്ലസ് ന്യൂട്രോണിൻ്റെ മാസ് കുറച്ച് കളയുക, യു വിൽ ഗെറ്റ് ദ ചേഞ്ച് ഇൻ മാസ്, ദാറ്റ് ഈസ് ഡെൽറ്റ എം കിട്ടും. 0.00531 ആണ് കിട്ടുക. മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് 931 MeV. 931 MeV ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പ്ലീസ് നോട്ട് ഇറ്റ് ദെയർ. 931 MeV ഉണ്ട്. ദാറ്റ് ഗിവ്സ് യു 4.94 MeV. ദാറ്റ്സ് ദി ആൻസർ. നൗ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കേണ്ടത് ബൈൻഡിങ് എനർജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, Q റിലീസ്ഡ്, Q വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോട്ട് ചെയ്യുക. ന്യൂക്ലിയയിൽ നിങ്ങൾക്ക് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ ഇപ്പോൾ ഇല്ലാത്ത കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സെക്ഷനിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നൗ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ 200 microampere current,
galvanometer deflects by pi by 3 radians. For what value of current it will deflect by pi by 10 radian? Now, നോക്കൂ, ഡിഫ്ലക്ഷൻ കറണ്ടിന് linearly proportional ആണെന്നുള്ളതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ of a galvanometer here. So I will have to be proportional to theta. Theta 2 by theta 1 will have to be equal to I2 by I1. Ratio problem ആണ്. That is all you have to do here. 60 microampere ആണ് ആൻസർ വരിക. Now, similarly, ഓർത്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് based on this concept is current and voltage sensitivity നന്നായി നോക്കി വെക്കുക of galvanometers. And then conversion of galvanometer into ammeter and voltmeter ആ ഭാഗം നോക്കി വെക്കുക. സ്കെയിലിംഗ് അപ്പ് ഓഫ് നോക്കൂ, ഒരു 1 മില്ലി ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന അമ്മീറ്ററിനെ എങ്ങനെ 10 മില്ലി ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന അമ്മീറ്റർ ആക്കി മാറ്റാൻ പറ്റും, എത്ര ഷണ്ട് റെസിസ്റ്റൻസ് വേണം, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. These type of questions are very relevant here. Now, for given logic circuit, the truth table will be, നോക്കൂ, ഈ സർക്യൂട്ടിൽ you have one input for the AND gate is given as A. സെക്കൻഡ് ഇൻപുട്ട് വരുന്നത് ബി എന്നാണ്, പക്ഷേ ബീനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി സെക്കൻഡ് ആൻഡ് ഗേറ്റിൽ നിങ്ങൾ കാണുന്നത് ഒരു ചാനൽ വരുന്നത് നേരിട്ട് ബി ആണ്, സെക്കൻഡ് ചാനൽ വരുന്നത് സെക്കൻഡ് ഇൻപുട്ട് വരുന്നത് എന്നാണ് വരുന്നത്, പക്ഷേ എ കോംപ്ലിമെൻ്റ് ആണ്. സോ ദിസ് ഇസ് ബേസിക്കലി ഈ രണ്ട് ഇൻപുട്ടോട്, ഈ രണ്ട് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടോടെ ഒരു ഓർ ഗേറ്റിലേക്കാണ് ഇൻപുട്ടിന് പോകുന്നത്. സോ വാട്ട് വി ഹാവ് ഹിയർ ഇസ് എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു വൈ ആണ് നമ്മുടെ ഇക്വേഷൻ. സോ വളരെ ഈസി ആയിട്ട് ട്രൂത്ത് ടേബിൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഡി ഓപ്ഷൻ 4 ആക്ച്വലി ഈസ് ദ കറക്റ്റ് വൺ. നിങ്ങൾ കൃത്യമായിട്ടത് എയും ബിയും എഴുതി നോക്കി ആ എക്സ്പ്രഷനിൽ കൊടുത്തിട്ട് വൈൻ്റെ ആൻസർ ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് ടേബിൾ ഫോം ചെയ്യാൻ പറ്റും. നൗ, ഓർത്ത് വെക്കേണ്ട കോൺസെപ്റ്റ്സ്, ലോജിക് ഗേറ്റ്സ്, ബൂളിയൻ എക്സ്പ്രഷൻസ് നന്നായി നോക്കി വെക്കുക. ലോജിക് ഗേറ്റ്സ് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദർ ഇസ് ഹൈ പ്രോബിലിറ്റി ഫോർ ഫൈൻഡിങ് ക്വസ്റ്റ്യൻസ് ഫ്രോം ലോജിക് ഗേറ്റ്സ്. നൗ, next question. In a transformer, ratio of turns in primary to secondary coil is 10:1. If primary side voltage is 230 volt and frequency is 50 hertz, the resistance of the secondary side is 46 ohms, then find the output power. Noku, transformer equations are very common. ES by EP is equal to NS by NP. That is equal to IP by IS. ഇതൊരു ലോസ് ഇല്ലാത്തൊരു ട്രാൻസ്ഫോമറിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം 2023 വന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നൗ ഇസ് E2. ഔട്ട്പുട്ടിലുള്ള പൊട്ടൻഷ്യൽ, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് ആണ് എനിക്ക് ആദ്യം കാണേണ്ടത്. സോ ടു ഡു ദാറ്റ് ഐ ഡു E2 by E1 is equal to N2 by N1. N2 by N1 ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. N1 by N2 ആണ് 10:1. So N2 by N1 will be 1 by 10. So I'll get E2 as 23 volts. Now P2, power in the output will be equal to V2 square by R2. That is again 23 square divided by R2. Question that is 46. The answer will be 11.5 watt. So please remember that. LMSI so I'll use 11.5 watt as my answer. Now, similar ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഓർത്ത് വെക്കേണ്ടത്, എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ നന്നായിട്ട് ഓർത്ത് വെക്കുക. NP by NS റേഷ്യോ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷം ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. നൗ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Between two Polaroid placed in cross position, a third Polaroid is introduced. By what angle the introduced Polaroid should be placed should be rotated to get maximum intensity out of the intensity out of the system? Anyways, now നോക്കൂ, രണ്ട് പോളറൈസേഴ്സ് ഉണ്ട്. മ്യൂച്വലി ക്രോസ്ഡ് ആണ് രണ്ട് പോളറൈസേഴ്സ്. നൗ, ഈ രണ്ട് മ്യൂച്വലി ക്രോസ്ഡ് ആയിട്ട് പോളറൈസേഴ്സിൽ ഇവിടെ ലൈറ്റ് വന്നാൽ ഒരു പ്ലെയിനിലാണ് വൈബ്രേഷൻ ഉണ്ടാവുക. ആ വൈബ്രേഷൻ മുഴുവൻ സെക്കൻഡ് പോളറൈസർ ഷട്ട് ഡൗൺ ചെയ്ത് കളയും. ബട്ട് ഇഫ് യു കീപ് എ തേർഡ് പോളറൈസർ ഇൻ ബിറ്റ്വീൻ ദം വിച്ച് ഇസ് നോട്ട് അലൈൻഡ് along the first one or along the second one, ഒരു പ്രത്യേക ആംഗിളിൽ അത് വെച്ച് കഴിഞ്ഞാൽ you can actually get light out of the crossed system. ഇനിഷ്യലി ക്രോസ്ഡ് ആണ്, ഇടയ്ക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ക്രോസ്ഡ് അല്ലാതെയാവും. അത് മനസ്സിലാക്കാൻ വേണ്ടി ഐ ഡ്രോൺ ദ ഫിഗർ ഹിയർ. I0 ഫസ്റ്റ് പോളറൈസറിൽ വരുന്നു, സെക്കൻഡ് പോളറൈസറിൽ ഫസ്റ്റ് പോളറൈസറിൽ അയാൾ തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നത്. സോ യു വിൽ ഗെറ്റ് I0 by 2. ആദ്യത്തെ പോളറൈസർ അൺപോളറൈസ്ഡ് ലൈറ്റാണ് വരുന്നതെന്നുള്ളത് കൊണ്ട് I0 I0 by 2 ആക്കും. സെക്കൻഡ് പോളറൈസർ ആ I0 by 2 I0 by 2 cos സ്ക്വയർ തീറ്റയുടെ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ എന്താ പറയുക, പുറത്തേക്ക് അതിനെ എമിറ്റ് ചെയ്യും. നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, ഈ വരുന്ന റേഡിയേഷൻ ഇസ് ആക്ച്വലി ഫേസിങ് അനദർ പോളറൈസർ. ബട്ട് ദ പ്രോബ്ലം ഇസ് ഈ വൈബ്രേഷൻ ആക്സിസും ഈ സെക്കൻഡ് പോളറൈസറിൽ നിന്ന് വരുന്ന വൈബ്രേറ്റ് ചെയ്യുന്ന പാസ് ആക്സിസും തേർഡ് അച്ചാൽ ആ
ക്രോസ് ആദ്യമേ ക്രോസ് ആയിരുന്ന ആ പോളറൈസർ ഉണ്ടല്ലോ P1 P2. ആക്ച്വലി ദ ഫണി തിങ് ഇസ് ദ നെയിമിംഗ് ഇസ് ആക്ച്വലി ഡിഫറെൻറ്റ്. P1 P2 എന്നാ പറയുക, ഇടയ്ക്കാണ് P3 പറയുക. സോ ഈ P3യും P2 ആയിട്ടുള്ള ആംഗിൾ 90 മൈനസ് തീറ്റ വരും, ബിക്കോസ് ദി ആംഗിൾ ബിറ്റ്വീൻ P1 ആൻഡ് P2 ഇസ് 90. P1 P3യും തമ്മിലുള്ള ആംഗിൾ ഈസ് തീറ്റ. സോ ഒബ്വിയസ്ലി P3 ആൻഡ് P2 വിൽ ഹാവ് ടു ബി ഹാവിംഗ് എൻ ആംഗിൾ ഓഫ് 90 മൈനസ് തീറ്റ ബിറ്റ്വീൻ ദം, വിച്ച് മീൻസ് അയാൾ ഒരു cos square 90 minus theta factor കൂടെ അറ്റാച്ച് ചെയ്യും along with I0/2 cos square theta, which is actually I0/2 cos square theta into sin square theta, because sin square theta is cos square 90 minus theta. Now that evaluates to I0/2 sin square 2 theta. നോക്കൂ, sin square 2 theta ആണ് നമ്മൾ പോളറോയിഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി. നോക്കൂ, ഇവിടെ മാക്സിമം വരണമെങ്കിൽ സൈൻ സ്ക്വയറിന്റെ മാക്സിമം വരണമെങ്കിൽ ഇൻപുട്ട് ആംഗിൾ ഷുഡ് ബി 90 ഡിഗ്രീസ്. സോ 2 തീറ്റ 90 ആവണം, അല്ലെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആവണം എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. നൗ സിമിലർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആലോചിക്കുമ്പം റിമെമ്പർ മാലസ് ലോ ആൻഡ് റിമെമ്പർ സീരീസ് ഓഫ് പോളറോയിഡ്സ്. എൻ പോളറോയിഡ് സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ പോളറോയിഡും പ്രീവിയസ് പോളറോയിഡായിട്ട് സർട്ടൻ ആംഗിൾ ഉണ്ടാക്കുന്നു. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായി നോക്കി വെക്കുക. ആൻഡ് റിമെമ്പർ, ഓൾവേസ് റിമെമ്പർ ദാറ്റ് യു ഷുഡ് ഓൾവേസ് അക്കൗണ്ട് ഫോർ ദ ഫാക്ട് ദാറ്റ് ഒരു പോളറൈസറിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് ഔട്ട് I0/2. ഈ പോയിന്റോട് ഓർത്ത് വെക്കുക. നമ്മൾ ഏകദേശം ഇതിൻ്റെ അകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഒരു 20+ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ദർ ആർ മോർ ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ഹൗ ദ പേപ്പർ വാസ്. അപ്പോൾ നിങ്ങൾ അനാലിസിസിൽ ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഈ പ്രോക്സിമിറ്റിയിലുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ആൻഡ് കീപ് സ്റ്റഡിങ് ഹാർഡ്. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഹലോ ഡിയർ ആസ്പിരൻസ്, January 27 എക്സാം സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് സെക്ഷനിലെയും ഈവനിങ് സെക്ഷനിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മെമ്മറി ബേസ്ഡ് ആണ്. മെമ്മറി ബേസ്ഡ് എന്ന് പറയുന്ന സമയത്ത് എക്സാക്ട്ലി JEE എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾ ചിലപ്പോൾ മെമ്മറി ബേസ്ഡ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസ് പറയുന്ന സമയത്ത് ചിലപ്പോൾ കൺവേ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചില സമയത്ത് അവർ അതിലെന്തെങ്കിലും ട്രിക്കോ അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകാനുള്ള രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും ന്യൂമറിക്കൽ. അപ്പോൾ നമ്മൾ മെമ്മറി ബേസ്ഡിൽ പറയുമ്പോൾ അവിടെ നിന്ന് ആ പോർഷൻ ചോദിച്ചു, അങ്ങനെയായിരുന്നു ചോദ്യം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ രീതിയിലാണ് പറയാം. എക്സാക്ട്ലി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് JEEയുടെ ക്വസ്റ്റ്യൻ ശരിക്കും എന്താണ് JEE ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പൊതുവെ ആളുകൾ ഈസിയാണ്, ടഫാണ്, അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ടഫാണോ ഈസി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ആക്ച്വൽ ക്വസ്റ്റ്യൻ കണ്ട് അതിൻ്റെ ആൻസർ കീ വന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചത് തന്നെയാണോ അത് അങ്ങനെയൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒരു അനാലിസിസ് ആണ്. എക്സാക്ട്ലി സൊല്യൂഷൻ പറയലല്ല. ആ സൊല്യൂഷൻ എക്സാക്ട് സൊല്യൂഷൻ പറയണമെങ്കിൽ നമുക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻ അറിയണം. അങ്ങനെ നമുക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ല. പകരം ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇനി എക്സാം എഴുതാൻ പോകുന്ന ആളുകളെയാണ്. ഓൾറെഡി എക്സാം എഴുതി നിൽക്കുന്ന ആളുകൾ അവർക്ക് വിത്തിൻ ഒരു 10 ദിവസത്തിനുള്ളിൽ ഈവൻ റിസൾട്ട് അടക്കം വരും. അപ്പോൾ 10-15 ദിവസങ്ങളിൽ റിസൾട്ട് വരും. അതേപോലെ ആൻസർ കീ അവർ പ്രൊവൈഡ് ചെയ്യും, ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ ആ സൊല്യൂഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മളിനി എഴുതാൻ പോകുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെന്തൊക്കെ ശ്രദ്ധിക്കണം, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എങ്ങനെയാണ് JEE ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അവർ ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ, ഡയറക്റ്റ് ആണോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്നാമത്തെ എക്സാം പേപ്പർ തന്നെയായിരിക്കും അവർ 10ാമത്തെ എക്സാമിനും ഫോളോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട് സൊല്യൂഷൻ ഓർ എക്സാക്ട് സൊല്യൂഷന് ലിമിറ്റേഷൻ ഉണ്ട്. എക്സാക്ട് ക്വസ്റ്റ്യൻ അറിയാതെ നമുക്ക് എക്സാക്ട് സൊല്യൂഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യന് ആൻസർ പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ്റെ ഭാഗങ്ങൾ കൂടുതൽ പഠിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നതിന് പകരം വളരെ ഷോർട്ടായിട്ട് ഒരു സമയം നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ January 27 എക്സാമിന് നിങ്ങളൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഫിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക.
അല്ലാതെ 2 ദിവസം, ഇപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സാം ഉള്ളതെന്ന് വിചാരിക്കുക. നിങ്ങൾ 2 ദിവസവും ഈ എക്സാമിൻ്റെ പേപ്പറും അതിൻ്റെ കാര്യങ്ങളും അനലൈസ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ തപ്പിപ്പോയി അങ്ങനെ നിൽക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഇത്രയും കാലം എന്താണോ പഠിച്ചത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ പോരായ്മകളുണ്ട് നിങ്ങൾക്ക് തോന്നുമോ അതൊക്കെ നന്നാക്കുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് കാര്യമായ ഒരു വ്യത്യാസത്തിലേക്ക് പോകാതിരിക്കും. ഞാൻ പഠിച്ച ഭാഗങ്ങളൊന്നും അല്ല എക്സാമിന് ചോദിച്ചത്, ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ കംപ്ലീറ്റ് ഇവിടെ ഫോക്കസ് ചെയ്യണം, ഞാൻ ഇവിടെ പഠിച്ചതിൽ റിവൈസ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള നിലപാടുകളിലേക്കൊന്നും പോകാതിരിക്കുക. ഇതിന് കാര്യമായ ഇമ്പാക്റ്റ് കൊടുക്കാതിരിക്കുക. പകരം നമ്മൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഞാൻ ആ ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി റിപ്പീറ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പിന്നെ അവർക്ക് ക്വസ്റ്റ്യൻ എളുപ്പമാണ് വന്നത്, എനിക്ക് ടഫായിരിക്കും വരിക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. ജസ്റ്റ് 3 മണിക്കൂർ എങ്ങാനും ഇതിന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ജനുവരി 27 3 മണിക്കൂർ ഫിക്സ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്നതായിരുന്നോ, ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ, ഇനി അവിടെ ഞാൻ കുറച്ച് എക്സ്ട്രാ പഠിക്കേണ്ടതുണ്ടോ, അങ്ങനെ ജസ്റ്റ് കാര്യങ്ങളൊന്ന് അറിയുക. എന്നിട്ട് നിങ്ങൾ പണ്ടേ എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചത് അതിലേക്ക് തന്നെ പോവുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, റിവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിന് ഉപകാരമാകാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എത്രമാത്രം ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്, എല്ലായ്പ്പോഴും ഒരേ പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് സെക്ഷൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഷിഫ്റ്റ് 1 ഇനോർഗാനിക് കെമിസ്ട്രി നന്നായി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കില്ല ഇനോർഗാനിക് കെമിസ്ട്രി വളരെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമ്മൾ പൊതുവെ പ്രെഡിക്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എക്സാമിന് റെഡ്യൂസ്ഡ് സിലബസ് ആയതിന് ശേഷം നമ്മൾ ആദ്യത്തെ എക്സാമാണ് ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ നോക്കുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്. പക്ഷേ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു. അതായത് സിലബസ് പ്രകാരം ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരണം എന്നുള്ള നിലക്കുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതേപോലെ ഓർഗാനിക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള നിലക്കൊക്കെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കാം. പക്ഷേ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നന്നായിട്ട് ചോദ്യങ്ങൾ വന്നു. ഇനി സെക്ഷൻ 2 ആകുമ്പോൾ ട്രെൻഡ് അത് തന്നെ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. ഇനോർഗാനിക് കെമിസ്ട്രി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരിക അങ്ങനെ ചെയ്തിട്ടില്ല, ചെറിയൊരു വേരിയേഷൻ വന്നു. അപ്പം നമുക്ക് ഉറപ്പിച്ചിട്ട് ഇനി ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രി തന്നെ പഠിക്കണം അങ്ങനെയൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രി തന്നെ പഠിക്കുക, സെക്ഷൻ 1 ഫസ്റ്റ് ഷിഫ്റ്റിൽ ഇനോർഗാനിക് കെമിസ്ട്രി നന്നായിട്ട് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രി നന്നായിട്ട് പഠിക്കണം, അങ്ങനെയില്ല. എന്താ കാര്യം, സെക്കൻഡ് ഷിഫ്റ്റിലോട്ടേക്ക് വരുന്ന സമയത്ത് ഇനോർഗാനിക് കെമിസ്ട്രി അത്രക്ക് ചോദിച്ചിട്ടില്ല. അതിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഏറി വന്നിട്ടുണ്ട്, ഫിസിക്കൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് വരും. ഇനി ഫിസിക്കൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ ഷിഫ്റ്റിൽ സാധാരണ നമ്മൾ കൺസെപ്റ്റൽ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടിക്കുന്ന, അതായത് നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർമുല ഉപയോഗിക്കുക, കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്ന പോലെയാണ് ചോദ്യങ്ങൾ വന്നത്, ഡയറക്റ്റ് ആൻസർ പറയും. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടാകുമോ? അല്ല, കൺസെപ്റ്റലായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ഇത്രയും കാലം നമ്മൾ JEE മെയിൻസിലൊക്കെ കണ്ട നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻസിലൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് സൊല്യൂഷൻസ് ഒക്കെ പൊതുവെ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗമാണ്. പക്ഷേ ഇവിടെയൊക്കെ ചോദിച്ചത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഭാഗങ്ങളൊന്ന് ഓടിച്ചു പോവാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി അതിന് പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇനി മുതൽ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, അങ്ങനെ ഒരു മാറ്റമൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട. അങ്ങനെ ഒരു ഷിഫ്റ്റ് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എന്താണോ പഠിച്ചത് ആ രീതിക്ക് തന്നെ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കാൻ വേണ്ടിയിട്ട്, ഈ ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ടേബിൾ തരും. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് സൊല്യൂഷനും ഇതുപോലുള്ള ടേബിളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്, എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ, എന്താണ് ഇപ്പം നമ്മൾ മെമ്മറി ബേസ്ഡിലുള്ള സൊല്യൂഷൻ, അത് നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർത്തിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് ജസ്റ്റ് ഓടിച്ചു പോകാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഷിഫ്റ്റ് 1 ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലാണ് നമ്മൾ തുടങ്ങുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. CH4 കമ്പസ്റ്റൻ നടന്നു കഴിഞ്ഞാൽ CO2 കിട്ടും.
1 മോൾ CH4 കമ്പസ്റ്റൻ നടന്നു കഴിഞ്ഞാൽ 1 മോൾ CO2 കിട്ടും. 1 മോൾ CH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഗ്രാമാണ്. 1 മോൾ CO2 കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 ഗ്രാം കിട്ടും എന്നാണ്. പക്ഷെ അവർ പറയുന്നത് അവർക്ക് 22 ഗ്രാമേ കിട്ടിയിട്ടുള്ളൂ, പകുതിയെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അന്ന് എടുത്തത് എത്രയായിരിക്കും? പകുതിയായിരിക്കും. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആ സമയം ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ ആൻസർ പറയാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി എക്സാക്ട്ലി എന്ത് അവർ ഉദ്ദേശിച്ചു എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തത് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇപ്പോൾ ബേസിക് ആൻസറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് കിട്ടിയത്, അതും ഡയറക്റ്റ് ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 2n² ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ n-ന് 4 കൊടുത്തു കഴിഞ്ഞാൽ 32 വരും, 32 ഇലക്ട്രോൺസ്. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? S=+ഹാഫിൻ്റെ സ്ഥിതിയെ ചോദിച്ചിട്ടുള്ളൂ, S=−½ വേണ്ട. അപ്പോൾ നമുക്ക് 16 മതി, ബാക്കിയുള്ളതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടില്ല. അടുത്തത് പീരിയോഡിസിറ്റിയിലേക്ക് വന്നപ്പോൾ പീരിയോഡിസിറ്റിയിലെ ക്വസ്റ്റ്യന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഫ്ലൂറിൻ ഫിക്സ്ഡ് ആണ്, കാണിക്കൂല. അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് ഇതിപ്പോൾ നമ്മളിപ്പം ബോർഡ് എക്സാമില്ലേ, ബോർഡ് എക്സാമിന് ചോദിക്കുന്ന അതേ ലെവൽ MCQ ക്വസ്റ്റ്യൻസ് അത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അടുത്തത് പോളാർ മോളിക്യൂൾ, കെമിക്കൽ ബോണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആയിട്ടും പറയാം. കെമിക്കൽ ബോണ്ടിങ് മാത്രമല്ല, ഓർഗാനിക് കെമിസ്ട്രിയിലും നിങ്ങൾ ഈ പോളാർ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പോളാർ ആകുന്നത് CH-Cl3 ആണ്, ബാക്കിയുള്ളതൊക്കെ പൊളാരിറ്റി ക്യാൻസൽ ആയിപ്പോവും. ഇപ്പോൾ കെമിക്കൽ ബോണ്ടിങ് പ്ലസ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയും, ഇതൊക്കെ കൺസെപ്റ്റലാണ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്, അല്ലാതെ ചാപ്റ്റർ വൈസിന് പകരം കൺസെപ്റ്റ്, അതൊരു കൺസെപ്റ്റാണ്, പോളാരിറ്റിയുടെ കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ഔട്ട് സം ഓഫ് ബോണ്ട് ഓർഡർ ഓഫ് CO ആൻഡ് NO+. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പ്രത്യേകത, ഇതൊക്കെ ഒരുപാട് തവണ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം സിയോയുടെ ബോണ്ട് ഓർഡറും NO+ൻ്റെ ബോണ്ട് ഓർഡറൊക്കെ 3 3 എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ ആ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്തി, ഇതും സം ചെയ്താൽ കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളത് നിനക്ക് ചോദിച്ചു. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഡെപ്തിൽ പോകണ്ട, സർഫസിൽ കാര്യം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് സമയവും നന്നായിട്ട് ലാഭിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ കെമിസ്ട്രിയിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അപ്പോൾ സമയം ലാഭമായിരിക്കും. പിന്നെ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ പ്രത്യേകത, ഇത് പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഇത് ആൻസർ പറയാൻ പറ്റില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ലെവലായ ആളുകളാണ് ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ആൻസർ പറയാം, എന്നിട്ട് ഈസി എന്നൊക്കെ പറയാം. അല്ലാതെ ഒരു +2 ബേസ്ഡ് പഠിച്ച ആൾക്ക് പെട്ടെന്ന് ഈ കാര്യം ഇതേ സ്പീഡിൽ പറയാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. എല്ലാവർക്കും ഈസി എന്നല്ല, ഓൾറെഡി നന്നായി പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് ഈസി എന്നുള്ളതാണ്. അല്ലാതെ NCERT-യോ +1 +2 പഠിച്ച ആൾക്ക് എളുപ്പം എന്നല്ല. അവർ ഈ രീതിയിൽ JEEയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, NCERT നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസി എന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. S ബ്ലോക്കിന് നമുക്ക് ഇപ്പോൾ ഗോൾഡൊക്കെ കിട്ടുന്ന പോലെ പ്യൂർ ഫോമിൽ ആരെ കിട്ടില്ല, S ബ്ലോക്കിലുള്ള ആളുകൾ കിട്ടില്ല. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. 4F 5 സീരീസും പീരിയോഡിക് ടേബിളിൻ്റെ താഴെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമോ എന്നുള്ളതാണ് ഡൗട്ട്. ഇപ്പോൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണോ JEE ചോദിച്ചത് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആക്ച്വൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫസ്റ്റ് എക്സാമാണ്. ഫസ്റ്റ് എക്സാമിന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുന്നോ, ഫിസിക്കലിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുന്നോ, ഓർഗാനിക് ആയിരിക്കുമോ കൂടുതൽ വരിക, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഫിസിക്കലായിരിക്കുമോ കൂടുതൽ വരിക, അങ്ങനെയുള്ള ഒന്നും നമ്മുടെ മൈൻഡിലില്ല. നമ്മൾ സീറോ ഉറപ്പ് നമ്മളടുത്ത് 0 ആണ്. അങ്ങനെയുള്ള ഒരാൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സ്റ്റുഡൻറ്റിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ചിലപ്പോൾ ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ചോദിക്കുമോ എന്നുള്ളത് ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി ഇതിൻ്റെ ഒരു അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനോർഗാനിക് കെമിസ്ട്രി പൊതുവെ അറിയാം NCERT ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എക്സാം ഹാളിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ പോയിട്ട് ആൻസർ നോക്കുന്ന സമയത്ത് എല്ലാം NCERT-ൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയും ഈസിയാണ്. പക്ഷേ നിങ്ങൾ ഈ എക്സാമിന് മുന്നേ പോകുന്ന സമയത്ത് നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു NCERT-ൽ എന്ത് വേണേലും ചോദിക്കാമല്ലോ, ലൈൻ ബൈ ലൈൻ അല്ലേ.
എന്ത് വേണേലും ചോദിക്കാം, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യത്തിൽ നമ്മൾ ഒരു 200 കാര്യം പഠിച്ചതിൽ നിന്ന് ഒരു ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ പൊതുവേ വിചാരിക്കുന്നതും എക്സെപ്ഷൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഈ പ്രശ്നം ചിലപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കീ ഒക്കെ വന്നതിന് ശേഷം പറയുമ്പോൾ NCERT ബുക്ക് വെച്ച് പറയുന്ന സമയത്ത് നമുക്ക് പറയാം ഈസി. അപ്പൊ ഈ പ്രശ്നം സ്റ്റുഡന്റ് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ രീതിയിലാണ് പേഴ്സൻറ്റേജിലും കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ അതിൽ നിങ്ങൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഡയറക്റ്റ് പോയിട്ട് ഈസി ടഫ് അങ്ങനെ ഒരു അനാലിസിസ് നടത്തി നമുക്ക് ഈസി അവർക്ക് ടഫ് അങ്ങനെയുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ അവർക്ക് ഈസി അവർക്ക് ഈ ഈസി നമുക്ക് ടഫ് അങ്ങനെയുള്ള കമ്പാരിസൺസിലൊന്നും പോവാതിരിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചതിൽ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കുക, പരിപാടി കഴിഞ്ഞ് 3 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞ് വിടുക. നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇത് NCERT ആണ്. അപ്പോൾ NCERT വായിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ P ബ്ലോക്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. റിഡോക്സ് എന്നാണ് ചോദ്യം, ഈസിയാണ്. ഇവിടെ ചില സമയങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പം നമുക്കറിയാം സൾഫറിന് മാക്സിമം +6 ആണ്. അപ്പോൾ ചില കോമ്പൗണ്ട്സ് ചെയ്തു നോക്കുമ്പോൾ സമയത്ത് സൾഫറിന് +8 കിട്ടും. അപ്പോൾ ആൻസർ തെറ്റാണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അവർ അതും ചോദിച്ചിട്ടില്ല. എസ് +8 ആകുന്ന ക്വസ്റ്റ്യൻസ് കാണാം, പക്ഷെ അപ്പോൾ നമ്മൾ സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് ഇത് +8 ആകില്ല, ഇത് +6 പോകുള്ളൂ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിൽ അതുമില്ല, ഡയറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ +4 ഉള്ള ആളുകളെ ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 ആളെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ BaSO4 SO4 2- എന്നൊക്കെ കാണുന്ന സമയത്ത് +6 ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 3 പേരെ കിട്ടും. ഇപ്പോൾ 3 പേരെ കിട്ടുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഈസിയാണ്, ആൻസർ 3 വരും. അപ്പോൾ അത് നോക്കുക. പിന്നെ ഇത് ആർക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ല, ചെയ്യാൻ അറിയില്ല എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും, വാട്സപ്പിൽ കിട്ടും. അപ്പോൾ അത് നോക്കിയാലും മതി. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, D ബ്ലോക്ക് ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. D ബ്ലോക്ക് NCERT അങ്ങനെ തന്നെ വായിക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ പ്രത്യേകത, ഇത് ഈ നീറ്റുകാർ എഴുതി കഴിഞ്ഞാൽ അവർക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു എക്സാമാണിത്. ഫസ്റ്റ് സെക്ഷനിൽ നീറ്റുകാർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പോർഷൻസ് ഈ എക്സാമിന് നീറ്റുകാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് സ്കോർ ചെയ്യും. ഇപ്പോൾ സാധാരണ JEEയുടെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നീറ്റുകാർ JEEയുടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കെമിസ്ട്രിയിൽ നിന്ന് ഒരു അറൗണ്ട് 80 മാർക്സ് കിട്ടിക്കാം, നമ്മുടെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രകാരം. ഇനി അടുത്തത് നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് മാക്സിമം മാഗ്നറ്റിക് മൂവ്മെൻറ്റ്. ഇതിലാർക്കാണ് മാക്സിമം മാഗ്നറ്റിക് മൂവ്മെൻറ്റ്? അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് നോക്കിയാൽ മതി. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുന്ന സമയത്ത് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കൂടും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം, ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെന്നോ മെറ്റൽ അയോൺ ആണെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഒരു മെറ്റൽ അയോൺ എന്നുള്ള നിലക്ക് എടുത്തിട്ട് ആൻസർ പറയണം, അതായത് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ പറയണം. D3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊന്നും നോക്കണ്ട, 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും. D8 എപ്പോഴും 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അത് മെറ്റലിൻ്റെ കേസ് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പെട്ടി വരച്ചിട്ടല്ലേ പറയാം. അപ്പോൾ ഇതിൽ 5 ആണ് മാക്സിമം വരിക. 5-ന് മേലോട്ട് അങ്ങോട്ട് വരും തോറും 6 ആകുമ്പോൾ 1 പെയറിങ് വരും, 7 ആകുമ്പോൾ 2 പെയറിങ് വരും. അപ്പോൾ 6 ആകുമ്പോൾ 1 പെയറിങ്ങേ വരുന്നുള്ളൂ. ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 6 ആകുമ്പോൾ 1 പെയറിങ് വരും, 4 എണ്ണം ഫ്രീ ആണ്, 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അവർക്ക് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കൂടും. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ്. അടുത്തത് മാക്സിമം സ്പിൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ D&F ബ്ലോക്കും കോർഡിനേഷനും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, D&F എന്നും കോർഡിനേഷനും വന്നിട്ടുണ്ട്. ഇവിടെയും മാക്സിമം സ്പിൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ ഈ സ്ട്രോങ് ഫീൽഡ് ആളുകൾക്ക് കുറവായിരിക്കും എന്നുള്ള ഒരു ഡയറക്റ്റ് കാര്യം ഓർത്ത് വെക്കുക. വീക്കായിട്ടുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലാവരും ബാക്കിയുള്ള 3 പേരും വീക്കാണ്. Fe3+ ഉണ്ട്, Fe3+ D5 വരുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വീക്കല്ലേ, പെയറിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് മാത്രം എളുപ്പമുള്ളതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, JEEയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത ആളുകൾക്ക് ഇതറിയാം. അല്ലെങ്കിൽ മെപ്പ് ബ്ലോക്കിൻ്റെ ഒക്കെ കോൺഫിഗറേഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണം, എങ്ങനെ എഴുതുക എന്നുള്ളത് അറിയണം. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്.
അടുത്തത് പ്രാക്ടിക്കൽ കെമിസ്ട്രി. ഇവിടെയാണ് നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ പറയാനുള്ള ഭാഗം ഈ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ കേസിലാണ്. ഇപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി പൊതുവെ ആളുകൾ ടഫാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, സ്കിപ്പ് ചെയ്യാനൊക്കെ നോക്കുന്ന ഭാഗമാണ്. പക്ഷേ ശ്രദ്ധിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്ന ഭാഗമാണ് പ്രാക്ടിക്കൽ കെമിസ്ട്രി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ PbCrO4 + NaOH എന്നൊക്കെ കാണുന്ന നമുക്ക് ഇതെവിടെ നിന്നാണ് ചോദിച്ചതെന്നൊന്നും മനസ്സിലാവില്ല. എന്താ ഈ ചോദ്യം, ഇത് ഡി ബ്ലോക്ക് ആണോ അല്ലെങ്കിൽ കോർഡിനേഷൻ ആണോ എന്താ കാര്യം മനസ്സിലാവില്ല. അപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി അറിയുന്ന ആൾക്ക് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, NCERTയുടെ മെറ്റീരിയലാണിത്. അപ്പോൾ അവർ PbCrO4 NaOH നോക്കിയേ, നമ്മൾ PB2+ ടെസ്റ്റ് പറയുന്ന സ്ഥലത്താണ്, PB2+ ടെസ്റ്റ് പറയുന്ന സ്ഥലത്താണ് ഈ കാര്യങ്ങൾ കാണുക. PB2+ ടെസ്റ്റ് പറയുന്ന സ്ഥലത്ത് നമുക്കിതിനെ കാണാം. അപ്പോൾ അതിൽ ഇപ്പം നിങ്ങളോട് ചോദിച്ചത് ഇതിൽ PbCrO4 ഉണ്ട്, NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കിട്ടും. ഒരു ഏരോ മാർക്കാണ്, പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് ഇതാണ് Na2PbOH4. ഇനി അടുത്ത എക്സാമിന് വേണമെങ്കിൽ ഇയാൾ ആരാന്നായിരിക്കും ചോദിക്കും. ഇനി ഇവിടെ നോക്കിയേ, അടുത്ത എക്സാമിന് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് അവർ ചോദ്യം ചോദിച്ചല്ലോ, അപ്പോൾ ഇതേ ചോദ്യം തന്നെ അടുത്ത എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് നിർബന്ധമില്ല. അവർ ചോദിച്ചോളണമെന്ന് യാതൊരു ഐഡിയ നമുക്കില്ല, ചോദിക്കില്ലോ എന്ന് നമുക്കറിയില്ല, ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ PbCl2 ഉണ്ട്, PB2+ സോഴ്സാണ്. K2CrO4 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവരടുത്ത എക്സാമിന് പറയുന്നത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, കോമ്പൗണ്ട് ഏതാ ചോദിക്കും. അപ്പോൾ നമുക്ക് PbCrO4 എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. അടുത്ത എക്സാമിന് അവർ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, PbCrO4 NaOH ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Na2PbOH4 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് പ്രാക്ടിക്കൽ കെമിസ്ട്രി പഠിച്ച ആളുകൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിൽ ഇവർ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. ഈ ഭാഗത്ത് നമ്മൾ ഇത് വേണമെങ്കിൽ എല്ലാവരും പഠിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓർമ്മ എന്നുള്ള നിലക്ക് ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇവിടെ അവരെന്ത് ചെയ്തു, കോർഡിനേഷൻ കെമിസ്ട്രി മിക്സ് ചെയ്തു. ഈ കോമ്പൗണ്ടിൻ്റെ കോർഡിനേഷൻ നമ്പർ ചോദിച്ചു. അപ്പോൾ ആളുകൾക്ക് ഡൗട്ട് വരും. ഇപ്പോൾ പറഞ്ഞ പോലെ PbOH 4 ആണോ 6 ആണോ അങ്ങനെ ഡൗട്ട് വരും. അപ്പോൾ ആ ഡൗട്ട് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതായത് കൃത്യമായി പഠിച്ചിരിക്കണം അവിടെ, അല്ലാതെ നമ്മൾ വെറുതെ ഒരു പഠിത്തം പഠിച്ചാൽ പോരാ. കൃത്യമായിട്ട് ഇതേപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെയൊക്കെ ചോദ്യം വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കും. അപ്പോൾ ഈ കോമ്പൗണ്ട് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് എന്നുള്ളത് പ്രാക്ടിക്കൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരണം. ഇപ്പം നമ്മൾ JEEയുടെ ഒരു എൻഡ് ഗെയിം സീരീസിൽ നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോയി നോക്കുകയാണെങ്കിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യനും അവിടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ഇതേപോലെ നിങ്ങളോട് എന്ത് ചോദിക്കും, ബ്രൗൺ റിംഗ് ടെസ്റ്റിലെ കാര്യങ്ങൾ ചോദിക്കും. ബ്രൗൺ റിംഗ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുക. അവിടുത്തെ കോർഡിനേഷൻ നമ്പർ ചോദിക്കും, അല്ലെങ്കിൽ അവിടുത്തെ കോർഡിനേഷൻ നമ്പർ ചോദിക്കുന്നതിന് പകരം അവിടുത്തെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരാം. അപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി എക്സാക്ട്ലി NCERT ആണ്. പക്ഷെ അവിടെ നിങ്ങൾ ഇത് പറയുന്നതിനോടൊപ്പം എന്തുകൂടി ശ്രദ്ധിക്കാം, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ പ്രാക്ടിക്കൽ കെമിസ്ട്രി അവർ വെറും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ മിക്സ് ചെയ്യും. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെയോ അല്ലെങ്കിൽ ഡി ബ്ലോക്കിലെയോ അല്ലെങ്കിൽ ഓർഗാനിക്കിലെയോ ഒക്കെ കൺസെപ്റ്റുകൾ മിക്സ് ചെയ്യും. അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു മാർക്കല്ല, ഒരു ക്വസ്റ്റ്യൻ വന്നു 4 മാർക്ക്, അടുത്തത് വീണ്ടും എന്ത് തന്നെയാണ് ചോദിച്ചത്, പ്രാക്ടിക്കൽ കെമിസ്ട്രി തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ NaCl തന്നു, K2Cr2O7 തന്നു, ഡയറക്റ്റ് അവർ ബാലൻസ് ചെയ്തിട്ടൊന്നുമില്ല, ബാലൻസ് ചെയ്തിട്ട് തരികയില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നാണ്, ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് മുന്നേ ഇയാളെ ചോദിച്ചിട്ടുണ്ട്. ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് മുന്നേയും വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്തു, ചോദ്യം ചോദിച്ചു, പക്ഷെ ആ ചോദിച്ച രീതി മാറി. അപ്പോൾ ഇയാളെ കിട്ടി, ഇതറിയാം. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് എക്സാക്ട്ലി ബാലൻസ്ഡ് ആയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല. ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റിഡോക്സ് റിയാക്ഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റും. പകരം ഇന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും പഠിക്കണം, മറന്നുപോകരുത്. CrO2Cl2 ഇനി എന്ത് ചെയ്യാണ്, അടുത്ത അവർ പറയാം അക്വസ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ പിന്നെ എന്തൊക്കെ കിട്ടും? അപ്പോൾ ഇവിടെ അവർ ഓപ്ഷൻസ് ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഓപ്ഷൻ തരാനാണ് കൂടുതലും ചാൻസ്. അവസാനം എന്ത് കിട്ടും, PbCrO4 CrO2Cl2 ഓപ്ഷൻ തരാനായിരിക്കും ചാൻസ്. ABCDയിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് തരാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, PbCrO4 യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അതേപോലെ ക്രോമൈൽ ക്ലോറൈഡും കിട്ടും. അപ്പോൾ ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ആണ്, ഡയറക്റ്റ് NCERT ആണ്.
അപ്പോൾ NCERT വായിക്കുന്നതിൽ ഒന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി പ്രത്യേകിച്ച് NCERTയിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. സൊല്യൂഷൻസിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. JEEയുടെ മെയിൻസിന് സൊല്യൂഷന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യന് എന്തല്ല, ഈ ലെവലല്ല, ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷനിൽ ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. റൗൾസ് ലോ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്, ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. അടുത്തത് തെർമോഡൈനാമിക്സ് പ്രീവിയസ് JEE ക്വസ്റ്റ്യൻസ് ചെയ്ത ആളുകൾക്ക് ഈസി ആയിട്ട് കിട്ടേണ്ട ഭാഗമാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഐസോതെർമൽ എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഐസോതെർമൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ വരും ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0. ഐഡിയൽ ഗ്യാസ് ആണ് ഐസോതെർമൽ. ഐഡിയൽ ഗ്യാസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഹീറ്റ് ചോദിക്കുന്നു, Q ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, -W ആയിരിക്കും. അപ്പോൾ ഡബ്ല്യൂയുടെ ഇക്വേഷൻ നമുക്ക് P ഡെൽറ്റ V അറിയാം. ഡെൽറ്റ V കാണാനുള്ളത് 45 30 തന്നിട്ടുണ്ട്. അപ്പോൾ 15 ഡിഫറൻസ് വരും. ഇനി ഇവിടെ പ്രഷർ പറഞ്ഞാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഷർ അവർ കിലോ പാസ്കലിലാണ് തന്നത്. K വിട്ടുപോകാൻ പാടില്ല. അതേ ഇതിലൊരു പോയിന്റ് ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഈസിയാണ് അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. പക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം. എന്നിട്ട് ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജൂളിൽ പറയുകയും വേണം. ആൻസർ ജൂളിൽ പറയണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക ന്യൂമറിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. ഇനി ഇക്വിലിബ്രിയത്തിലെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്, ഈസി ക്വസ്റ്റ്യൻ. ഇക്വിലിബ്രിയത്തിൽ നിന്ന് പ്രോബ്ലംസ് ആണ് നമ്മൾ പൊതുവേ പ്രതീക്ഷിക്കുക, പക്ഷേ പ്രോബ്ലം തന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സൊല്യൂഷനിലാണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വിലിബ്രിയം ആണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഒരു ഇനോർഗാനിക് കെമിസ്ട്രി പോലെയാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എളുപ്പമാണ്. ഫിസിക്കൽ കെമിസ്ട്രി വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എക്സ്പെരിമെൻറ്റ് 1 എക്സ്പെരിമെൻറ്റ് 2 എക്സ്പെരിമെൻറ്റ് 3 കൈനറ്റിക്സ് ആണ്. ഇതും ഒരുപാട് പ്രീവിയസ് എക്സാംസ് ഒക്കെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത ആളുകളാണെങ്കിൽ ഇതും നമ്മളങ്ങനെ പെന്നും പേപ്പറൊന്നും എടുത്ത് അധികം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റും. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് 1 ഇതാ കോൺസെൻട്രേഷൻ തന്നിട്ട് 0.005, ഇത് ഡബിൾ ആകുകയാണ്. ഡബിൾ ആകുന്ന സമയത്ത് റേറ്റിൽ എന്താ വ്യത്യാസം വന്നത്, റേറ്റിൽ ഇതാ ഇയാൾ 10⁻⁻⁴, ഇയാൾ 10⁻⁻3. അത് ശ്രദ്ധിക്കണേ. ഇനി നോക്കാം, 7.5 എന്തായി, 3 ആയി. അപ്പോൾ 7.5 3 ആകുക എന്ന് പറയുന്ന സമയത്ത് ചെറുതാകല്ല ചെയ്തത്. ഇവിടെ യൂണിറ്റ് ശ്രദ്ധിക്കുക, 10⁻⁻3 യൂണിറ്റ് അല്ല, 10⁻⁻3യുടെ ഭാഗം നോക്കുക. ഒരാൾ 10⁻⁻3 ആണ്, ഒരാൾ 10⁻⁻4 ആണ്. അപ്പോൾ ഇവിടെ ഡബിൾ ആകുന്ന സമയത്ത് ഇവിടെ 4 ടൈംസ് ആയി റേറ്റ്. ഇത് കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റ് 4 ടൈംസ് ആയി. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതെന്തായിരിക്കും, സെക്കൻഡ് ഓർഡർ ആയിരിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റ് നേരെ എന്ത് ചെയ്യാണ്, 4 ടൈംസ് ആകുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഇക്വേഷൻ തരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പറയാം ഓർഡർ 2 ആണെന്നുള്ളത് പറയാം. ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർമുല ബേസ്ഡ് ആണ്, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അടുത്ത ഇലക്ട്രോ കെമിസ്ട്രി. ഇതും ഒരുപാട് തവണ JEE ചോദിച്ച ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 5, 6 ഇത് എത്ര ml, ഇപ്പം നമുക്ക് 22.4 ലിറ്റർ ആണെങ്കിൽ 22.4 ലിറ്റർ ആണെങ്കിൽ നമ്മൾ പൊതുവെ 1 മോള് കണക്ക് പറയും. പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രി വരുന്ന സമയത്ത് നമ്മൾ ഈക്വലൻ്റ് വെയിറ്റിലാണ് കാര്യങ്ങൾ പറയും. അപ്പോൾ 5600 ml വരുന്ന സമയത്ത് അത് 1 ഈക്വലൻ്റ് ആണെന്ന് നമുക്കറിയാം. ഓക്സിജന് വരുന്ന സമയത്താണ് O2ന് 1 ഈക്വലൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ 1 ഈക്വലൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ചോദിച്ചത് അതേ എമൗണ്ടിലാണ്. അപ്പോൾ അവിടെയും നമ്മൾ 1 ഈക്വലൻറ്റിൻ്റെ കാര്യം പറയണം. അപ്പോൾ AG പ്ലസ് ഇതാണ് ആൾ, AG പ്ലസും AGയും ആണുള്ള ആൾ. അപ്പോൾ അവർ 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്, 1 ഈക്വലൻ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ എന്താണോ വെയിറ്റ് തന്നത് അത് തന്നെയായിരിക്കും ആൻസർ. അപ്പോൾ ആ ഈക്വലൻ്റ് വെയിറ്റിൻ്റെ കൺസെപ്റ്റ് അറിയോ ഇല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ ഈക്വലൻ്റ് വെയിറ്റിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള കറണ്ടാണ് പറയുന്നത്. അത് 1 ഈക്വലൻ്റ് ആണ് തന്നതെന്ന് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. മുന്നേ ചോദിച്ചതാണ് 5.6 ലിറ്ററിൻ്റെ കാര്യം മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിച്ചതാണ്. അവിടെ എന്ത് ചെയ്യാണ്, അവർ AGയുടെ കാര്യം കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ AG 1 ഈക്വലൻ്റ് വരുന്ന ആൻസർ 108 വരും. ശരി, ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരാം. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് പ്യൂർലി കൺസെപ്ച്വലാണ്. അല്ലാതെ അവർ പാടത്തുനിന്ന് ഒരു ചോദ്യം ചോദിച്ചു അങ്ങനെ പറയാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ കുറവാണ് കണ്ടത്. കൺസെപ്റ്റ് ചോദിച്ചു, ഒരുപാട് കൺസെപ്റ്റ് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈനോൾ കണ്ടന്റ് കൂടുതൽ ഏതാണെന്നാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ട് ഈനോൾ കണ്ടന്റ്.
അപ്പോൾ ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഒരു ഫീനോൾ ടൈപ്പ് സിസ്റ്റത്തിലേക്ക് മാറുന്നുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അരോമാറ്റിക് ആകുന്നു. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. അപ്പോൾ ഇത് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താണ്, അതേപോലെ റിപ്പീറ്റ് ചെയ്തല്ല, അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ മാറ്റി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുന്നേ കണ്ട് ശീലിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ആൽഡിഹൈഡിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം, അതേപോലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണെന്നും പറയും, GOC ആണെന്നും പറയും. അപ്പോൾ ആരാണ് മോസ്റ്റ് അസിഡിക് എന്നാണ്. അസിഡിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം H+നെ വിട്ട് കൊടുത്തതിന് ശേഷം ആരാണ് സ്റ്റേബിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആൾഡോളൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കാനിസാറൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആൽഫ ഹൈഡ്രജൻ അവിടെ നിന്ന് H പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പഠിച്ചവർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മനസ്സിലാവും, ഇവിടെ എന്ത് ചെയ്യും, H+ പോവും, മൈനസ് ആവും. H+ പോയതിന് ശേഷം ആരാണോ സ്റ്റേബിൾ അവരാണ് എന്ത്, നല്ല ആസിഡ്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് മൈനസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇത് ഇയാളുണ്ട് ഇയാളുണ്ട്. അപ്പോൾ ഇത് ഈസിയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ആൽക്കഹോൾ, ഫീനോൾ, ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതും ഈസിയാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത്, ഫിനോളിൻ്റെ ഒക്കെ അസിഡിറ്റി ആണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫിനോളിൻ്റെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ ഫിനോൾ ടൈപ്പ് സിസ്റ്റമാണ് ആൽക്കഹോൾ ടൈപ്പ് സിസ്റ്റങ്ങളെക്കാൾ മോർ അസിഡിക്. ഫിനോൾ ടൈപ്പ് സിസ്റ്റമാണ് മോർ അസിഡിക്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആൻസർ ഇത് വരും. അപ്പോൾ ഇവിടെ 2 പേര് കഴിഞ്ഞു. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ, ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അസിഡിറ്റി എന്ത് ചെയ്യും, അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു, അസിഡിറ്റി ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇതിനേക്കാളും അസിഡിക്ക് ഇയാളായിരിക്കും. അപ്പോൾ ഇത് 2, 1, 3, 5, 4. അപ്പോൾ ഇതൊന്നും നമ്മൾ പിന്നെ കംപ്ലീറ്റ് പറയണമെന്ന ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ 2, 3 ആളുകളെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്. അപ്പോൾ ഇത് ഫിനോൾ, ആൽക്കഹോൾ, ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഇനി ഈ ക്വസ്റ്റ്യനൊക്കെയാണ് ഇതൊക്കെ എന്താ JEE എന്താ ചെയ്യുന്നത് എന്ന് ചോദിപ്പിക്കുന്ന ഒരു ഏരിയ ഇതാണ്. ഇത് NCERT അങ്ങനെ തന്നെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്, NCERT ടെക്സ്റ്റാണ്. ഓർഗാനിക്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാറില്ല, പക്ക ഡയറക്റ്റ് ആയിട്ടൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല. ചോദിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഇത് പ്യുവർലി എന്താണ്, എളുപ്പമുള്ള ഭാഗമാണ്. അത് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ വെറുതെ വേറെ മെറ്റീരിയലൊക്കെ നോക്കി പോയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ഒന്നാമത്തെ എക്സാമിന് JEEയിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്ന ഒരാൾക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് അത് എന്താണ്, മാനേജബിൾ ആണോ, അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടത് തെറ്റിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പേഴ്സൻറ്റേജിലല്ലേ കാര്യങ്ങൾ പറയാം, അപ്പോൾ കമ്പാരിസനാണ്. അപ്പോൾ നമുക്ക് ഈസി ആണെങ്കിൽ മറ്റേ ആൾക്ക് ഈസി ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഈസി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പേഴ്സൻറ്റേജിൽ കൂടും. അപ്പോൾ അത് കമ്പാരിറ്റീവ് ആണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്കത് കമ്പയർ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ഈ ക്വസ്റ്റ്യനും ആളുകൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത്രയും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കുമോ, ഇതായിരിക്കും അവർ ഉദ്ദേശിച്ചത് എന്നുള്ള നിലക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ആളുകളോട് തെറ്റിപ്പോയിട്ടുണ്ടാകും. ഇനി ഇത് +1 പഠിക്കുന്ന ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നും പറയാനില്ല, ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ഈ കോമ്പൗണ്ട് വന്നിട്ട് ഇത് സൈക്ലിക് ആണോ, അസൈക്ലിക് ആണോ, അരോമാറ്റിക് ആണോ, ആൻറ്റി അരോമാറ്റിക് ആണോ എന്നുള്ളത് JEE ചോദിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു അത്ഭുതമാണ്. ഇപ്പോൾ കീമൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് പെട്ടെന്ന് പറയാം. പക്ഷെ JEEയിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വിശ്വസിക്കാൻ പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇതും ഡയറക്റ്റ് ആണ്. ആലിഫാറ്റിക് ആയിട്ട് ഉള്ള ആളുകളുടെ ബേസിസിറ്റി, അരോമാറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ബേസിസിറ്റി, ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആളുകളിലൊക്കെ ഡീലോക്കലൈസേഷൻ വരും, ഇയാൾക്ക് ഡീലോക്കലൈസേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ലോൺ പെയർ അവിടെ ഉണ്ടാവും, നന്നായിട്ട് ബേസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റാ ഡയറക്റ്റിംഗ് എഫക്റ്റ് കാണിക്കുന്ന ആളുകൾ. അപ്പോൾ മെറ്റാ ഡയറക്റ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ ഈസി ആയിട്ട് പറയും, പക്ഷേ ഇവിടുന്ന് ഒരെണ്ണം തെറ്റിപ്പോയാൽ പോയി. ഇപ്പോൾ 8 പേരുണ്ട്, 8 പേരിൽ എനിക്ക് ഒരാളെ അറിയില്ല, അങ്ങനെ ആകുമ്പോൾ ആൻസർ തെറ്റാണ്. ചോദ്യം എളുപ്പമാണ്, പക്ഷെ ഒരാളെ അറിയില്ലെങ്കിൽ ആൻസർ തെറ്റാണ്. അപ്പോൾ ഇയാളിപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. COH എനിക്കറിയാം, NO2 അറിയാം, CN അറിയാം, COR അറിയാം.
എനിക്ക് സി എല്ലിൽ ഡൗട്ട്, അപ്പോൾ ഞാൻ സി എല്ലിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. അപ്പോൾ ആ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഈസി എന്ന് പറഞ്ഞിട്ട് ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രശ്നം ആക്ച്വലി ആള് ആ ആൻസർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കീഴിൽ പറഞ്ഞ ആൻസർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി തന്നെയാണ്, ഈസി എന്ന് പറയാം. അപ്പോൾ 4 ആൻസർ വരും. അടുത്തത് ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ജെയുടെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ HBr പെറോക്സൈഡ് ആൻറ്റി മാർക്കോണിക് ഓഫ് റൂൾ ആണ്. ഈ ആൽക്കീനിൽ ഇയാൾ AD യും ആൽക്കീനിൽ AD ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ എന്ത് വരും, H വരും, ഇവിടെ Br വരും. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു കൈറാൾ സെൻറ്റർ വന്നു, ഇവിടെ ഒരു കൈറാൾ സെൻറ്റർ വന്നു, 2 കൈറാൾ സെൻറ്റർ വന്നു. 2 കൈറാൾ സെൻറ്റർ വരുന്ന സമയത്ത് നമുക്ക് 4 പ്രൊഡക്റ്റ് പറയും. 2n ആണ്, 4 പ്രൊഡക്റ്റ് കിട്ടും. അടുത്തത് എത്തനോൾ ആൽക്കഹോൾസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്തനോൾ ഷോസ് ടെർബിഡിറ്റി വിത്ത് ലൂക്കാസ് റിയേജൻറ്റ്. ഇമ്മീഡിയറ്റ്ലി അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ഇത് +2 ബോർഡ് എക്സാമിന് പൊതുവെ ആളുകൾ ഈവൻ ഓർഗാനിക് കെമിസ്ട്രി ടഫാണ് എന്ന് പറയുന്ന ആളുകൾ പോലും എന്ത് ചെയ്യും, ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ JEE ചോദിച്ചു എന്നുള്ളത് അത്ഭുതമാണ്. ഇനി അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ മിക്സ്ഡ് ആണോ എന്നറിയില്ല. ചിലപ്പോൾ കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഉള്ളതായിരിക്കും. അടുത്തത് ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. SN1 SN2 ചോദിക്കുന്ന സമയത്ത് ഇൻവേഷൻ ആണോ റെസ്മൈസേഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ SN1 പറയുമ്പോൾ നമ്മൾ പാർഷ്യൽ റെസ്മൈസേഷൻ പറയും, SN2 പറയുമ്പോൾ ഇൻവേഷൻ പറയും. അപ്പോൾ അത് ആ പാർഷ്യലിൻ്റെ കൺസെപ്റ്റ് പോലും ഇവർ ചോദിച്ചിട്ടില്ല. റെസ്മൈസേഷൻ അങ്ങനെയുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പാർഷ്യലാണോ കംപ്ലീറ്റ് ആണോ എന്ന് കൺഫ്യൂസ് ചെയ്യാൻ പോലും അവർ ശ്രമിച്ചിട്ടില്ല. അടുത്തത് ലാസ്റ്റ് ബയോമോളിക്യൂൾസ് ആണ്. ഇപ്പോൾ ബയോമോളിക്യൂൾസ് നിന്ന് നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആണ്. ഇപ്പോൾ ഫോസ്ഫോഡാസ്റ്റർ ലിങ്കേജ്. അപ്പോൾ അങ്ങനെ ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി നോക്കുന്ന സമയത്ത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ ഈസിയാണ്. ആറ്റോമിക് സ്ട്രക്ചർ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബോർ റേഡിയസിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി എന്താണെന്ന് അറിയില്ല. ബോർ റേഡിയസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർ റേഡിയസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി കെമിക്കൽ ബോണ്ടിങ് നോക്കുന്ന സമയത്ത് ബോണ്ട് ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ക്വസ്റ്റ്യൻ ഉണ്ട്. പൊളാരിറ്റി വേണമെങ്കിൽ നമുക്ക് ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അപ്പോൾ ബോണ്ട് ഓർഡർ ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ്ങിന് 1. പീരിയോഡിസിറ്റിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പിന്നെ പീരിയോഡിക് ടേബിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പീരിയോഡിസിറ്റി P ബ്ലോക്ക് D ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ എന്താണ് പീരിയോഡിസിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അവിടുത്തെ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും അവർക്ക് കുറവൊന്നും വന്നിട്ടില്ല, അവിടെ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഓഫ് ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ പൊതുവെ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയമില്ലാത്ത രീതിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ കെമിക്കൽ ഇക്വിലിബ്രിയം ചോദിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ടഫായിട്ടുള്ള ചോദിക്കാമായിരുന്നു. അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇവിടെ അയണിക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചു, അത്രയേ ഉള്ളൂ. റിഡോക്സ് ഒക്കെയാണ് ഞെട്ടിക്കുന്നത്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ അവിടുത്തെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് അവരത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഈ റിഡോക്സിലെ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ P ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആയിട്ടും പറയാം. അപ്പോൾ അത് എക്സാക്ട്ലി റിഡോക്സ് ആണ് എന്നുള്ളതല്ല, പക്ഷേ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുന്നത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് നമുക്ക് ചോദിക്കാവുന്ന ഇൻഡെപ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ചോദിക്കാതെ റിഡോക്സ് എന്നൊക്കെ ഈ പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്നതൊക്കെ ചോദിക്കുന്നത് ചിലപ്പം ഭാവിയിൽ നല്ല ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള നിലക്കായിരിക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റിഡോക്സ് എന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല റിഡോക്സിലൊക്കെ. പിന്നെ ഭാവിയിൽ അങ്ങനെ അടുത്ത എക്സാമുകളിൽ അവർ എണ്ണം കുറക്കാം. അതൊക്കെ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ ആയിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. P ബ്ലോക്ക് എലമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒഴിവാക്കിയ ഭാഗത്തു നിന്ന് അവർ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള നിലക്ക് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി പ്യൂരിഫിക്കേഷൻ നോമൻക്ലേച്ചർ ഈസി NCERT ആണ്. ക്ലാസിഫിക്കേഷൻ ഈസി NCERT ബേസ്ഡ് പറയാം. ഇനി അടുത്തത് ഇവിടെ നമ്മൾ GOCയിൽ 4 എന്നാണ് പറയുന്നത്. അപ്പോൾ അസിഡിറ്റി പറയുന്ന സമയത്ത് അത് വേണമെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ്സിലെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അല്ലാതെ ആൽഡിഹൈഡ്സിലെ റിയാക്ഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ അസിഡിറ്റി ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ GOC എന്ന് പറയാം. ഇനി ബ്രോൺസ്റ്റഡ് ബേസ് അമീൻസിൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഉള്ള ഒരു പ്രത്യേകത, ഇത് GOC പ്രകാരവും പറയാം, അമീൻസ് എന്നുള്ള ചാപ്റ്റർ പ്രകാരവും പറയാം, രണ്ടും പറയാം. അടുത്തത് ഈനോൾ കണ്ടന്റ് പറയുന്ന സമയത്ത്
അത് GOCയിൽ തന്നെ ഉൾപ്പെടുത്താം. നമുക്ക് ആൽഡിഹൈഡ് കീറ്റോണിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ആൽക്കഹോൾസിൽ പറയണ്ട, GOCയിൽ പറയാം. അസിഡിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഫിനോളിലെ ഭാഗമായിട്ട് പറയാം. ഹൈഡ്രോ കാർബണിൽ നിന്ന് നമ്മുടെ മെറ്റാ ഡയറക്റ്റിംഗ് എഫക്റ്റ് കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് GOCയിലേക്ക് ഉൾപ്പെടുത്താം. എന്നിട്ട് ഇലക്ട്രോഫിലിക് അഡിഷൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ, ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ അത് ഹൈഡ്രോ കാർബണിലെ ക്വസ്റ്റ്യനായിട്ട് പറയാം. അടുത്തത് സൊല്യൂഷൻ റൗൾസ് ലോ, ഈസി ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇലക്ട്രോ കെമിസ്ട്രി ഈസി ക്വസ്റ്റ്യൻ ഓർ പണ്ടേ ചോദിച്ച് ശീലിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ +2 പഠിക്കുന്ന ആൾക്ക് ചെയ്യാൻ പറ്റും. ഡി ആൻഡ് എഫ് ബ്ലോക്ക് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ക്വസ്റ്റ്യനും എഫ് ബ്ലോക്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും. പക്ഷേ രണ്ടും എന്താണ് റിപ്പീറ്റബിൾ ആണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ മെറ്റാലിക് ബോണ്ടിങ്ങിൻ്റെ ഭാഗം കൂടി ഇവിടെ പറയാം. ഇപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ ഡി ആൻഡ് എഫ് ഉണ്ട് എന്ന് പറയാം. കോർഡിനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഹാലോ ആൽക്കെയിൻസിൽ SN1 SN2 കമ്പാരിസൺ, നമ്മൾ റെസിമൈസേഷൻ ഇൻവേർഷൻ എന്നൊക്കെ പറയുന്ന ഭാഗത്ത്. അപ്പോൾ ആൽക്കഹോൾ ആൽഡിഹൈഡ് ഇവിടെ കാര്യമായ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ആൽക്കഹോളിൻ്റെതായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആൽഡിഹൈഡിൻ്റെതായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. പിന്നെ ആ ലൂക്കാസ് ടെസ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണെന്നല്ല, വേറെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നുന്നത്. വേറെ ഏതോ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ സബ്ബായിട്ട് ചോദിച്ചതായിട്ടാണ് തോന്നുന്നത്. ബയോമോളിക്യൂൾസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കും. അത് സാധാരണ ചോദിക്കുന്ന പോലെ തന്നെ ആ നിലവാരത്തിൽ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് JEE ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും, ആ ഡയറക്റ്റ് ആ ഒരു രീതി തന്നെ ചോദിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ കെമിസ്ട്രി ആളുകൾക്ക് താല്പര്യമില്ല, പഠിക്കാനൊക്കെ ഒരു ഇത് പറയുന്ന ഭാഗമാണ്. അവിടെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള വാണിംഗ് തന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ NCERT ബേസ്ഡ് പഠിച്ചാൽ മതിയെന്നും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഈസി ടഫ് എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നൊക്കെ പറയുന്നത് ആളുകളുടെ സ്റ്റുഡൻസ് എഴുതിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് നോട്ട് ചെയ്യാത്ത കാര്യങ്ങൾ JEE ഉദ്ദേശിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ മാക്സിമം നമ്മൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. എന്നിട്ട് നമ്മൾ പണ്ടെന്താണോ പ്ലാൻ ചെയ്ത് അതേ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് 2-ലെ കാര്യങ്ങൾ കൂടി പറയാം. ഷിഫ്റ്റ് 2-ൽ എന്തൊക്കെ സംഭവിച്ചു, ഇതേ മെത്തേഡാണോ ഫോളോ ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സമയം ഓവറായിട്ട് നിങ്ങൾ ഇതിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വലിയ മാറ്റങ്ങളിലേക്കൊന്നും പോകണ്ട. ഇതിൻ്റെ ബേസിൽ പിന്നെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിരുന്നോ എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിലെ ആൻസർ ശരി തെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വൽ ക്വസ്റ്റ്യനും കീയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇനി ഷിഫ്റ്റ് 2-ലെ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി JEE മെയിൻസിൻ്റെ 27th ഈവനിങ് ഷിഫ്റ്റ്, അതിലെ എന്താ സ്ഥിതി, ആദ്യത്തെ പാർട്ട് പോലെ തന്നെ എളുപ്പമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അതിൽ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസിയാണ്, പക്ഷേ ക്വസ്റ്റ്യൻ 2 ഈസിയാണ്. ടഫിലേക്ക് വന്നിട്ടില്ല. ടഫ് ഓർ നമ്മുടെ സ്കില്ല് ഉപയോഗിക്കേണ്ട കാര്യങ്ങളിലേക്കൊന്നും വന്നില്ല. ഫോർമുല ഉപയോഗിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആറ്റോമിക് സ്പെക്ട്ര കുറച്ചും കൂടിയും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്ര, റിഡ്ബർഗ് ഫോർമുല ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അത്യാവശ്യം കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പോളാർ കോമ്പൗണ്ട്സ് ഈസി ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് പിന്നെയും വന്നത്. പീരിയോഡിസിറ്റി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റിലേറ്റഡ് ആണ്. തെർമോഡൈനാമിക്സ് വരുന്ന സമയത്ത് ഫ്രീ എനർജി ബേസ്ഡ് കാൽക്കുലേഷൻ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈസിയാണ്, കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഈസിയാണ്. പക്ഷേ റിഡോക്സ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണെന്നാണ് ചോദ്യം. കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പിന്നെ P ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്ന സമയത്ത് ഓക്സിജൻ്റെ ചില പ്രോപ്പർട്ടീസ്, നേരത്തെ ബോറോണിൻ്റെ ചോദിച്ചു, ഇവിടെ ആകുമ്പോൾ ഓക്സിജൻ വെച്ച് ചില കാര്യങ്ങൾ ചോദിക്കാം. ഇനി ഓർഗാനിക്കിലേക്ക് പോകുമ്പോൾ ഓർഗാനിക്കിന്ന് ഹോമോലോഗസ് സീരീസ്, അത് നമ്മൾ പൊതുവെ വിചാരിക്കില്ല ഹോമോലോഗസ് സീരീസ് എന്നൊന്നും ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതിലും നെട്ടിച്ചത് ലൈൻ ഫോർമുല എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് തുടക്കക്കാരനാണെങ്കിൽ അവർക്ക് ചെറിയ വെയിറ്റൊക്കെ എടുക്കാൻ കൊടുക്കും. അപ്പോൾ അവരെ ഒരു അപമാനിച്ച പോലെ ആയിപ്പോവും. അതേപോലെ ഈ ലൈൻ ഫോർമുലയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ചോദിക്കുന്നത്. JEEക്ക് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാതെ വിഷമിച്ച് നടന്ന ആളുകൾക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ലൈൻ ഫോർമുലയാണ്. അപ്പം അത് ഈവൻ നീറ്റ് പോലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, കീമ് വരെ ചോദിക്കാറില്ല. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിച്ചത്. ലൈൻ ഫോർമുല
പിന്നെ ഡിസ്റ്റിലേഷൻ അത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്. പ്യൂരിഫിക്കേഷൻ എന്ന് പൊതുവെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അധികം വിഷമമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓർഗാനിക് എസ്റ്റിമേഷൻ, ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അതായത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ ബേസിക് കൺസെപ്റ്റ് അത് ഓർഗാനിക് കോമ്പൗണ്ട്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. അത് സാധാരണ നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ കൈറൽ സെൻറ്റർ, റെസണൻസ് സ്റ്റെബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോ കാർബണിന് 2 ക്വസ്റ്റ്യൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പിന്നെ കൺഫർമേഷൻസ്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് അത്യാവശ്യം ഓക്കെ ക്വസ്റ്റ്യൻ, ടഫൊന്നുമല്ല, ഓക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ ഈസിയാണ്, പക്ഷേ ഹാഫ് ലൈഫ് ഈസിയാണ്. കൈനറ്റിക്സ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നുള്ളൂ. ഫിസിക്കൽ കെമിസ്ട്രി പെർ ചാപ്റ്റർ 1 എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്. DF 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാറ്റലിസ്റ്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, പിന്നെ അതേപോലെ F ബ്ലോക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കോർഡിനേഷൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റ്, അതായത് കോർഡിനേഷൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേ DF നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ DF ഒക്കെ പീരിയോഡിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഹാലോ ആൽക്കീൻസ്, ഹാലോ അരീൻസ് SN1 ചോദ്യം വന്നിട്ടുണ്ട്. ആൽക്കോഹോൾ, ഫീനോൾ, ഈതർ കുറച്ചുകൂടി ചാപ്റ്റർ സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞതിൽ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി പ്രകാരം പറയാവുന്നതായിരുന്നു, പക്ഷേ ഇവിടെ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈതറിൻ്റെ റിയാക്ഷൻസ്, ഫിനോളിൻ്റെ റിയാക്ഷൻസ്, അതുപോലെ ഫിനോൾ ടെസ്റ്റ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അമീൻസ് നിന്ന് നല്ല ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അമോണോളിസിസ് ഈസിയാണ്, ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഹാലൈഡിനെ NH3 വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ ഈസിയാണ്, പക്ഷെ നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബയോമോളിക്യൂൾസ് ഡീനാച്ചുറേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അത് പൊതുവെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, നോർമൽ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡഡ് ഏതാണെന്ന്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡഡ് +1 ബോർഡ് എക്സാമിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ മൊളാരിറ്റി ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മൊളാരിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം W ബൈ മോളിക്കുലാർ വെയിറ്റ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ചെയ്ത ആൻസർ കിട്ടും. വോളിയാണ് ചോദിച്ചത്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് 700 ml ആണ് ആൻസർ വരിക. നിങ്ങളോട് ലിറ്ററിലാണ് ചോദിച്ചത്, അപ്പോൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ 0.7 ലിറ്റർ ആണ്, 7 × 10⁻⁻1 വരും. അടുത്തത് സ്ട്രക്ചർ ഓഫ് ആറ്റം വരുന്ന സമയത്ത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. പാഷൻ സീരീസ് ആണ്. ഇപ്പോൾ പാഷൻ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ N = 3 എന്ന് പറയുമായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് അടുത്ത കൺസെപ്റ്റ് വേണ്ടത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്നുള്ള കൺസെപ്റ്റ് വേണം. അപ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ ഏത് ലെവലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടക്കണം എന്നാണ്. അപ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ നേരെ തൊട്ടപ്പുറത്തുള്ള അടുത്ത് നിന്ന് വേണം ട്രാൻസിഷൻ നടക്കണം. ചെറിയ എനർജി വ്യത്യാസം വരുന്ന സമയത്ത് വലിയ വേവ് ലെങ്ത് വരും. പിന്നെ ഒന്നും പറയാനില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും. നമ്മുടെ മെറ്റീരിയൽസൊക്കെ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് ഇത് കിട്ടേണ്ടതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുണ്ട്. പക്ഷേ ആ കൺസെപ്റ്റ് അറിയണം. അങ്ങനെ കൺസെപ്റ്റ് അറിയുന്നവർക്ക് മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പത്തിൽ ഒരു തവണയെങ്കിലും ക്വസ്റ്റ്യൻ കണ്ട ആളുകൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമാണ്. വർക്ക് ഫംഗ്ഷൻ 6.6 ഇലക്ട്രോൺ വോൾട്ടാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ hν0 ആണെന്ന് അറിയാം. ചിലപ്പോൾ W എന്നൊക്കെ ആളുകൾ റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ 5 എന്നൊക്കെ പറയും. hν0 ആണ്. 6.6 × 1.6 × 10⁻⁻19 ആയിട്ട് മാറും. ഇനി ഇവിടെ നമുക്കറിയാവുന്നത് hν0 ആണ്. ഈ hν0ൽ h എന്ന് പറഞ്ഞാൽ എന്താ, 6.6 × 10⁻34 ആണ്. ചോദിച്ചത് ν0 ആണ്. അപ്പോൾ 6.6 × 1.6 × 10⁻19. അപ്പോൾ ഇതിനെ നമുക്ക് തൽക്കാലത്തേക്ക് വെട്ടിക്കളയാം. 10⁻34നെയും 10⁻⁻19നും വെട്ടുമ്പോൾ ഇവിടെ 10⁻⁻15 വരും. ഇയാളെ നമ്മൾ ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ 1.6 ഡിവൈഡ് ബൈ 10⁻⁻5 വരും. അത് നമുക്ക് 16 × 10⁻+14 പറയാം. ഇയാൾ 10⁻⁻15 ആയിരിക്കും, ഡിവൈഡഡ് ബൈ മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആകും. അപ്പോൾ 1.6 × 10⁻15 ആണ്, അത് നമ്മൾ 16 × 10⁻14 പറയും. അപ്പോൾ ആൻസർ 16 വരും. അപ്പോൾ കുഴപ്പമില്ലാത്ത ന്യൂമറിക്കൽ അറിയാവോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജൻ -2 കാണിക്കൂ. ഇപ്പോൾ ഇതൊക്കെ ഒരു കെമിസ്ട്രിക്കാരനോട് ചോദിക്കുന്ന സമയത്ത് എന്ത് ചോദ്യമാണ് ഇത് എന്നൊക്കെ വിചാരിക്കും. -2 മാത്രമല്ല, ഓക്സിജന് വേറെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും, അതൊക്കെ അറിയാം. +4 ഡൗൺ ദ ഗ്രൂപ്പിൽ സ്റ്റേബിൾ ആകും, അത് പക്ഷേ കറക്റ്റ് ആയിരിക്കാം. പക്ഷേ +6 സ്റ്റേബിൾ ആകും എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇനേർട്ട് പെയർ എഫക്റ്റ് ഒക്കെ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടി നമ്മുടെ ചോദ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ അവർ ഇനേർട്ട് പെയർ എഫക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നോൺ പോളാർ മോളിക്യൂൾസ് പറയേണ്ട ആവശ്യമില്ല, കെമിക്കൽ ബോണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇവിടെയൊക്കെ പ്രശ്നം, ക്വസ്റ്റ്യൻ ഈസിയാണ്, പക്ഷേ നമ്മൾ ഒരാളെ വിട്ടുപോയ ആൻസർ തെറ്റി. ഒരാളെ എനിക്കറിയില്ലെങ്കിൽ ആ ആൻസർ തെറ്റാണ്.
അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരെയും അറിയണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഈസിയാണ്, പക്ഷേ എല്ലാവരും അറിഞ്ഞില്ലെങ്കിൽ ആൻസർ ബുദ്ധിമുട്ടായിരിക്കും. D2sp3 ഹൈബ്രിഡൈസേഷൻ ഒന്നും പറയാനില്ല. ഇത് നമ്മളിപ്പം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് +2 പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. നമുക്കൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. CONH3 6 3+. പിന്നെ അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡി ബ്ലോക്കിലെ എലമെന്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ കാറ്റലിസ്റ്റ് ആണ് ചോദ്യം. അപ്പോൾ ഹാബർ പ്രോസസ്സിൽ FE ആണ് ഉപയോഗിക്കുക, പോളിയത്തീൻ സീക്ലർ നാറ്റ കാറ്റലിസ്റ്റ്. വാക്കർ പ്രോസസ്സിൽ PTCl2, ശരിക്കും PTCl2 അല്ല PDCl2 വരണമായിരുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ പ്രശ്നം. വാക്കർ പ്രോസസ്സ് ശരിയാവില്ല. അടുത്തത് F ബ്ലോക്കിലെ ഫോർമേഷൻ ഓഫ് CE4+. CE4+നെ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ CE4+ന്റെ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്, കറക്റ്റാണ്. അടുത്ത CE4+ ആക്ട് ആസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആകണമെങ്കിൽ റിഡക്ഷൻ നടക്കണം. അപ്പോൾ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ CE3+ ആവും. ആകും റിഡക്ഷൻ നടക്കും. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 2 ഒക്കെ കറക്റ്റാണ്. ഇതിലാരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആകാത്തത്? ഇപ്പോൾ N3- കാണിച്ചിട്ടുണ്ട്. ഈ N3- ഓക്സിഡൈസിങ് ഏജൻറ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N3- എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കണം. റിഡക്ഷൻ നടന്നാലല്ലേ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആകുക. അപ്പോൾ ഇതിന് സ്വീകരിച്ചിട്ട് N4- എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവർക്ക് റിഡക്ഷൻ നടക്കില്ല. റിഡക്ഷൻ നടക്കൂല, ഇവർക്ക് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കൺസെപ്ച്വലി നല്ലതാണ്, പക്ഷേ പ്രോബ്ലം പെട്ടെന്ന് കിട്ടും. അടുത്തത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ഹാവ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഈ പറഞ്ഞതിൽ ആർക്കൊക്കെയാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ? SR2+, CS+, രണ്ടുപേർക്കും ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് രണ്ടുപേർക്കും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഇല്ല. അപ്പോൾ അതൊക്കെ അറിയാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് D10 കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൽ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ CR ഉണ്ട്, ഇവിടെ CR ഉണ്ട്, ഇവിടെ CR ഉണ്ട്. ഈ CR ക്രോമിയം അല്ലേ, അപ്പോൾ അതിന് ഒരിക്കലും D10 വരില്ലല്ലോ. D5 ഓർ D4 അതിലൊക്കെ ആളുകൾക്ക് ഡൗട്ട് വരുള്ളൂ. പക്ഷേ ഇവിടെ എല്ലായിടത്തിലും CR കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസർ 4 ആകും. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് കാണാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇത് ചില ആളുകൾക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഒരു പോയിന്റ് ഓർത്ത് കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. പ്ലാറ്റിനം വരുന്ന സമയത്ത് ഇത് പൊതുവേ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സുകളൊക്കെ പൊതുവേ സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. സ്ക്വയർ പ്ലാനാർ വരുന്ന സമയത്ത് ഇതെന്താവും? ഡയാമാഗ്നറ്റിക് ആവും. ഇപ്പോൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൂവ്മെൻറ്റ് പറയേണ്ട ആവശ്യമില്ല, ഡയാമാഗ്നറ്റിക് ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒക്കെ 0 ആയിരിക്കും. അപ്പോൾ ഡയാമാഗ്നറ്റിക് മൂവ്മെൻറ്റ് 0 ആയിരിക്കും. അടുത്തത് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി നോക്കുന്ന സമയത്ത് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ലോഗ് K ആണ് ചോദ്യം. അപ്പോൾ ലോഗ് Kയും ΔG0 തമ്മിലുള്ള ബന്ധം അറിയാം. -2.303 RT ലോഗ് K ആണ്. അപ്പോൾ ΔG0 തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് DA സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റലാണ്. ലാർജ് ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്, സ്മോൾ ചേഞ്ച് അല്ല, ഡെൽറ്റയാണ്. അപ്പോൾ ΔG0വും ഇയാളും തമ്മിലുള്ള ബന്ധം അറിയാം. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം കിട്ടിയാൽ മതി. ΔG0 = ΔH0 - T∆S. ഇത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ΔG0 കിട്ടും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ കിട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ഇൻഡിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാത്തത്. അപ്പോൾ അത് അവർ ജൂളിലാണോ കിലോ ജൂളിലാണോ ഇനി ഏതെങ്കിലും യൂണിറ്റിലാണോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കാര്യം പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എത്ര ഫാക്ടറിൽ അവർ ആൻസർ ശരി തരും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ശരിയാണ്, 11 തെറ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമുക്ക് ബാക്കി ഈ പേഴ്സൻറ്റേജിൽ വ്യത്യാസം വരിക. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ. പക്ഷേ ആൻസർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവരെങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഐഡിയയിൽ പറയേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കൈനറ്റിക്സ് എന്നാണ്. 99.9% ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 10T½ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതൊക്കെ നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻസ് ചെയ്ത് റെഡി ആവണം. അവർക്ക് മാത്രമാണ് ഇതൊക്കെ ഈസി. അല്ലാത്ത ഒരാൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടൈം റിക്വയർഡ് ഫോർ 99.9 എന്നൊക്കെ പറയുന്ന സമയത്ത് ഇക്വേഷനൊക്കെ എഴുതി നമ്മുടെ ആ K = 2.303 ലോഗ് ആ ഇക്വേഷനൊക്കെ ചെയ്ത് എന്നിട്ട് A0 ഒക്കെ നോക്കി, A നോക്കി, എന്നിട്ട് റിമൈനിങ് നോക്കി, അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ നമ്മൾ കുറേ എക്സാമ്പിളൊക്കെ ചെയ്ത് ശീലിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയായിരിക്കും. 99.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10T½ ആയിരിക്കും. അതുപോലെ പറ്റുവാണെങ്കിൽ നിങ്ങൾ 90% എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്ക്. അതേപോലെ 75% എത്രയാണ്, T75%, T90%, ഇതൊക്കെ ഏകദേശം ആളുകൾക്കും ഒരുപാട് തവണ ചെയ്ത് തന്നെ അറിയാവുന്നതായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് ഈസി. അല്ലാത്തവർക്ക് അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ എക്സാമുമായിട്ട് അത്യാവശ്യം പരിചയമുള്ള ആളുകൾക്കാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്, അല്ലാതെ എല്ലാവർക്കും അല്ല. ഇത് ജെയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അത്യാവശ്യം ഐഡിയ ഒക്കെ ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, NCERT ഒക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്, ഇക്വേഷൻസ് ഒക്കെ അറിയാം. അവർക്കാണ് എളുപ്പം, അവർക്കാണ് നമ്മൾ ഈ പറയുന്ന സ്പീഡിൽ പറയാൻ പറ്റുക. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം
ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫാണ്, നമുക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചു പോകുന്ന ഭാഗങ്ങളാണ്. അടുത്ത റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അറ്റ് പി എച്ച് ഇസിക്കൽ ടു 3. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാം, 0.0591 ഇൻറ്റു പി എച്ച് എന്നറിയാം. ഈ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി, അപ്പോൾ ആൻസറായി. അപ്പോൾ അത് -0.177 സംതിങ് വരും. അപ്പോൾ ഇതും ഈസിയാണ്. പക്ഷേ ആ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ശീലിച്ച് വന്നിരിക്കണം, അവർക്കാണ് അങ്ങനെ ഈസി. അടുത്തത് ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് എത്തി. ഓർഗാനിക് കെമിസ്ട്രി അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി വരുന്ന സമയത്ത് സ്റ്റീം വോളറ്റൈൽ വാട്ടർ ഇമ്മിസിബിൾ സബ്സ്റ്റൻസ് ആർ സെപ്പറേറ്റഡ് ബൈ പ്യൂരിഫിക്കേഷൻ ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ NCERT ഡയറക്റ്റ് NCERT ആണ്. അപ്പോൾ പ്യൂരിഫിക്കേഷൻസ് പൊതുവേ എല്ലാവർക്കും അറിയാം, NCERT തന്നെയാണ് ചോദിക്കുക. ഇനി ക്രോമറ്റോഗ്രഫി ഒക്കെ ചോദിക്കുമ്പോഴാണ് കുറച്ച് ഔട്ട്സൈഡ് ആയിട്ട് കാര്യങ്ങൾ പറയുക. ഈവൻ അത് ഔട്ട്സൈഡ് ആണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, RF ഫാക്ടറൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നോക്കുക. അടുത്തത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ കൈറാൽ സെൻറ്റർ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് ആ സ്ട്രക്ചറും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ ആ കോമ്പൗണ്ട്സ് കൈറാലാണോ ഇല്ലയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കൈറാലാണെങ്കിൽ എന്തുണ്ടാവും, CABCD 4 ഡിഫറൻറ്റ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ടാവും. ഇതാണ് നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട്. അപ്പോൾ നമുക്കിനി ഒരാഴ്ച വരെ എക്സാം ഉണ്ട്. ചില ആളുകൾക്ക് അവസാനമായിരിക്കും എക്സാം, അവരൊക്കെ എന്ത് ചെയ്തോളാം, കൈറാൽ സെൻറ്ററിലൊക്കെ സ്ട്രോങ് ആകാം. അതൊക്കെ അറിയാമായിരിക്കുമല്ലോ, അത്യാവശ്യം ആളുകൾക്ക് കൈറാൽ സെൻറ്ററൊക്കെ ചെയ്യാൻ അറിയാം. ഇനി ആൻസർ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണമെന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബോണ്ട് ലൈൻ ചോദിച്ചു. അപ്പോൾ ബോണ്ട് ലൈൻസ് അങ്ങനെ NCERT നമ്മുടെ ബോർഡ് എക്സാം വരുന്ന സമയത്ത് ചോദിക്കും, ഒരു കോമ്പൗണ്ടിനെ തന്നിട്ട് അത് നമ്മൾ ഈസി എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് ഉള്ള നിലയ്ക്ക് NCERT ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതാണ് JEEയും ചോദിച്ചത്. അപ്പോൾ അത് നല്ലതാണ്. ഫസ്റ്റ് ഡേ നമ്മളത് പ്രതീക്ഷിക്കില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ എത്രമാത്രം ആളുകൾ അത് ശരിയായി ചെയ്തു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ. അടുത്തത് ഈതർ, ആൽക്കോഹോൾ ഫീനോൾ ഈതർ എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. ഇവിടുത്തെ പ്രത്യേകത ഈതർ ബോണ്ട് പൊട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെയും പൊട്ടിക്കാം, ഇവിടെയും പൊട്ടിക്കാം, രണ്ടിടത്തിലും പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം പറയുമായിരുന്നു, ടെർഷറി കാർബോകാറ്റോൺ വരികയാണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡിനെ നമുക്ക് അവിടെ കൊടുക്കാം. ഇതാ ഇവിടെ അത് പറ്റും, ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് വരും. അപ്പോൾ അത് നല്ലതാണ്. ഇനി വേറെ ഇവിടെയും ഓപ്ഷൻ ഉണ്ട്, ഇതും നല്ലതാണ്. അപ്പോൾ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ഇങ്ങനെ ആയാൽ അപ്പുറത്ത് എന്തു, ഇവിടെ H പോകും, ഓക്സിജൻ്റെ കൂടെ H പോകും. അപ്പോൾ ഞാൻ വെള്ളം വരെ വരുന്നിടത്തിലാണ് എന്ത് ചെയ്യുക, ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ അത് നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൻസർ 2 വരും. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്, ഇതാണ് ഓപ്ഷൻ വരും. സെക്കൻഡ് ഹോമോലോഗ് ഓഫ് മോണോ കാർബോക്സിലിക് ആസിഡ്. ഇപ്പോൾ ഇത് ആൽഡിഹൈഡ് കീറ്റോൺ എന്ന് പറയുന്ന ഭാഗത്തുള്ള അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ്, ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. എല്ലാ ഒന്നാമത്തെ ചാപ്റ്ററിൽ ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആയിട്ടും കാണും. അപ്പോൾ ഈ ഹോമോലോഗസ് സീരീസ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കില്ല. അപ്പോൾ ആദ്യത്തെ ആൾ HCOH ആണ്, അതിൻ്റെ കൂടെ ഒരു CH2 ആഡ് ചെയ്ത ഗ്രൂപ്പിലെ നെക്സ്റ്റ് ആളായി. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കുന്ന സമയത്ത് അത് ഇയാളാണ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കുമ്പോൾ ആൻസർ പറയാൻ പറ്റും. പിന്നെ ആളുകൾക്ക് ഇത് സംശയമായിരിക്കും, ഇത് തന്നെയാണ് അവർ ചോദിച്ചത് എന്നുള്ള സംശയം ഉണ്ടാകും. എക്സാം എഴുതുന്ന സമയത്ത് ആളുകൾക്കുള്ള പ്രശ്നം ഇത് തന്നെയായിരിക്കുമോ ചോദിച്ചത്, അല്ല ഇങ്ങനെ ചോദിക്കുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. അപ്പം അങ്ങനെ ഓവർ എളുപ്പമായാലുള്ള പ്രശ്നമാണിത്. എന്നാൽ കുഴപ്പമില്ല, അതങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് SN1 കേസാണ് ചോദിക്കുന്നത്. ഇതിലാരാണ് SN1 തരാത്തത്. അപ്പോൾ SN1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇയാളങ്ങ് പോവും, എല്ലായിടത്തുനിന്നും ആൾ പോയി, എന്നിട്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. എവിടെയാണോ പോസിറ്റീവ് ചാർജ് സ്റ്റേബിൾ അല്ലാത്തത് ആ റിയാക്ഷൻ നടക്കില്ല. ഇതാ ഡബിൾ ബോണ്ടിൽ പോസിറ്റീവ് ചാർജ് സ്റ്റേബിൾ ആവില്ല, നടക്കില്ല, കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ എൻ ഗെയിം സീരീസിലൊക്കെ കെമിസ്ട്രി പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് സാധാരണ JEEയുടെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ലെങ്തി ആണെങ്കിലും ഈസിയാണ്, JEEയുടെ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തേത് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു OH വരും, ഈ ഡബിൾ ബോണ്ട് പൊട്ടും, ഇവിടെ OH വരും, ഇവിടെ ഒരു H വരും. ഇനി അടുത്ത ഭാഗത്ത് HBr AD ആണ്. അപ്പോൾ ഈ OH മാറിയിട്ട് Br വരും. സിമ്പിളായിട്ട് പറയും, അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തത് Mg ആകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കും, Mg അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കും. അടുത്തത് ഈ കോമ്പൗണ്ട് Mg വന്നതിന് ശേഷം ഇയാൾക്കൊരു നെഗറ്റീവ് ചാർജ് വരും. ഇത് HCHOനെ പോയിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഇയാൾ പോയിട്ട് HCHOനെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ മൈനസ് ഉണ്ട്, HCOHനെ അറ്റാക്ക് ചെയ്യാണ്, ഇത് പോയിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ കോമ്പൗണ്ട് ഇതാ ഇവിടെ O മൈനസ് ആകും, ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോവും, O മൈനസ് ആകും. അങ്ങനെ O മൈനസ് ആയതിനു ശേഷം ഇവിടെ ഒരു H+ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതാ ഈ കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ഇവർ തമ്മിൽ ബോണ്ടഡായി, O മൈനസ് ഉണ്ട്, ലാസ്റ്റ് ഹൈഡ്രോളിസിസ് ആണ്, H3O+ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ട് കിട്ടും. എളുപ്പമാണ്, പക്ഷേ 4-5 സ്റ്റെപ്പ് ഉണ്ട്.
അത് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈസി, അല്ലാത്തവർക്ക് ഇത് ജെയുടെ ഈ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അടുത്തത് ഇതാണ് ബയോമോളിക്യൂൾസിലെ ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂൾസിലെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. ഇപ്പോൾ ബയോമോളിക്യൂൾസ് വല്ലപ്പോയ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടിക്കാറുള്ളൂ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബുദ്ധിമുട്ടിച്ചില്ല. അപ്പോൾ നമ്മൾ പ്രോട്ടീൻസിൻ്റെ കേസ് പറയുന്ന സമയത്ത് നമുക്കറിയാം പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഇതുപോലെ ഇങ്ങനെ ചൊറയാണ്. അതിനെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർസറി, ക്വാട്ടർണറി എന്നൊക്കെ പറയും. ഈ സ്ട്രക്ചറൊക്കെ പൊട്ടിയിട്ട് വെറും ലൈനാകും ഇപ്പോൾ ഡീനാച്ചുറേഷൻ നടക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ ബോയിൽ ചെയ്താലോ pH ചേഞ്ച് ചെയ്താലൊക്കെ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ കിട്ടും. ഇതാണ് പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചറിന് പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കും. അടുത്തത് അനിലിൻ റിയാക്റ്റഡ് വിത്ത് അസ്റ്റിക് അൺഹൈഡ്രേറ്റ് ദെൻ മാസ് ഓഫ് അസ്റ്റാനിലൈഡ്. ഇത് റിപ്പീറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1:1 റിലേഷനാണ്. അനിലീനും അസറ്റാനിലൈഡും ആകുന്നത് 1:1 റിലേഷനാണ്. അപ്പോൾ 1:1 എന്ന് പറഞ്ഞാൽ ഒരു മോൾ അനിലീൻ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു മോള് അസ്റ്റാനിലൈഡ് കിട്ടും. ഇനി 9.3 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് എത്ര മോള് അനിലീനാണെന്ന് നോക്കുക. അത് ഏകദേശം 0.1 മോൾ വരും. അപ്പം നമുക്ക് അസ്റ്റാനിലൈഡ് എന്ത് കിട്ടും? 0.1 മോൾ കിട്ടും. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് നമുക്കിനി കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ മോളിക്കുലാർ ഫോർമുല വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനിലീൻ്റെ മോളിക്കുലാർ ഫോർമുല അറിയോ? അനിലീൻ്റെ മോളിക്കുലാർ ഫോർമുല അറിയണമെങ്കിൽ അനിലീൻ്റെ സ്ട്രക്ചർ അറിയണം, അസ്റ്റാനിലൈഡിൻ്റെ സ്ട്രക്ചർ അറിയണം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ആ മോളിക്കുലാർ മാസ് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അത്യാവശ്യം പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി കണ്ട് പരിചയം തന്നെ ഉണ്ടാവും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കണ്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ ഈസിയാണ്. 1:1 നോക്കുക, മോളിക്കുലാർ ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. അടുത്തത് 1 മോൾ PbS ഈസ് ഓക്സിഡൈസ്ഡ് ബൈ എക്സ് മോൾ O3 ലിബറേറ്റിംഗ് y മോൾ O2. എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് ആൻസർ 8 ആണ് വരും. അപ്പോൾ ഇവിടെ 4 വരും. 4 മോൾ O3 വേണം, 4 മോൾ O2 പ്രൊഡ്യൂസ് ചെയ്യും. റിഡോക്സ് ആണ്, ബാലൻസ് ചെയ്താൽ മതി. അപ്പോൾ ഈ അവസാനം പറഞ്ഞ ക്വസ്റ്റ്യൻസ് 2 എണ്ണം വേണമെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ മോർണിംഗ് സെക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഈവനിങ് സെക്ഷനിൽ പ്രാക്ടിക്കൽ കെമിസ്ട്രി ഇനോർഗാനിക് പാർട്ടെന്ന് ചോദിച്ചത് തീരെയില്ല, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചില ആളുകളൊക്കെ അതിലേക്ക് പറയാം. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ അനലിറ്റിക്കൽ കെമിസ്ട്രി ചോദിച്ചത് നേരെ മാറി ഓർഗാനിക്കിലേക്ക് വന്നു. ആദ്യം ഇനോർഗാനിക്കിലേക്ക് കാര്യങ്ങൾ ചോദിച്ചു, ഇപ്പോൾ ഓർഗാനിക്കിലേക്ക് വന്നു. ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രി ഡോമിനൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി ഒന്ന് കുറഞ്ഞതുപോലെ തോന്നും. ഫിസിക്കൽ കെമിസ്ട്രി കുറച്ച് കയറി വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഓർഗാനിക് ഒരു നോർമൽ ലെവലായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ബേസിക് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഏരിയ ഒന്നും അവർ ഫോക്കസ് ചെയ്തിട്ടൊന്നുമില്ല, ഇന്ന ഏരിയ ഫോക്കസ് ചെയ്യുന്നൊന്നുമില്ല. അവരിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പല സ്ഥലത്തു നിന്നും അതേ ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നുണ്ട്. അതായത് കൺസെപ്റ്റിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങിയിട്ടില്ല. കൺസെപ്ച്വലി അതായത് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയോ അങ്ങനെയൊന്നും ചെയ്തില്ല. പകരം അവർ ഏരിയ ഇങ്ങനെ മാറ്റുന്നുണ്ട്. അടുത്ത ഏരിയയിലെ എളുപ്പം ക്വസ്റ്റ്യൻസ് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റിൽ നിന്ന് സെക്കൻഡ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത്, മോർണിംഗ് ഷിഫ്റ്റിൽ നിന്ന് ഈവനിങ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഭാഗം ഒന്ന് കുറച്ചും കൂടി നല്ല ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. പക്ഷേ എളുപ്പം. പിന്നെ കുറച്ചും കൂടിയും കെമിസ്ട്രിയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങിച്ചെന്നിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ടഫാക്കിയിട്ടില്ല. അപ്പം അങ്ങനെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. 27th 2 ടെസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കിതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു, ഓവർ വെറിയാകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണോ പഠിച്ചത് അതിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ആദ്യത്തെ ചോദിച്ച ഭാഗത്ത് തന്നെ ഒന്നാമത്തെ പേപ്പർ ചോദിച്ചാൽ അവിടെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഈ രണ്ടാമത്തെ സെക്ഷനിൽ വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, വേറെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ലോജിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നന്നായിട്ട് പഠിക്കുക, അവിടെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 28th സെക്ഷൻ ഇതേപോലെ പറയാം. അവിടെ നിന്നൊക്കെ നമുക്ക് എന്താണോ പഠിക്കാനുള്ളത്, എന്താണോ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ JEE മെയിൻസ് എക്സാം 2024 സെക്ഷൻ 1 മാത്തമാറ്റിക്സ്, അപ്പോൾ അതിൽ 27th ഷിഫ്റ്റ് 1 മോർണിംഗ് ഷിഫ്റ്റ്, അതോടൊപ്പം ഞാൻ 27th ഈവനിങ് ഷിഫ്റ്റും കൂടി പറയാം. ലോഗരിതത്തിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, പക്ഷേ ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട് ഇനിയുള്ള എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഫോർ എക്സാമ്പിൾ ഡൊമൈൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫംഗ്ഷനകത്ത് എന്ത് വരാം, ലോഗ് വരാം. അപ്പോൾ നമുക്കറിയാം ലോഗിൻ്റെ ഡൊമൈൻ നമ്മൾ എന്താ ചെയ്യാം, ലോഗിനകത്തുള്ള വാല്യൂസ് എല്ലായ്പ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ സെറ്റാണ്.
ഈ സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മോർണിംഗ് ഷിഫ്റ്റിൽ ഒരു ചോദ്യം വന്നിരുന്നു. ശ്രദ്ധിച്ചിട്ടായിരിക്കും. നമുക്കറിയാം ഈ സബ്സെറ്റിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യന് ആ സബ്സെറ്റിൽ നിന്ന് എമ്മും എന്നും കണ്ടുപിടിച്ചിട്ട് അത് മറ്റൊരു ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്തിരുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട്. എന്നിട്ട് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ അല്ലേ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ ക്ലാസ് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്പർ ഓഫ് സബ്സെറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ വെച്ചുള്ള കൺസെപ്റ്റ് അത് ലിങ്ക് ചെയ്തിട്ട് എവിടെയാണ് ചോദിച്ചത്? സ്ട്രെയിറ്റ് ലൈനുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ 2 ചാപ്റ്റേഴ്സുകൾ ക്ലബ്ബ് ചെയ്ത് എങ്ങനെ വരാം? ക്വസ്റ്റ്യൻ വരാം ഇനിയുള്ള ഷിഫ്റ്റുകളിൽ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ പറയാനുള്ളത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇതുവരെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് റിഫ്ലക്സീവ്, സിമട്രിക്, ട്രാൻസിറ്റീവ്, അതുപോലെ 1-1 ഫംഗ്ഷൻ, അതുപോലെ ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പീരീഡ് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഫംഗ്ഷനകത്ത് നമ്മൾ സ്ഥിരം പറയാറുണ്ട് ഈ ഒരു ടൈപ്പ് മോഡൽ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നോക്കാം. എഫ് ഓഫ് 1/x പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3/x. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് നിങ്ങൾ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആ എഫ് ഓഫ് എക്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫംഗ്ഷനെ എങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്ന് എഫ് ഓഫ് എക്സ് കിട്ടുമോ? ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്? എക്സ് റീപ്ലേസ് 1/x അല്ലേ? ആ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. 2 ഇക്വേഷനിലേക്ക് നമ്മൾ ഇതിനെ മാറ്റും. ആദ്യത്തെ എന്താ വരിക? എഫ് ഓഫ് എക്സ് എഴുതും പ്ലസ് എഫ് ഓഫ് എന്താ എഴുതണ്ടേ? 1/x എന്ന് എഴുതും. ശരിയല്ലേ? ഈ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? 1/x ഇതെന്തായിട്ട് മാറ്റും? നമ്മൾ 3x എന്ന് എഴുതും. റെഡി ആയല്ലോ? ഇതിന് നമ്മളിത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഫോർ എക്സാമ്പിൾ ഇവിടെ 2 ഉണ്ടെങ്കിൽ 2 ഉണ്ടാവും. ഇതിൽ നമ്മൾ 3 എന്ന് കൊടുക്കുകയാണ്, ഇവിടെ നമ്മൾ 3 കൊടുക്കുകയാണ്, ഇവിടെ 2 കൊടുക്കുകയാണ്. നമുക്ക് ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് 1-1 ഫംഗ്ഷൻ, അതുപോലെ നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻ എന്നീ പോയിൻറ്റ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നമ്പർ ഓഫ് 1-1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വരും ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് റിലേഷൻ ഫംഗ്ഷൻ പറഞ്ഞല്ലേ. ഇനി ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ നമ്മൾ ഓരോ വാല്യൂസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ sin 18, അതുപോലെ sin 54, അതുപോലെ sin 72 ഈ തുടങ്ങിയ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതുപോലെ ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? സൊല്യൂഷൻ ഓഫ് ദി ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്. അത് JEE മെയിൻ സിലബസിൽ ഹെഡിങ് പറയുന്നില്ല എങ്കിലും നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഏത്? സൊല്യൂഷൻ ഓഫ് എന്ത്? ട്രിഗണോമെട്രിക് ഇക്വേഷൻ. അപ്പോൾ അതിൽ നിങ്ങൾ ഏതൊക്കെ സൊല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്? ഒന്ന് sin x = sin y, അതുപോലെ cos x = cos y, അതുപോലെ tan x = tan y. ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ sin 0 ആവുന്ന കേസ് n π. അപ്പോൾ നമുക്കൊരു ഇൻ്റർവെൽ തരും. ആ ഇൻ്റർവെലിനകത്ത് ആണ് നമ്മളതിൻ്റെ സൊല്യൂഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ബേസിക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ അറിയോ? അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി ആദ്യ ഷിഫ്റ്റുകളിൽ നിന്ന് വന്നിട്ടില്ല എങ്കിലും നമുക്കറിയാം അടുത്ത ഷിഫ്റ്റുകളിൽ അത് പ്രതീക്ഷിക്കാം. ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അത് വെച്ചുള്ള ഒരു വേർഡ് പ്രോബ്ലം എന്ത് പ്രതീക്ഷിക്കാം? അടുത്ത ഷിഫ്റ്റുകളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി അടുത്തത് കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ് നമുക്കറിയാം ഷിഫ്റ്റ് 1-ലും 2-ലും കോംപ്ലക്സ് നമ്പറിൽ അതിൻ്റെ റൂട്ട്സ് നമ്മൾ സ്ഥിരം പറയുന്നതാണ് s² + x + 1 = 0. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് നമുക്കറിയാം ω². അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാം അപ്പോൾ x⁻2023 അല്ലേ? അത് ആൽഫ എന്ന് കൊടുക്കുക. അതിന് α⁻2023 + β⁻2022 അത് വെച്ച് നമുക്കത് ആ വാല്യൂ ഈ ആൽഫയും ബീറ്റയുമാണ് ഒമേഗയായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യുക. പ്രോപ്പർട്ടീസ് ഓഫ് ഒമേഗ. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോളാർ ഫോം. ഈ പോളാർ ഫോം അതുപോലെ ഓയിലേഴ്സ് ഫോം ഈ ഒരു കൺസെപ്റ്റൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്കത് യൂസ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി
കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ സെറ്റിൻ്റെ വാല്യൂ ആണ് എക്സ് പ്ലസ് ഐ വൈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് ഉപയോഗിച്ച് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറയും അല്ലേ. ആ സർക്കിളിൽ നിന്ന് സെൻറ്ററും റേഡിയസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ കോംപ്ലക്സ് നമ്പർ നമുക്ക് എലിപ്സിലേക്ക് മാറ്റാം. അതുപോലെ കോംപ്ലക്സ് നമ്പറിൽ ഇല്ല ലോക്കസിന് നമ്മൾ എക്സ് വൈ കൊടുത്തുകൊണ്ട് ഹൈപ്പർബോളയിലേക്ക് മാറ്റാം. അങ്ങനെയുള്ളൊരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി പറയാനുള്ളത് ലീനിയർ ഇനീക്വാലിറ്റീസ് നമുക്ക് ജസ്റ്റ് ഡൊമൈനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ, അതുപോലെ ഇൻക്രീസിങ് അങ്ങനെയുള്ള ഒരു സ്പെഷ്യലായിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. മറ്റു ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് വരാം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അവിടെ NCRഉം NPRഉം അത് വെച്ചുള്ള റിസൾട്ട് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ റാങ്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ പറയാനുള്ളത് ബൈനോമിയൽ തിയറം. അതിലിപ്പോൾ ഇന്നലെ കണ്ടത് നമ്മൾ എന്താണ് സം ഓഫ് ദി കോയിഫിഷ്യൻറ്റ്. അവിടെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താണ് പുട്ട് x = 1 കൊടുക്കുന്നത് അറിയാലോ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇൻഡിപെൻഡൻറ്റ് ടേം തന്നിട്ട് K-ൻ്റെ വാല്യൂ മിസ്സായിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ജനറൽ ടേം, അതുപോലെ മിഡിൽ ടേം തുടങ്ങിയ ഭാഗങ്ങൾ, അതുപോലെ ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. 2⁻2024 / 17 ആ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് നോക്കി വെക്കാം. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് അതിൽ ശ്രദ്ധിക്കേണ്ടത് AP GP. അതുപോലെ GPയിൽ വരുന്ന സാധനമാണ് ഇൻഫിനിറ്റ് GPൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ളത്. സ്ട്രെയിറ്റ് ലൈൻസിൽ ആദ്യത്തെ ഷിഫ്റ്റ് ഇന്നലെ കണ്ടത് 2 ഓർത്തോ സെൻറ്റർ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കും സെൻറ്റർ, അതുപോലെ ഇൻ സെൻറ്റർ തുടങ്ങിയ ഭാഗങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോണിക് സെക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. സ്ട്രെയിറ്റ് ലൈന്, സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ ഷിഫ്റ്റുകൾ ചോദിച്ചത് 4 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചിരുന്നത്. 4 or 3 ക്വസ്റ്റ്യൻ വീതം അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നിങ്ങളെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ലിങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പറയുന്നത് 3D ജോമെട്രിയാണ്. അപ്പോൾ 3D ജോമെട്രിയിൽ ചോദിച്ചത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസും അതുപോലെ 2 ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ഷോർട്ട് ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്, അതുപോലെ ഫൂട്ട്, ഇമേജ് തുടങ്ങിയ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുമായിട്ട് ബന്ധം വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് അടുത്ത ഷിഫ്റ്റുകൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് തന്നിട്ട് K-യുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ. പിന്നെ പറയാനുള്ളത് പ്രോബബിലിറ്റിയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി വരുന്നുണ്ട്. കണ്ടീഷണൽ അത് ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ബേസ് തിയറം, അപ്പോൾ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്ത് നമുക്കറിയാം tan ഇൻവേഴ്സ് x + tan ഇൻവേഴ്സ് y. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടു. അതുപോലെ ഡൊമൈൻ ആൻഡ് റേഞ്ച് അതും പ്രത്യേകം നോട്ട് ചെയ്യാം. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ ഇതുവരെ ചോദിച്ചില്ല. സിസ്റ്റം ഓഫ് ഇക്വേഷൻ വരും ദിവസങ്ങളിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാം. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതാണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹോമോജീനിയസിൽ AX = B എന്ന് പറയുമ്പോൾ B അവിടെ എന്താണ് 0 ആണ്. 2 കേസ് ഉണ്ട്. നോൺ ട്രിവിയൽ സൊല്യൂഷനുണ്ട്, അതുപോലെ ട്രിവിയൽ സൊല്യൂഷനുണ്ട്. ആ ഭാഗം ശ്രദ്ധിക്കുക. നോൺ ട്രിവിയൽ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. ട്രിവിയൽ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ≠ 0. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എൽ ഹോസ്റ്റൽ അപ്ലൈ ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റാഷണലൈസേഷൻ എന്നല്ല ചോദിച്ചതിലെ റാഷണൽ ഫോമിലേക്ക് മാറ്റാം. കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ്സ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, അതുപോലെ എക്സ്പാൻഷൻ ഓഫ് e⁻x, sin x, cos x തുടങ്ങിയ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ വാല്യൂ ഓഫ് A, B തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മാക്സിമ മിനിമ ആ ഭാഗം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇന്നലെ കണ്ടത് ഇൻ്റഗ്രേഷനിൽ കൊട്ടാരം ധാരാളം ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ആണ് അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും നോക്കി വെക്കണം. പിന്നെ ഇന്നലെ കണ്ടത് എല്ലാ ഷിഫ്റ്റിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 ക്വസ്റ്റ്യൻ വീതമാണ് ചോദിക്കുന്നത്. അതിലൊന്ന് ലീനിയറിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ബെർണൂളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതുപോലെ തന്നെ ചെയ്യുന്നത് ഏതാണ് ഹോമോജീനിയസും ചോദിക്കുന്നുണ്ട്. എക്സിനും വൈനും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നുള്ളത് വെക്ടറിൽ ചില ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, ജസ്റ്റ് ബേസ്ഡ് ഓൺ ദി ട്രിപ്പിൾ പ്രൊഡക്റ്റ് തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതൊക്കെ ശ്രദ്ധിക്കുക. 2x2 മെട്രിക്സ് A11, A12, A21, A22 അങ്ങനെയാണെങ്കിൽ ഇത് A ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് A² - എന്താ പഠിച്ചത് A11 + A22 + ഡിറ്റർമിനൻറ്റ് A = എന്താണ് വരിക
അല്ലേ 0 ഈ ഫോം 3/3 ആകുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ഇന്നലെ വന്നിരുന്നു A11 A12 A13 A21 A22 A23 A31 A32 A33 ഇവിടെ വരുമ്പോൾ 3rd ഡിഗ്രിയാണ് AQ മൈനസ് A11 പ്ലസ് A22 പ്ലസ് A33 A സ്ക്വയർ പിന്നെ എന്താ വരിക പ്ലസ് M11 പ്ലസ് M22 പ്ലസ് M33 ഇൻറ്റു എന്താ വരിക A മൈനസ് ഡിറ്റി A I ഇസ് ഇക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇനി എന്താ വെച്ചാൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുക, നല്ല ചാപ്റ്റേഴ്സ് നോക്കിയെടുക്കുക, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ നോക്കിക്കുക. കഴിഞ്ഞ ക്വസ്റ്റിനെ പോലെ ഇരിക്കും, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതൊരു മോഡൽ മാത്രം. ഇപ്പോൾ കഴിഞ്ഞ 27-ൽ ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 നിങ്ങൾ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.